ബഹുമാന്യനായ സ്വാമിജി അശ്വതി തിരുനാളാണ് നമ്മളോട് സംസാരിക്കുന്നത്. അദ്ദേഹം ഏകലവ്യ ആശ്രമം തിരുവനന്തപുരത്തിൻ്റെ മഠാധിപതിയാണ്. മൂന്ന് ആശ്രമം തിരുവനന്തപുരത്തും ഒരാശ്രമം പാലക്കാടും അദ്ദേഹം ഇപ്പോൾ നടത്തി വരുന്നുണ്ട്. 1955 അദ്ദേഹത്തിൻ്റെ ജനനം. വളരെ സാമ്പത്തികമായി ഉന്നതിയിൽ ജനിച്ചു വളർന്ന അദ്ദേഹം വളരെ ലളിത ജീവിതമാണ് ഇപ്പോൾ നയിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഭക്ഷണ ക്രമത്തെക്കുറിച്ച് ഞാനൊന്ന് ഫോൺ വിളിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വളരെ വിലപ്പെട്ടതായിരുന്നു. അദ്ദേഹം പറഞ്ഞു, എന്നോട് അതൊന്നും ചോദിക്കണ്ട, ഞാനൊരു സാധാ മനുഷ്യനാണ്, എന്തെങ്കിലും തന്നാൽ ഞാൻ കഴിക്കും, ഇല്ലെങ്കിൽ ഞാൻ തിരിച്ചു പോകും, വളരെ സന്തോഷത്തോടു കൂടി തിരിച്ചു പോകും. എന്തൊരു ലളിതമായ വാക്കാണ്. അദ്ദേഹം സ്വാമി വിഷ്ണുദേവാനന്ദയുടെ കീഴിൽ ഹിമാലയത്തിൽ നിന്നാണ് യോഗ പഠിച്ചത്. അദ്ദേഹം ഇപ്പോൾ അഗതികളെ, അനാഥരെ സംരക്ഷിക്കുകയും വയസ്സായ സ്ത്രീകളെ സംരക്ഷിക്കുകയും ചെയ്യുന്ന വലിയ ദൗത്യം ഏറ്റെടുത്ത് നടത്തി വരികയാണ്. വലിയ പ്രസിദ്ധനായ ഒരു എഴുത്തുകാരനാണ്, ഒരു മ്യൂസിക് ഡയറക്ടറാണ്. അദ്ദേഹത്തിൻ്റെ ഒരു നോവൽ വിജനവീതി എന്നുള്ള ഒരു മലയാളം നോവൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ഒരു ബുക്കാണ്. അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു സംക്ഷിപ്ത രൂപമാണ് ഞാനിവിടെ അവതരിപ്പിച്ചത്. വളരെ സ്നേഹത്തോടെ ആദരവോടെ ഞങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടി ഞാൻ ക്ഷണിക്കുകയാണ്. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നെക്കുറിച്ച് അദ്ദേഹം വളരെ നല്ല വാക്കുകൾ കൊണ്ടാണ് എന്നെ അവതരിപ്പിച്ചത്. വളരെ നന്ദി. ഇവിടെ നമ്മുടെ വിഷയം, നമ്മളൊക്കെ മനുഷ്യരാണ്, എന്നാൽ നമ്മളൊക്കെ വിവിധ മതവിഭാഗങ്ങൾ ജനിച്ചവരും വിവിധ മതവിശ്വാസങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും ഉള്ളവരുമാണ്. അതുകൊണ്ട് ഇപ്പം എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. വിവിധ മതങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നതാണ് ലോകത്തെ ഏറ്റവും നല്ല കാര്യം. ഒരു മഴവില്ലിൽ 7 നിറങ്ങളുണ്ട്. ഒരു നിറവും മറ്റൊരു നിറത്തിൻ്റെ മുകളിൽ കയറി പോകുന്നില്ല. അങ്ങനെ 7 നിറങ്ങൾ, വ്യത്യസ്തമായ നിറങ്ങൾ, അതിമനോഹരമായിട്ടൊരു മഴവില്ലുണ്ടാക്കി തരും നമുക്ക്. ഈശ്വരൻ പ്രകൃതിയിലൂടെ നമ്മളെ അത് പഠിപ്പിച്ചു. അതിൽ ഒരു നിറവും മറ്റൊരു നിറത്തെക്കാൾ വലുതോ ചെറുതോ അല്ല. അതുപോലെ ഈ ഭൂമിയിൽ എല്ലാ മതവിഭാഗങ്ങളും അവരുടേതായിട്ടുള്ള അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും മതഗ്രന്ഥങ്ങളുടെ പാരായണ പഠനവും ഒക്കെ ആയിട്ട് വളരെ സന്തോഷമായിട്ട് ജീവിച്ചു പോകാം. കാരണം മതങ്ങൾ ഒരിക്കലും പരസ്പരം കടിച്ച് തിന്നുന്നവരല്ല. കാരണം മതങ്ങൾക്ക് ആരുടെയും വോട്ട് വേണ്ട, ആരുടെയും പണം വേണ്ട, ആരുടെയും അധികാരങ്ങൾ വേണ്ട. അതിൻ്റെ പുറകെ നടക്കുന്ന ഒരു രീതി മതത്തിനില്ല. ഞാൻ പറഞ്ഞല്ലോ, മതത്തിന് പണം വേണ്ട. നമുക്ക് എടുത്തു നോക്കാം. നിങ്ങളെല്ലാം പ്രവാചകന്റെ പാത പിന്തുടരുന്നവരാണല്ലോ. പ്രവാചകനെ കുറിച്ച് ഒരാൾ അന്വേഷിക്കാൻ പോയി. അദ്ദേഹം പ്രവാചകന്റെ ജീവിതചര്യകളൊക്കെ പഠിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിലേക്ക് തിരിച്ചുപോയി. അപ്പോൾ ആ ഗ്രാമത്തിൽ ജനങ്ങളെ ഒത്തുകൂടിയിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, അങ്ങ് ഈ ലോകം മുഴുവൻ യാത്ര ചെയ്തിട്ടുള്ള ആളാണല്ലോ, ഒരുപാട് അറിവ് ഉണ്ടല്ലോ, ഒരുപാട് അനുഭവങ്ങളുണ്ടല്ലോ, എന്താണ് ഈ പ്രവാചകനിൽ കാണുന്ന ഏറ്റവും അത്ഭുതകരമായ കാര്യം? ഏത് കാര്യമാണ് അങ്ങേയറ്റം ആകർഷിച്ചത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ വലിയ വലിയ മനുഷ്യരെ ഞാൻ കണ്ടു, വലിയ രാജാക്കന്മാരെ, വലിയ ധനികന്മാരെ, വലിയ കലാകാരന്മാരെ, വലിയ എഴുത്തുകാരെ,
ഒക്കെ ഞാൻ കണ്ടു, വലിയ സാഹിത്യകാരന്മാരെ അല്ലെങ്കിൽ ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ആളുകളെ. പക്ഷെ അവരിൽ ഒന്നും കാണാത്ത, ഒരു സുൽത്താനിലും ഞാൻ കാണാത്ത ഒരു പ്രത്യേകത ഈ മനുഷ്യനിലുണ്ടായിരുന്നു. അതാണ് എന്നെ അങ്ങേയറ്റം ആകർഷിച്ചത്. അപ്പോൾ അവർ ചോദിച്ചു, അതെന്താണത്? അതിതാണ്, വലിയ പണക്കാർക്കും വലിയ രാജാക്കന്മാർക്ക് പോലും ദാരിദ്ര്യത്തിന് പേടിയാണ്. എന്നാൽ ഈ മനുഷ്യന് ദാരിദ്ര്യത്തിന് ഒരു പേടിയുമില്ല എന്നത് മാത്രമല്ല, ധനത്തിനെയാണ് അദ്ദേഹത്തിന് പേടിയും. ഇത് തന്നെയാണ് സന്യാസത്തിന്റെ അടിസ്ഥാന പ്രമാണം. ഇത് തന്നെയാണ് യേശുക്രിസ്തു പറഞ്ഞത് ശിഷ്യരോട്, നിങ്ങൾക്ക് 2 ജോഡി വസ്ത്രങ്ങളും 1 ജോഡി ചെരുപ്പുമേ ജീവിതത്തിൽ ആവശ്യമുള്ളൂ എന്ന്. നിങ്ങൾ ഇരുമ്പെടുക്കുന്നതും തുരുമ്പെടുക്കുന്നതുമായ ഒന്നുമേ കാത്തു സൂക്ഷിക്കരുത് എന്ന്. നിങ്ങൾ ഏത് സ്ഥലത്ത് പോയിട്ടും നിങ്ങൾ ഈശ്വരന്റെ നാമം പറയുമ്പോൾ അവിടുത്തെ ആളുകൾ നിങ്ങളെ വകവച്ചില്ലെങ്കിൽ, നിങ്ങളെ ആക്ഷേപിച്ചാൽ, നിങ്ങൾ ഒരിക്കലും അവരോട് കയർക്കരുത്. അവിടുത്തെ മണ്ണെടുത്ത് സ്വന്തം തലയിലിട്ടിട്ട് പോകണം എന്ന് പറഞ്ഞാൽ, ഞാൻ നിങ്ങളുടെ അറിവിനേക്കാൾ താണ അറിവുള്ള ആളാണ്. ആ വിനയത്തോടു കൂടി പോകണം. നിങ്ങൾ ഒരിക്കലും അങ്ങാടിയിൽ വന്ദനം പ്രതീക്ഷിക്കരുത്. നിങ്ങൾക്ക് പ്രസംഗ സ്ഥലങ്ങളിൽ മുഖ്യസ്ഥാനം അത് നിങ്ങൾക്ക് ആവശ്യമില്ല. നിങ്ങൾ സ്വയം ഉയരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്വയം താഴൂ എന്ന് അദ്ദേഹം പറഞ്ഞു. നിങ്ങളുടെ കൂട്ടത്തിലുള്ള ശിഷ്യന്മാർക്കിടയിൽ, സുഹൃത്തുക്കൾക്കിടയിൽ നിങ്ങൾക്ക് ഏറ്റവും ഉയർന്നതാവണം, അങ്ങനെ ഒരാളാവണമെങ്കിൽ നിങ്ങൾ ഇവരുടെ എല്ലാം ദാസനായിട്ട് മാറുമോ? അപ്പോ നമ്മൾ കാത്തു സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ഈ ധനവും അതിൻ്റെ സുഖ സൗകര്യങ്ങളും ഒക്കെ ഈശ്വരനിലേക്ക് അടുക്കുന്നതിന് വിഘാതമായ കാര്യങ്ങളാണെന്ന് ക്രിസ്തുവൻ പറഞ്ഞു. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, ഒരു സൂചിയുടെ ദ്വാരത്തിലൂടെ ഒരു ഒട്ടകത്തിന് പ്രവേശിക്കുന്നത് എത്ര ശ്രമകരമായിരിക്കും, അത്രയും ശ്രമകരമായിരിക്കും ഒരു പണക്കാരന് സ്വർഗത്തിലെത്താനും. നിങ്ങൾ കണ്ടല്ലോ, ചാനലുകളിലൂടെയും വീഡിയോയിലൂടെയും കോടിക്കണക്കിന് ആളുകൾ കുംഭമേള എന്ന് പറയുന്ന അതിൽ പങ്കെടുക്കാൻ വേണ്ടി ഗംഗാ തീരത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ലോകം ഇതുവരെ വലിയൊരു മാനവ സമൂഹം ഒത്തുകൂടുന്ന കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് വെളിയിൽ നിന്നുള്ള യൂണിവേഴ്സിറ്റികളും ഒക്കെ അതിനെപ്പറ്റി സ്റ്റഡി ചെയ്യാൻ വേണ്ടി ഇപ്പോൾ അവിടെ വന്നിരിക്കുന്നത്. ലോകത്ത് ആദ്യം തുടങ്ങിയ ഉത്സവങ്ങളിലൊന്നാണ്, ഇന്നും അത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി അത് നടക്കണമെങ്കിൽ 144 വർഷങ്ങൾ കഴിയണം. നമ്മളാരും അപ്പം ജീവിച്ചിരിക്കാൻ സാധ്യതയില്ല. അവിടെ വരുന്ന ആയിരക്കണക്കിന് സന്യാസിമാരെ നിങ്ങൾ നോക്കൂ. അവരാരെങ്കിലും ധനത്തിന് വേണ്ടി ജീവിക്കുന്നവരാണോ? അവരാരെങ്കിലും അധികാരത്തിന് വേണ്ടി ജീവിക്കുന്നവരാണോ? അവർക്ക് ഏതെങ്കിലും ലൗകിക സുഖം ആവശ്യമുള്ളവരാണോ? ഒന്നുമല്ല. നമുക്ക് കാണുമ്പോൾ വിചിത്രമായിട്ട് തോന്നും, പലരും വസ്ത്രം പോലും ധരിക്കുന്നില്ല. നമ്മുടെ കണ്ണിൽ തോന്നും അവരൊക്കെ ഭ്രാന്തന്മാരാണ്. പക്ഷെ അവരുടെ കണ്ണിൽ നമ്മളെ കണ്ടിട്ട് തോന്നുന്നു ഇവനൊക്കെ എന്ത് ഭ്രാന്താണ്. ഭൗതികമായിട്ടുള്ള സുഖങ്ങൾക്കും അപ്പുറം ഒരു ലോകമുണ്ടെന്നും ഒരു ജീവിതമുണ്ടെന്നും ആ ജീവിതം എന്താണ് കണ്ടെത്തേണ്ടതാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യമെന്നും മനസ്സിലാക്കി പോകുന്ന മഹർഷിമാരാണ് അവര്. ക്രിസ്തുവിനും അത് തന്നെയായിരുന്നു, മുഹമ്മദ് നബി അത് തന്നെയാണ്. അദ്ദേഹം ഗുഹകളിലെ ധ്യാനത്തിന് ശേഷമാണ് അദ്ദേഹത്തിന് അള്ളാഹുവിന്റെ വെളിവുണ്ടാകുന്നത്. അതുപോലെ ക്രിസ്തുവിനെ ഗുഹകളിൽ ധ്യാനിച്ച ശേഷമാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ഇപ്പോഴും ലക്ഷക്കണക്കിന് ധ്യാനത്തിലിരിക്കുന്ന സന്യാസിമാര് ഹിമാലയങ്ങളിലുണ്ട്. നിങ്ങൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണം, ദ യോഗീസ് മെഡിറ്റേറ്റിംഗ് ഇൻ ഹിമാലയാസ് എന്ന് നോക്കൂ. ഒരു ശാസ്ത്രത്തിനും മനസ്സിലാകാത്ത അത്ഭുതങ്ങൾ നിങ്ങൾക്ക് അവിടെ കാണാം. 14 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ SLC എത്തുന്നതിന് മുമ്പ് അവിടെ ധ്യാനത്തിലിരുന്നു. ഇന്ന് അദ്ദേഹത്തിന് 28 വയസ്സായി. അദ്ദേഹം ഇരുന്ന സ്ഥലത്ത് നിന്ന് ഇന്ന് വരെ എണീറ്റിട്ടില്ല, ഒരു തുള്ളി വെള്ളം കുടിച്ചിട്ടില്ല, അല്പം പോലും ആഹാരം കഴിച്ചിട്ടില്ല. മഞ്ഞിലും മഴയിലും ഒക്കെ ഒരേ ഇരിപ്പാണ് ധ്യാനത്തില്. അദ്ദേഹം എന്തുമാത്രം ആധ്യാത്മികമായി ഉയർന്നു എന്ന് അത് അദ്ദേഹത്തിന് മാത്രമേ അറിയാവുള്ളൂ. എത്രയോ യോഗികൾ മഞ്ഞിലിരിക്കുന്നു, മഞ്ഞിന് അടിയിലിരിക്കുന്നു, ഒരാഹാരം അവർ കഴിക്കുന്നില്ല.
BBC എത്ര ദിവസം എത്ര ക്യാമറകളുമായിട്ട് ഇവരുടെ ചുറ്റും നിന്നു? നിങ്ങൾ യൂട്യൂബിൽ നിന്ന് അടിച്ചു നോക്കൂ, വെറുതെ പറയല്ല. ഇത്രയും ലക്ഷക്കണക്കിന് ആളുകൾ എവിടെയാണ് ഈ ഹിമാലയത്തിൽ താമസിക്കുന്നത്? എന്തുകൊണ്ട് അവർ ഇങ്ങനെ ജീവിക്കുന്നു? അവർ ഈശ്വരനെ അന്വേഷിക്കുന്നവരാണ്. ക്രിസ്തുദേവനും ഈശ്വരനെ അന്വേഷിച്ച ആളാണ്, കണ്ടെത്തിയ ആളാണ്. നബിദേവനും ദൈവത്തെ തേടി പോയതാണ്, കണ്ടെത്തിയതാണ്. അപ്പൊ വെറും ഭൗതിക സുഖങ്ങൾക്കും ലൗകിക സുഖങ്ങൾക്കും അഹങ്കാരത്തിനും അധികാരത്തിനും പണത്തിനും ജനങ്ങളുടെ കൈയടിക്കും വേണ്ടി മാത്രം ജീവിക്കേണ്ടതല്ല നമ്മുടെ ജീവിതം. അതിനൊക്കെ അപ്പുറം ഈശ്വരനെ സാക്ഷാത്കരിക്കുക എന്ന് പറയുന്ന ഒരു ഉദ്ദേശം മനുഷ്യനിലുണ്ട് എന്ന് അവർ നമ്മളോട് പറഞ്ഞു. എന്തായാലും ഒരു കാര്യം തീർച്ചയാണ്, അതിനൊരു വലിയ സത്യമുണ്ട്. നിരീശ്വരവാദം പറഞ്ഞു നടക്കുന്ന ആളുകൾക്ക് ഈ സന്യാസികളുടെ മുമ്പിൽ ഒന്നും പറയാൻ പറ്റുന്നില്ല. അവർ ഈശ്വരനെ പൂർണ്ണമായിട്ട് തേടിപ്പോയവരാണ്, അതിനുള്ള ചങ്കൂറ്റമുള്ളവരാണ്, അത് കാണിച്ചവരാണ്, ഏത് മഞ്ഞിലും ഇരിക്കാൻ കഴിവുള്ളവരാണ്, ഒരു കൊടുങ്കാറ്റിനും അവർക്ക് പേടിയില്ല ഒന്നിനെയും. അപ്പൊ നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ വെറും ഭൗതികമായ കാര്യങ്ങളാണ്. മനുഷ്യൻ ജനിച്ചു കഴിഞ്ഞാൽ അവന് ഇര തേടുക, ഇണ ചേരുക, കുട്ടികളെ ഉണ്ടാക്കുക, അതിനപ്പുറം ഒരു ജോലിയില്ലേ? അതല്ലേ മൃഗങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മുടെ മണ്ണിലെത്തിയ പ്രവാചകന്മാരും ഗുരുക്കന്മാരും ഈശ്വര അവതാരങ്ങളും ഈശ്വരപുത്രന്മാരും നമ്മളോടൊന്ന് പറഞ്ഞു, മനുഷ്യ, നീ ഇതിനു വേണ്ടി മാത്രമല്ല ജനിച്ചത്, നിനക്ക് മറ്റൊരു ഉദ്ദേശം ജീവിതത്തിലുണ്ട്. നീ ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ സൃഷ്ടികർത്താവായി ഈശ്വരനെ കണ്ടെത്തണം. അതിന് നിനക്ക് സാധിക്കും. അതിനുള്ള വഴി പറഞ്ഞു. അതിലൂടെയാണ് ഈ മഹത്തുക്കളൊക്കെ ഈ ഭൂമിയിൽ ഉണ്ടായതും നമ്മുടെ ശിരസ്സായി അവരുടെ മുമ്പിൽ നിൽക്കുന്നതും. എത്ര സൂഫി വര്യന്മാരാണ് ഈശ്വരനെ കണ്ടത്? അള്ളാഹുവിനെ ദർശിച്ച എത്രയോ പേര് ഈ ഭൂമിയിൽ വന്നു. എത്രയോ സെൻ ഗുരുക്കന്മാർ, ബുദ്ധ ഗുരുക്കന്മാർ വന്നു. അവരെന്താണ് സത്യമെന്ന് കണ്ടെത്തിപ്പോയി. അവർ നമ്മളോട് പറഞ്ഞു തന്നു. അപ്പൊ ഈ ഭൂമിയിലെ മനുഷ്യർക്ക് സാധാരണ മൃഗങ്ങളെ പോലെ ജീവിക്കാതെ അതിനും അപ്പുറത്തേക്ക് ഒരു എവല്യൂഷനിലേക്ക് പോകണം എന്ന ആഗ്രഹം ഈശ്വരൻ നമുക്കുണ്ടാക്കി തന്നു. സാധാരണ പോലെ ജീവിച്ച് പഠിച്ച് ഒരു ജോലി കിട്ടി, ഒരു കല്യാണം കഴിച്ച് അതിൽ കുട്ടികളുമായിട്ട് അവസാനം വരെ ഇങ്ങനെ ജീവിച്ച് ആ കുട്ടികളെയും വളർത്തി അവസാനം വയസ്സാകുമ്പോൾ അവരെയും നഴ്സറിയിൽ കൊണ്ടുവന്നാക്കി ഒരു ദിവസം പിടഞ്ഞു വീട് മരിക്കുന്ന ഒരു ജീവിതമല്ല മനുഷ്യൻ്റേത്. അങ്ങനെ മൃഗങ്ങളും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ അതിനൊക്കെ അപ്പുറം നമ്മൾ ആരാണ്? നമ്മൾ എവിടെ നിന്നാണ് വരുന്നത്? നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? ആരാണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചത്? ആരാണ് ഇതിനെ സൂക്ഷിച്ച് നിലനിർത്തുന്നത്? ഇതൊക്കെ അറിയുവാനുള്ള ആഗ്രഹമുള്ള മനുഷ്യൻ, അവനെയാണ് മഹർഷിമാര് ജിജ്ഞാസു എന്ന് പറയുന്നത്. അറിവിന് വേണ്ടി ആഗ്രഹിക്കുന്നവർ. അവർ അറിയുന്നു. ശാസ്ത്രം മറ്റൊരു രീതിയിൽ ഈ സത്യത്തെ തേടുന്നു. ആധ്യാത്മിക ജീവികൾ ധ്യാനത്തിലൂടെയും ജപത്തിലൂടെയും നിസ്കാരത്തിലൂടെയും നമസ്കാരത്തിലൂടെയും യോഗയിലൂടെയും ഒക്കെ ഈശ്വരനെ തേടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ പിന്നെ എങ്ങനെയാണ് നമ്മുടെ ഗുരുക്കന്മാരെല്ലാം ഒരുപോലെ ജീവിച്ചപ്പോ നമുക്കെന്താ വ്യത്യാസം? നമ്മളൊക്കെ നമ്മുടെ ഗുരുക്കന്മാരുടെ ശിഷ്യന്മാരല്ലേ? പ്രവാചകൻ എന്ന് പറയുന്ന അത്ഭുത ആ ഒരു പ്രതിഭ അദ്ദേഹം നിങ്ങളുടെ ഹൃദയത്തിൽ ഇരിക്കുന്നുണ്ടല്ലേ നിങ്ങൾ ഇപ്പോൾ ഈ പ്രസംഗം കേൾക്കാനിരിക്കുന്നത്? അല്ലെങ്കിൽ സീരിയൽ കണ്ടാൽ പോരെ? അല്ലെങ്കിൽ സിനിമ കാണാൻ പോയാൽ പോരെ? എന്തുകൊണ്ടൊരു സന്ധ്യയ്ക്ക് നിങ്ങളെ പോലത്തെ ചെറുപ്പക്കാർ ഈശ്വരനെ കുറിച്ച് പറയുന്ന ഒരു സ്ഥലത്ത് വന്നിരിക്കുന്നു? എന്തിന്? ഞാനെന്ന് പറയുന്ന സ്വാമി അശ്വതി തിരുനാൾ എന്ന് പറയുന്ന ഹിന്ദു സന്യാസി, എൻ്റെ ആത്മസുഹൃത്ത്, ഇമാമിനോടൊപ്പം ഇത്രയും ദൂരം സഞ്ചരിച്ച് നിങ്ങളെ വന്ന് കാണുന്നു. എന്താണ് ഈശ്വരൻ നമുക്ക് വേണ്ടി തന്നിരിക്കുന്നത് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ ഗുരുക്കന്മാരെല്ലാം ആ സത്യം തിരിച്ചറിഞ്ഞു. ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം തപസ്സിലൂടെ ഈശ്വരനെ തേടി, ഈശ്വരനെ അന്വേഷിച്ച് കണ്ടെത്തി ഞാനും ഈശ്വരനും ഒന്നാണെന്ന് തിരിച്ചറിയണം. അതാണ് തത്വമസി എന്ന് ശബരിമലയിൽ എഴുതി വെച്ചിരിക്കുന്നത്. നീ അതാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മമാണെന്ന് തിരിച്ചറിയണം. അതായത് ഞാനൊരു സാധാരണ ശരീരമല്ല, ഞാൻ മരിച്ചതിന് ശേഷവും
നിലനിൽക്കുന്ന അസ്തിത്വത്വമാണ്, ഞാനും ഈശ്വരനും ഒന്നാണ് എന്ന ആ അത്ഭുത അറിവിലേക്ക് ചെന്നെത്തണം. അതാണ് ഹിന്ദുമതം പറയുന്നത്. നിങ്ങൾ വെറും ഭൗതികമായിട്ട് ജീവിതം മാത്രം ജീവിച്ചാൽ പോരാ, എന്നും നിങ്ങൾ ഈശ്വരനെ അന്വേഷിച്ചുകൊണ്ടിരിക്കണം. ഞങ്ങളെപ്പോലത്തെ സന്യാസിമാര് രാവിലെ 3 മണിയാകുമ്പോൾ എണിക്കണം, ഉണരണം. 3:15 സരസ്വതി യാമം എത്തുമ്പോഴേക്കും ഞങ്ങളെല്ലാം ധ്യാനത്തിലേക്ക് പ്രവേശിക്കും. 4 കോടി ഹിന്ദു സന്യാസിമാരുണ്ട് ഇന്ത്യയിൽ, 4 കോടി. അതിൽ കുറെ പേര് ഹിമാലയ സാനുക്കളുടെ കാടുകളിലാണ് ഇരിക്കുന്നത്. അവരും 3:15 ആകുമ്പോഴേക്കും ധ്യാനത്തിലേക്ക് പ്രവേശിക്കും. ഒരു സൂം മീറ്റിംഗ് പോലെയാണത്. എന്നും ചെയ്തിരിക്കണം. അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കി വരുന്നു, ഓരോ ദിവസമായി ഈശ്വരനിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കുന്നു. അത് തെറ്റാണെന്ന് ചിലർ വിചാരിക്കുന്നു. അവർ പറയുന്നു ഒരു ഈശ്വരനും ഇല്ല എന്ന്. അവർ ഉറക്കെ പറയും ദൈവമില്ല, ദൈവത്തെ പുച്ഛിക്കും, മതങ്ങളെ പുച്ഛിക്കും. മതങ്ങൾ തെറ്റാണെന്ന് പറയും, മതം മയക്കുമരുന്നാണെന്ന് പറയും. മതത്തിന്റെ പിന്നിൽ പോകുന്നതാണ് ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ കൊലപാതകങ്ങൾ നടന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങൾ മുസ്ലിങ്ങളാണല്ലോ, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഹിന്ദുവിനെ കൊല്ലണമെന്ന് എവിടെയെങ്കിലും നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ഉസ്താദ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ അയൽവക്കക്കാരനെ കൊല്ലാൻ? ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഒരുപക്ഷെ ഭഗവത്ഗീത എടുത്തു നോക്കുമ്പോ ശ്രീകൃഷ്ണൻ അർജുനോട് ഈ കൗരവന്മാരെ, ആ സൈന്യത്തെ മുഴുവൻ വധിക്കണം എന്ന് പറയുന്ന ഒരു പാഠം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ അത് യുദ്ധത്തിലാണ്. അധർമ്മവും ധർമ്മവും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ അധർമ്മത്തെ സമ്പൂർണമായിട്ട് തുടച്ചു മാറ്റുവാൻ ധർമ്മത്തിന്റെ സൈനികനായ അർജുനോടാണ് ശ്രീകൃഷ്ണൻ പറയുന്നത്, നിന്റെ ശരം തൊടുക്കുന്നത് നിന്റെ ബന്ധുക്കളുടെ ഹൃദയത്തിലേക്കാണെന്ന് വിചാരിക്കരുത്, അധർമ്മത്തിന്റെ ഹൃദയത്തിലേക്കാണ്. അങ്ങനെ അധർമ്മം ഒന്നുകൂടിയാൽ മാനവരാശി നശിച്ചു പോകും. ഒന്നാലോചിച്ച് നോക്കൂ. ഹമാസിലായാലും ശരി, ഇസ്രായേലിലായാലും ശരി, ഉക്രൈനിലായാലും ശരി, റഷ്യയിലായാലും ശരി, മരിച്ചു വീണത് മുഴുവൻ ഈ ലോകത്തെ ഏറ്റവും പാവപ്പെട്ട കുട്ടികളും സ്ത്രീകളും അല്ലേ? അല്ലേ? അവരെന്ത് വേദനയോട് കൂടിയാണ് ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത്. കൊച്ചുകുട്ടികൾ, അവർക്കറിയാം ഇത് എന്താണ് നടക്കുന്നതെന്ന്. എന്തിന് യുദ്ധം ചെയ്യുന്നു? അധികാരം പിടിച്ചെടുക്കാൻ, അല്ലാതെ മതപരമായി ഉയരാനല്ല. 2 രാജ്യങ്ങളിലൂടെ യുദ്ധം ചെയ്യുന്നത് രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിലാണ്, മതത്തിന്റെ അടിസ്ഥാനത്തിലല്ല. മതങ്ങൾ സ്നേഹിക്കാനേ പഠിപ്പിച്ചുള്ളൂ. ഒരു കത്തിയെടുത്ത് ഒരു ഡോക്ടർക്ക് ഒരാളുടെ വയറ് കീറി അയാളെ രക്ഷിക്കാം, അയാളുടെ ഉള്ളിലുള്ള ട്യൂമർ പുറത്തെടുക്കാം, അയാളുടെ ജീവനെ രക്ഷിക്കാം. ആ കത്തി കൊണ്ട് ഒരു അധമന് മറ്റാളെ കുത്തിക്കൊല്ലാം. എങ്ങനെ അത് ഉപയോഗിക്കുന്നു എന്ന്, അതാണ് ഇതിന്റെ അടിസ്ഥാനം. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഏറ്റവും സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു സ്ഥലം തീർച്ചയാണ് കേരളത്തിലാണ്. മറ്റൊരു സ്ഥലത്തും ഇത്രയധികം സ്നേഹമായിട്ട് ഒത്തുപോകുന്നില്ല. തിരുവനന്തപുരത്ത് കഴിഞ്ഞ് 25 വർഷമായിട്ട് ഒരു മുസ്ലിമും ക്രിസ്ത്യാനിയും ഹിന്ദുവും യുദ്ധം ചെയ്തിട്ടില്ല. വ്യക്തിപരമായ കാര്യങ്ങളിലോ സ്വത്തിന്റെ തർക്കത്തിലൊക്കെ അടികൂടുമായിരിക്കും. പക്ഷെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനിയും യുദ്ധം ചെയ്തിട്ടില്ല. രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യാറുണ്ട്. അവർ തെരുവിലിട്ട ആളുകളെ വെട്ടിക്കൊല്ലാറുണ്ട്, രക്തമൊഴുക്കാറുണ്ട്. പക്ഷേ മതങ്ങളുടെ നേരെ വിരൽ ചൂണ്ടി പറയരുത്, ഇല്ല. മുമ്പ് നടന്നു കാണും, ജാതിയുടെ പേരിൽ നടന്നു കാണും. വിദ്യാഭ്യാസമില്ലാത്ത ആളുകൾ മതങ്ങളുടെ പേരിൽ ചെയ്ത് കാണും. പക്ഷേ ഇന്ന് ചെയ്യില്ല. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഇന്ന് വിദ്യാഭ്യാസം കിട്ടിക്കഴിഞ്ഞു. 100 വർഷത്തിനുള്ള മുമ്പുള്ള വിദ്യാഭ്യാസമല്ല നമുക്ക് കിട്ടുന്നത്. ഇന്ന് ഇവിടെ ഇരിക്കുന്ന കൊച്ചു കുട്ടികൾക്കെല്ലാം ലോകോത്തരമായ വിദ്യാഭ്യാസമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സ്നേഹത്തിന്റെ വിദ്യാഭ്യാസം. നിങ്ങൾ ഒന്ന് നിങ്ങളുടെ മതഗ്രന്ഥങ്ങളിലേക്ക് മറിച്ച് നോക്കൂ. സ്നേഹിക്കാനല്ലേ പഠിപ്പിച്ചത്? നിന്റെ വീട്ടിൽ ആഹാരം ഉണ്ടായിരിക്കുകയും അയൽവക്കക്കാരന്റെ വീട്ടിൽ ആഹാരമില്ല എന്ന അവസ്ഥയാണെങ്കിൽ നീ നിന്റെ ഭക്ഷണം അവർക്കൂടെ കൊടുക്കണം എന്നല്ലേ നബി തിരുമേനി പറഞ്ഞത്? അതല്ലേ അദ്ദേഹം ചെയ്തത്? അദ്ദേഹത്തിന്റെ സ്വന്തം ജീവിതത്തിൽ അത് കാണിച്ചില്ലേ? മറ്റുള്ളവർ തങ്ങളെ അപമാനിക്കാൻ വന്നാൽ അവരെ ശത്രുക്കളായിട്ട് കരുതുകയല്ല, സ്നേഹത്തോടുകൂടി അവരെ തങ്ങളുടെ കൂട്ടത്തിൽ കൊണ്ടുവരണം എന്നല്ലേ തിരുമേനി പറഞ്ഞത്? താൻ റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ തന്റെ ദേഹത്തെ ചവറും മലിന വസ്തുക്കളും വാരി എറിഞ്ഞ സ്ത്രീ അസുഖമായിട്ട് കിടക്കുന്നു എന്നറിഞ്ഞപ്പോ
അദ്ദേഹം പോയി ആ സ്ത്രീയെ ശുശ്രൂഷിച്ച് അവർക്കുള്ള ആവശ്യമുള്ള ഔഷധമൊക്കെ എത്തിച്ച് അവരെ സംരക്ഷിക്കുകയല്ലേ ചെയ്തത്? അതല്ലേ നബിദേവന്റെ ഹൃദയം? നിങ്ങളുടെ ഹൃദയത്തിനകത്ത് നബിയാണോ ഇരിക്കുന്നത്, അതോ ചെകുത്താനാണോ ഇരിക്കുന്നത്? നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന് ക്രിസ്തുദേവൻ പറഞ്ഞപ്പോ അവന്റെ മതം ഏത് എന്ന് നോക്കിയിട്ട് അവനെ സഹായിക്കണം എന്നല്ല പറഞ്ഞത്. ഇന്ന് ഒരു രോഗി ആശുപത്രിയിലാണ്, അത്യാവശ്യമായിട്ട് രക്തം, ഓ പോസിറ്റീവ് രക്തം വേണം എന്ന് പറഞ്ഞ് ഇവിടുത്തെ ഗവൺമെന്റ് ഓഫീസിലോ കോളേജിലോ ചെന്ന് ചോദിച്ചാൽ അവിടുത്തെ വിദ്യാർത്ഥികൾ ആദ്യം പറയുന്നത് ഏത് പാർട്ടിക്കാരനാണ് എന്നാണ് ചോദിക്കുന്നത്. അത്ര വരെ നമ്മൾ അധപതിച്ചു. ഒരു മനുഷ്യനെ സഹായിക്കാൻ അവന്റെ പാർട്ടി ചോദിക്കണോ, അവന്റെ ജാതി ചോദിക്കണോ, അവന്റെ മതം ചോദിക്കണോ? ഒരിക്കലും ആവശ്യമില്ല. ഒരു മത നേതാവും പറഞ്ഞിട്ടില്ല മറ്റു നേതാക്കന്മാരെ സഹായിക്കരുത്, മറ്റ് മതത്തിൽപ്പെട്ടവരെ സഹായിക്കരുത്. ഒരു യഹൂദ സ്ത്രീ വിവാഹത്തിന് പങ്കെടുക്കാൻ വേണ്ടി പോകാൻ നേരത്ത് ഒരു കിണറിന്റെ സൈഡിൽ നിന്നൊരു നായ അതിലേക്ക് നോക്കി നിൽക്കുന്നു. അവർ ചെന്ന് നോക്കിയപ്പോ വെള്ളമാണ് താഴെ. നായക്ക് അത്രയധികം ദാഹിക്കുന്നു, പക്ഷെ കുടിക്കാൻ പറ്റുന്നില്ല. ആ സ്ത്രീ ചെയ്തത് തന്റെ വസ്ത്രത്തിന്റെ ഒരു ഭാഗം എടുത്തിട്ട് തന്റെ ചെരുപ്പിൽ അത് കെട്ടിയിട്ട് അത് താഴോട്ട് കൊണ്ടുവന്ന് വെള്ളമെടുത്ത് ആ നായക്ക് കൊടുത്തു. നബി തിരുമേനി അതിനെ കുറിച്ച് പറഞ്ഞത് ആ ജൂത സ്ത്രീ സ്വർഗത്തിന് അവകാശമായി എന്നാണ്. അത്ര വലിയ രീതിയിലാണ് അദ്ദേഹം ആ സ്നേഹത്തെ കണ്ടത്. 100 കഥകൾ ക്രിസ്തുദേവന് പറയാനുണ്ടാകും. അവരോടൊന്നും ലോകം ഒരിക്കലും ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും ആദരവോടെയും കാരുണ്യത്തോടൊന്നും അല്ല പെരുമാറിയത്. ക്രിസ്തുദേവൻ എത്രയോ അന്ധന്മാർക്ക് കാഴ്ച കൊടുത്തു. ഒരു അന്ധനെ തിരിച്ചു നിന്നിട്ട് താങ്ക് യു സർ എന്ന് പറഞ്ഞോളൂ. ആലോചിച്ചു, എത്രയോ കണ്ണ് കാണാൻ വയ്യാത്തവർക്ക് തന്റെ ദിവ്യശക്തി കൊണ്ട് കാഴ്ച കൊടുത്ത യേശുദേവനോട് ഒരാളെ തിരിച്ച് നന്ദി എന്ന് പറഞ്ഞിട്ടുള്ളൂ എന്ന്. അത്ര ബഹുമാനക്കുറവും ആദരവും കുറവുമാണ് കാണിച്ചത് ആളുകൾ. അദ്ദേഹത്തെ കുരിശിൽ തറച്ച് ഇഞ്ചിഞ്ചായിട്ട് കൊന്നു. ആ കൊല്ലുന്ന നിമിഷം ഒരുപക്ഷെ ആ റോമൻ പടയാളികൾക്ക് തോന്നിയത് ഇതോടുകൂടി യേശുക്രിസ്തു എന്നുള്ള ശബ്ദം ഇനി ലോകത്തുണ്ടാവില്ല എന്നാണ്. പക്ഷേ അതല്ല സംഭവിച്ചത്. എപ്പോഴും ഈശ്വരന്റെ അവതാരങ്ങളായിട്ട് വരുന്നവരെ ലോകം പീഡിപ്പിക്കും. യേശുക്രിസ്തു കാലി തൊഴുത്തിൽ ജനിച്ചുവെങ്കിൽ ശ്രീകൃഷ്ണൻ ഒരു കാരാഗൃഹത്തിലാണ് ജനിച്ചത്. അദ്ദേഹം ജനിച്ചു തൊട്ട് അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി രാക്ഷസന്മാരെ പറഞ്ഞയച്ചുകൊണ്ടേയിരുന്നു. എത്ര വധശ്രമങ്ങളെയാണ് ശ്രീകൃഷ്ണൻ അതിജീവിച്ചത്. ലോകം മുഴുവൻ കീഴടക്കാൻ ആഗ്രഹിച്ച ഒരു ഏകാധിപതിയായ കംസനെതിരെ ഏറ്റവും തീവ്രമായ വിപ്ലവം ചെയ്ത ആളാണ് ശ്രീകൃഷ്ണൻ. പക്ഷെ അദ്ദേഹത്തിന്റെ ജാതി പറഞ്ഞു പോലും അദ്ദേഹത്തെ ആക്ഷേപിച്ചിട്ടുണ്ട്. ശ്രീകൃഷ്ണൻ ഏറ്റവും താണ ജാതിയിൽ ജനിച്ച ആളായി. നീ യാദവനായതുകൊണ്ട് നിന്നോട് ഞാൻ യുദ്ധം ചെയ്യുന്നില്ല എന്ന് ജരാസന്ധൻ പറഞ്ഞു. ദുര്യോധനന്റെ മകളെ ശ്രീകൃഷ്ണന്റെ മകന് കല്യാണം ആലോചിച്ചപ്പോ നീ താണജാതിയിൽപ്പെട്ടതാണ് ശ്രീകൃഷ്ണ, നിന്റെ മകൻ എന്റെ മകൾക്ക് വേണ്ട എന്ന് ദുര്യോധനൻ പറഞ്ഞു. എന്നിട്ട് പോലും ശ്രീകൃഷ്ണന് ഒരു ജാതി ചിന്തയും ജീവിതത്തിനകത്തില്ലായിരുന്നു. എങ്കിൽ ബ്രാഹ്മണനായ കുചേലനെ കെട്ടുപിടിക്കുമോ? തന്റെ കൂട്ടുകാരന്റെ ദയനീയമായ ദാരിദ്ര്യ അവസ്ഥ കണ്ടിട്ട് ഞെട്ടിത്തെറിച്ച് കൊട്ടാരത്തിൽ താമസിക്കുന്ന ശ്രീകൃഷ്ണൻ ഓടി വന്നതും കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് അകത്തേക്ക് പോയതും സമ്പന്നനാക്കി അയാളെ തിരിച്ചയച്ചതും ഇതൊക്കെ നമ്മൾ കാണുന്നില്ലേ? എന്തിനാണ് ഈ കഥകൾ? എങ്ങനെയാണ് കൂട്ടുകാരെ സ്നേഹിക്കേണ്ടതെന്ന് നമ്മൾ പഠിപ്പിക്കാം. അപ്പോ ജീവിതത്തിനകത്ത് നിങ്ങൾ ഈശ്വരന്റെ വഴിയിൽ പോകുന്നവരാണെങ്കിൽ, ഈശ്വരനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ, ഈശ്വരനെ ബഹുമാനിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഈശ്വരൻ നിങ്ങളുടെ ഉള്ളിൽ ജ്വലിക്കണം. അഹം ബ്രഹ്മാസ്മി എന്ന് ക്രിസ്തുദേവൻ പറഞ്ഞു. ഐ ആൻഡ് മൈ ഫാദർ ആർ വൺ എന്ന്. ഞാനും എൻ്റെ പിതാവ് ഒന്നാണെന്ന് എന്ന് പറഞ്ഞാൽ ദൈവത്തിന് മോശമാക്കിയാണോ അദ്ദേഹം സംസാരിച്ചത്? എൻ്റെ ഉള്ളിലിരിക്കുന്ന ഭക്തി കൊണ്ട് ഞാനും എൻ്റെ പിതാവ് ഒന്നായി തീരുന്നു, എൻ്റെ അച്ഛനും ഞാനും ഒന്നാണെന്ന് പറഞ്ഞ് മടിയിൽ കയറി ഒരു കൊച്ചു മകൻ ഇരുന്ന് പറയുന്നത് പോലെയാണത്. ആ അറിവിലേക്കാണ് ഭാരത മഹർഷിമാർ ഇന്ന് ലോകത്തെ മുഴുവൻ വിസ്മയത്തിൽ ആഴ്ത്തിക്കൊണ്ട് കുംഭമേളയിൽ പോയിക്കൊണ്ടിരിക്കുന്നു.
അതുപോലെ മെക്കയിൽ പോയി തൊഴുന്ന മുസ്ലിങ്ങൾ എന്തൊരു ഭക്തിയോടുകൂടിയാണ് അവരത് ചെയ്യുന്നത്. അവിടെ ഒരു കല്ലല്ലേ ഇരിക്കുന്നത് എല്ലാവർക്കും പറയാം, കല്ലായിരിക്കാം, പക്ഷെ മുസ്ലിമിന്റെ ഉള്ളിൽ അത് കല്ലല്ല, അവന്റെ കൽബാണ് അവിടെ ഇരിക്കുന്നത്. അത് ചുറ്റുമ്പോൾ അവൻ അനുഭവിക്കുന്ന ആ അനുഭൂതി അത് അനൽപമാണ്, പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റില്ല. ഹൃദയമുള്ളവനെ അത് പറ്റൂ. ബുദ്ധി മാത്രം കൊണ്ടല്ല മനുഷ്യൻ ജീവിക്കുന്നത്, അവന് ഹൃദയം കൊണ്ടും ചിന്തിക്കും. അങ്ങനെയുള്ള സ്നേഹത്തിന്റെ നിറകുടങ്ങളായ അവതാരങ്ങളും അതുപോലെ തന്നെ പ്രവാചകന്മാരും ഗുരുക്കന്മാരും ഒക്കെ ഭൂമിയിലേക്ക് വന്ന് നമുക്ക് നന്മ തന്നിട്ട് പോയി, സമാധാനം തന്നിട്ട് പോയി. നമ്മളോ ആ സമാധാനത്തിന്റെയും നന്മയുടെയും ധർമ്മത്തിന്റെയും നീതിയുടെയും ന്യായത്തിന്റെയും പ്ലക്കാർഡുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വിദ്വേഷത്തിലേക്ക് നമ്മളെ തന്നെ നയിച്ചു. അതിന്റെ കാരണം ഭൗതിക ഭ്രാന്തുകളായിരുന്നു. പണമാണ് ഏറ്റവും വലുതെന്നുള്ള ചിന്തയായിരുന്നു. ജീവിതത്തിനകത്ത് ലൗകിക സുഖങ്ങൾക്ക് അപ്പുറം ഒന്നുമില്ല എന്ന ചിന്ത നമ്മളെ അങ്ങോട്ട് നയിച്ചു. അതിൽ നിന്നും മാറി നമ്മൾ ചിന്തിച്ചാൽ എല്ലാ മതങ്ങളുടെയും അടിസ്ഥാനം ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ ഹൃദയത്തിൽ പ്രവാചകൻ ഇരിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഒരിക്കലും മറ്റൊരു മതത്തെ വിദ്വേഷിക്കുകയില്ല, അത് മോശമാണെന്ന് പറയുകയില്ല, അതിനെ കളിയാക്കുകയുമില്ല, അതിനെ പിന്തുടരുന്നവരെ അന്യരാണെന്ന് പറഞ്ഞ് തള്ളിക്കളയുകയുമില്ല. ജൂതന്മാർ നബി തിരുമേനിയുടെ പള്ളിയിൽ പ്രാർത്ഥിക്കാൻ വന്നപ്പോ അദ്ദേഹം അവരെ ഇറക്കി വിട്ടോ? കൂടെ നിന്ന് പ്രാർത്ഥിപ്പിച്ചില്ലേ? കാണിച്ചു തന്നില്ലേ നമുക്ക് ഇവരെല്ലാം? എല്ലാവർക്കും ഒരുമിച്ച് ജീവിക്കാനുള്ളതാണ് ഈ ഭൂമി, സന്തോഷത്തോടെ ജീവിക്കാനുള്ളതാണ് ഭൂമി. പക്ഷേ അല്പന്മാരായ ആളുകൾ അത് മതത്തിന്റെ നേതൃത്വത്തിൽ വരുമ്പോൾ അവർ മറ്റുള്ളവരെ നശിപ്പിക്കണമെന്ന് നമ്മളെ പഠിപ്പിക്കും, മറ്റുള്ളവരെ കൊല്ലണമെന്ന് പഠിപ്പിക്കും, മറ്റുള്ളവരെ അന്യനാണെന്ന് പഠിപ്പിക്കും. ഒരിക്കലും നമ്മൾ ആ കെണിയിൽ വീണു പോകരുത്. കാരണം നമ്മുടെ ആചാര്യന്മാരൊന്നും അത് പഠിപ്പിച്ചില്ല. പരസ്പരം സ്നേഹിക്കാനേ പഠിപ്പിച്ചുള്ളൂ. അദ്ദേഹത്തിന്റെ നമ്മുടെ പാളയം ഇമാമിന്റെ പള്ളിയാണ് തിരുവനന്തപുരത്തിൽ ഏറ്റവും വലിയ പള്ളി. ഞാൻ ആ പള്ളി നടന്ന ഒരു സംഭവം ഞാൻ പറയാം. എനിക്ക് വളരെ ഹൃദയത്തെ സ്പർശിച്ചൊരു സംഭവമാണത്. അതിന് തൊട്ടാണ് ഗണപതി ക്ഷേത്രം. അന്നൊരു കൊച്ചു ക്ഷേത്രമാണ്, ഇന്നത് വലിയ ക്ഷേത്രമായി. ആ ക്ഷേത്രത്തിൽ ദീപാരാധന തുടങ്ങുന്നതിന് മുമ്പുള്ള സമയം, ഇനി ഒരു 15-20 മിനിറ്റ് കഴിയുമ്പോൾ ദീപാരാധനയ്ക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങും. അവിടെ അന്ന് വളരെ കൊച്ചു ക്ഷേത്രമാണ്. തിരുമേനിയും 1-2 പേരും അവിടെ പാത്രമൊക്കെ കഴുകിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഒരുക്കങ്ങൾ നടക്കുന്നു. ആ സമയം ഇപ്പുറത്തെ പാളയൻ പള്ളിയുടെ അരമതിന്റെ മുകളിൽ കൂടെ 10-15 ചെരുപ്പുകൾ അവിടെ വന്ന് വീണു. ഞാൻ നടന്ന സംഭവമാണ് പറയുന്നത്. അപ്പൊ ക്ഷേത്രത്തിനുള്ളിൽ സാധാരണ ചെരുപ്പ് കൊണ്ടുപോകാറില്ല. കാരണം ഒരു ക്ഷേത്രം എന്ന് പറയുന്ന മനുഷ്യ ശരീരമായിട്ടാണ് സങ്കല്പിച്ചിരിക്കുന്നത്. ഞാൻ എൻ്റെ ഉള്ളിലേക്ക് പോയി എൻ്റെ ഈശ്വരനെ കാണുന്നു. തെരാ സായി തുച്ഛമേം ജോം ഭൂപ്പൻ മേംബാസ് കസ്തൂരിക്ക മൃഗ ജോം ഫിർഫിർ ഠൂണ്ടെ ഖാസ് എന്ന കബീർദാസ് പറയും പോലെ. അതായത് കസ്തൂരി മൃഗം അതിന്റെ നാഭിയിൽ നിന്ന് വരുന്ന ഗന്ധത്തെ പിന്തുടർന്ന് നടക്കും. പക്ഷെ അത് നോക്കുന്നത് പുല്ലിലാണ് നോക്കുന്നത്. അതുപോലെ നിന്റെ ഉള്ളിലിരിക്കുന്ന ഈശ്വരനെ നീ എന്തുകൊണ്ട് കാണുന്നില്ല എന്ന് കബീർ ചോദിക്കുന്നു. അപ്പോ ഈ ഹിന്ദു ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ ചെരുപ്പ് വെളിയിൽ ഊരിയിടുന്നത് അതുകൊണ്ടാണ്, അകത്തേക്ക് പോകുന്നതാണ്. അവിടേക്കാണ് ചെരുപ്പുകൾ ഒന്ന് വീഴുന്നത്. അപ്പൊ എൻ്റെ ഒരു സുഹൃത്ത്, അന്ന് ഇമാമായിരുന്ന അബ്ദുൽ ഗഫാർ മൗലവി, അദ്ദേഹമാണ് എന്നോട് ഇത് പറഞ്ഞത്. ആരോ ചെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു, ഭയങ്കര പ്രശ്നമായി, മുസ്ലിം പള്ളിയിൽ നിന്ന് ചെരുപ്പുകളെടുത്ത് ക്ഷേത്രത്തിനുള്ളിലേക്ക് എറിഞ്ഞു. അദ്ദേഹം ഓടി വന്ന് നോക്കിയപ്പോൾ കാണുന്നത് മാനസികമായി സുഖമില്ലാത്ത ഒരു മകനെയും കൊണ്ട് പള്ളിയിൽ വന്ന അച്ഛൻ നിൽക്കുന്നു. ഈ പുത്രൻ, ഇവന് മാനസികമായിട്ട് സ്വല്പം പ്രശ്നമാണ്. അവൻ നോക്കിയപ്പോൾ നിരത്തി വെച്ചിരിക്കുകയാണ് കുറെ ചെരുപ്പുകൾ. അവൻ അതെടുത്ത് ഒറ്റ എറി. അവനറിയില്ല, അവന് രസം തോന്നി. കുറെ ചെരുപ്പ് കൊണ്ടുപോടുത്ത് 4 വയസ്സ് എറിഞ്ഞു. അവനറിയാമോ മതിലിനപ്പുറം സനാതന ധർമ്മമാണ്? അറിയില്ലല്ലോ. ആ ചെരുപ്പാണ് ചെന്ന് വീണത്. ഇതൊരു ഹിന്ദു മുസ്ലിം കലാപമാവൂ എന്ന് അദ്ദേഹം പേടിച്ചു പോയി. അദ്ദേഹം ആ അരമതിലിന്റെ അവിടെ ചെന്നിട്ട് നോക്കുമ്പോൾ ആ അമ്പലത്തില് തിരുമേനി മുകളിലോട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, തിരുമേനി ഇങ്ങനെ മാനസികമായിട്ട് ഒരു പ്രശ്നം വെല്ലുവിളിയുള്ള ഒരു കുട്ടി ചെയ്തതാണ്, ഇവിടെ ആരും ചെയ്തതല്ല. അപ്പൊ ആ തിരുമേനി പറഞ്ഞു, എനിക്ക് മനസ്സിലായി, അങ്ങനെ എന്തോ സംഭവിച്ചാണ്, അല്ലെങ്കിൽ ഒരിക്കലും ഇത് സംഭവിക്കില്ല. എന്തായാലും ആരും അറിയാതെ ഞാൻ ആ ചെരുപ്പുകളെല്ലാം ചെടികൾക്കിടയിൽ ഇട്ടേക്കാണ്.
നിങ്ങളൊരു ബിഗ് ഷോപ്പർ ആരുടെയും കയ്യിൽ ഇങ്ങോട്ട് കൊടുത്തയക്കൂ, ഞാൻ അതൊക്കെ ഇട്ട് ആരും അറിയാതെ തിരിച്ചു കൊടുത്തയക്കാമോ? നോക്കൂ, ആ തിരുമേനിയും ആ ഇമാമുമാണ് യഥാർത്ഥ ഈശ്വര വിശ്വാസികൾ. അവർ രണ്ട് മതത്തിൽ ജനിച്ചവരാണ്, വളർന്നവരാണ്, അതിന്റെ ആചാര്യന്മാരാണ്, ഒരു രീതിയില്ലെങ്കിൽ മറ്റൊരു രീതിയിൽ. പക്ഷെ അവർ തമ്മിൽ അത്ര കണ്ട് വിശ്വസിക്കുന്നു. ഇല്ല, ഒരു ഹിന്ദുവും ഒരു ക്ഷേത്രത്തിനകത്ത് അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല. ആ ഉറച്ച വിശ്വാസം അദ്ദേഹത്തിനുണ്ട്. നമുക്കുണ്ടോ ഇന്ന് ആ വിശ്വാസം? ഉണ്ടെങ്കിൽ നമ്മൾ യഥാർത്ഥ ഈശ്വര വിശ്വാസികളാണ്. ഒരു വിപ്ലവകാരികളുടെ, സിറിയയിലെ തീവ്രവാദികളുടെ പിടിച്ചെടുത്ത സ്ഥലങ്ങളുണ്ട്. അതിലൂടെ യാത്ര ചെയ്യേണ്ടി വരുമ്പോൾ എല്ലാവർക്കും ഭയങ്കര പേടിയാണ്. കാരണം തീവ്രവാദികളാണ്, തോക്കുകൊണ്ട് നടക്കുകയാണ് അവർ. അതുവഴി ഒരു ബസ് ഇങ്ങനെ കടന്നു പോകുന്നു. ആ ബസ്സിൽ ഒരു ബിഷപ്പ് ഇരിപ്പുണ്ട്, ക്രിസ്തുമത വിശ്വാസിയായ ഒരു ബിഷപ്പുണ്ട്. അപ്പൊ അവിടെ ഇരിക്കുന്ന ആളുകൾ ഇങ്ങനെ പേടിച്ചിരിക്കുകയാണ്. കാരണം തീവ്രവാദികൾ കടന്നു വന്ന് ബിഷപ്പിനെ ഉപദ്രവിക്കുമോ. ആ ബസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തീവ്രവാദികളുടെ ജീപ്പ് വന്നിട്ട് തടഞ്ഞു നിർത്തി. എന്നിട്ട് അവരുടെ കയ്യിൽ AK-47 അസാൾട്ട് റൈഫിളുമായിട്ട് അവർ ഈ ബസ്സിലേക്ക് കയറി. എന്നിട്ട് മുസ്ലിമാണോ ഓരോരുത്തരോട് ചോദിക്കുകയാണ്. അപ്പോൾ ഓരോരുത്തർ പറഞ്ഞു അതെ മുസ്ലിമാണ്. എങ്കിൽ വിശുദ്ധ ഖുർആനിൽ നിന്ന് 2-3 കാര്യങ്ങൾ പറയണം, 2-3 വചനങ്ങൾ, ഹദീസുകളോ എന്തെങ്കിലും പറയൂ. ഓരോരുത്തർ അവരെ അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു. എല്ലാവരും മദ്രസയിൽ അന്ന് പഠിച്ച കാര്യമൊക്കെ ഓർമ്മിക്കുമല്ലോ. അങ്ങനെ പറഞ്ഞു വന്ന് ഈ ബിഷപ്പിന്റെ അടുത്തെത്തി. എന്നിട്ട് പറഞ്ഞു എണീക്കണം, ഖുർആൻ ഓതണം എന്ന് പറഞ്ഞു. അതേക്കുറിച്ച് പ്രായമുള്ള ആളാണല്ലോ. അപ്പോൾ അദ്ദേഹം വളരെ സുന്ദരമായിട്ട് ഖുർആൻ ഓതി. അപ്പോൾ അവര് അദ്ദേഹത്തോട് പറഞ്ഞു ഉസ്താദ് ക്ഷമിക്കണം, അങ്ങാരാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞ് അവസാനം ഇവരെല്ലാം ഇറങ്ങിപ്പോയി. ബസ്സിൽ എല്ലാവരും കയ്യിൽ ഹൃദയം ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്. കാരണം ഇദ്ദേഹം ഒരു ക്രിസ്ത്യാനിയാണെന്ന് അറിയാണെങ്കിൽ അവര് അദ്ദേഹത്തെ പിടിച്ചോണ്ട് പോകും. പക്ഷെ അത് സംഭവിച്ചില്ല. ബസ് അപ്പുറത്ത് അതിർത്തി കടന്നുപോയി. അപ്പോൾ അവരെല്ലാം ഇദ്ദേഹത്തോട് ചോദിച്ചു, അങ്ങൊരു ബിഷപ്പല്ലേ, ഒരു ക്രിസ്ത്യൻ ബിഷപ്പല്ലേ? അദ്ദേഹം പറഞ്ഞു അതെ. അങ്ങ് എങ്ങനെയാണ് ഇത്ര നന്നായിട്ട് ഖുർആൻ ഓതിയത്? അപ്പൊ അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സുഹൃത്തുക്കളെ, ഞാൻ ഖുർആൻ അല്ല ഓതിയത്, ഞാൻ ബൈബിളാണ് ഓതിയത്. ഞാൻ പറഞ്ഞത് ബൈബിളിലെ വരികളാണ്. അവര് പിന്നെന്താണ്, ഈ വന്ന തീവ്രവാദികൾ ഖുർആൻ പഠിച്ചിട്ടേ ഇല്ല. അവർ നേരെ അത് പഠിച്ചിരുന്നുവെങ്കിൽ ഞാൻ പറയുന്നത് ഖുർആൻ അല്ല എന്ന് അവർ മനസ്സിലാക്കുമായിരുന്നു. എന്നാലും അങ്ങേക്ക് ഭയങ്കര ധൈര്യം തന്നെ എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു ഒരു ധൈര്യമില്ല. ഖുർആൻ നേരെ ചൊവ്വേ സ്നേഹത്തോടുകൂടി പഠിച്ചവർ ഒരിക്കലും ഒരു തീവ്രവാദിയാകുകയില്ല. മനസ്സിലാക്കണം നമ്മൾ ഈ കഥകൾ. തീവ്രവാദത്തിന്റെ പിന്നിലെ പോകുന്നവർ ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവരല്ല എന്ന് മുഹമ്മദ് നബി തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു. അപ്പോഴോ എന്താണ് തീവ്രവാദം? നിങ്ങളുടെ മതത്തിന് സ്നേഹിക്കുന്നതാണോ തീവ്രവാദം? അല്ല. മറ്റു മതങ്ങളെ നിഷേധിക്കുന്നതാണ് തീവ്രവാദം. എന്റെ ടെറസിൽ നിന്ന് കാണുന്ന ചന്ദ്രൻ മാത്രമേ ഉള്ളൂ സത്യം, അയലോക്കക്കാരന്റെ ടെറസിൽ നിന്ന് കാണുന്ന ചന്ദ്രനല്ല എന്ന് പറയുന്ന വിഡ്ഢിത്തം. ലോകത്ത് ഒരു ഈശ്വരനെ ഉണ്ടുവെങ്കിൽ ആ ഈശ്വരൻ തന്നെയാണ് സർവ്വ മതങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്. എല്ലാ മതഗ്രന്ഥങ്ങളും ഒരു സത്യം നിങ്ങളോട് പറയുന്നുണ്ട്, ഞാൻ തന്നെയാണ് ഈ പ്രപഞ്ചത്തിൽ എല്ലാം സൃഷ്ടിച്ചതെന്ന്. അള്ളാഹു പറയുന്നു, ശ്രീകൃഷ്ണൻ പറയുന്നു, യഹോവ പറയുന്നു. ബൈബിളിൽ പറയുന്നു, ഞാൻ അറിയാതെ ഒരു കുരുവിയുടെ ചിറകടി ശബ്ദം പോലും ഈ പ്രപഞ്ചത്തിൽ സംഭവിക്കില്ല എന്ന്. ഞാൻ അറിയാതെ ഒരു കുരുവിയുടെ ചിറകടി പോലും ഈ ലോകത്തുണ്ടാവില്ല. അതുപോലെ വിശുദ്ധ ഖുർആനിൽ പറയുന്നു, ഈശ്വരന്റെ ആഗ്രഹം മാത്രമാണ് ഈ ഭൂമിയിൽ നടക്കുന്നത്. ഒരാൾ മരിക്കുന്നതും ഈശ്വരന്റെ തീരുമാനമാണ്, ഒരാൾ ജനിക്കുന്നതും ഈശ്വരന്റെ തീരുമാനമാണ്, ഒരാൾക്ക് രോഗം വരുന്നതും ഈശ്വരന്റെ തീരുമാനമാണ്, രോഗത്തിൽ നിന്ന് പുറത്തു വരുന്നതും ഈശ്വരന്റെ തീരുമാനമാണ്, ഒരാൾ ദരിദ്രനാകുന്നതും ഒരാൾ സമ്പന്നനാകുന്നതും, ഒരാൾക്ക് സ്നേഹം കിട്ടുന്നതും ഒരാൾക്ക് സ്നേഹം കിട്ടാതിരിക്കുന്നതും ഇതൊക്കെ ഈശ്വരന്റെ തീരുമാനങ്ങളാണ്. ഭഗവത്ഗീതയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനോട് പറയുന്നു, ഈ 14 ലോകങ്ങളിലും എന്ത് സംഭവിക്കുമെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്. അപ്പൊ ഇവരെല്ലാം പറയുന്ന ഒരു കാര്യം, ഈശ്വരൻ തന്നെയാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നതും പ്രവർത്തിക്കുന്നതും മുന്നോട്ട് കൊണ്ടുപോകുന്നതും ഒക്കെ. അങ്ങനെയാണെങ്കിൽ ഇസ്ലാം മതം ഉണ്ടാകണമെന്ന് തീരുമാനിച്ച ആരാണ്? ഈശ്വരനല്ലേ.
അല്ല, ഹിന്ദുമതം ഉണ്ടാക്കണം തീരുമാനിച്ചത് ആരാണ്? ഈശ്വരനല്ലേ. ക്രിസ്തുമതം ഉണ്ടാക്കണമെന്ന് തീരുമാനിച്ചവരാണ്? ഈശ്വരനല്ലേ. ഒരേ ഈശ്വരൻ തന്നെയാണ് വിവിധ മതങ്ങളും വിവിധ ജാതികളും വിവിധ രൂപങ്ങളും ഒക്കെ ഉണ്ടായത് ലോകത്ത്, വിവിധ ഗ്രന്ഥങ്ങൾ ഉണ്ടായത്. അതിലൊന്നിലും നിങ്ങൾ മറ്റുള്ളതിനെ കൊല്ലാനല്ല പഠിപ്പിക്കുന്നത്. ഒരാളെയും പഠിപ്പിച്ചിട്ടില്ല ദരിദ്രനെ ചൂഷണം ചെയ്യണമെന്ന്. ഒരാളെയും പഠിപ്പിച്ചിട്ടില്ല രോഗികളെ തള്ളിക്കളയണമെന്ന്. രോഗികളെ ശുശ്രൂഷിക്കാനും അച്ഛനെയും അമ്മയും ബഹുമാനിക്കാനും ധർമ്മത്തിന്റെ മുന്നിൽ ധൈര്യമായിട്ട് നിൽക്കുവാനും അധർമ്മത്തെ തോൽപ്പിക്കാനും തന്നെയാണ് ഈ ഗുരുക്കന്മാരെല്ലാം പഠിപ്പിച്ചത്. പക്ഷേ മതഭ്രാന്ത് കലർന്ന ആളുകൾ വളച്ചൊടിക്കും. ഒരിക്കലും ഒരു ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും ഒരമ്മയുടെ മക്കളല്ലാതെ ആയിട്ടില്ല. എവിടെ ആയാലും ശരി, അത് അറബിയിലായാലും ശരി, ഇനി പേർഷ്യയിലായാലും ശരി, ഇന്ത്യയിലായാലും ശരി, ജപ്പാനിലായാലും ശരി, എവിടെയായാലും നമ്മൾ ഒരു അച്ഛൻ്റെ അമ്മയുടെ മക്കൾ തന്നെയാണ്. നമ്മൾ സ്നേഹത്തോടുകൂടി ജീവിക്കുന്നവരാണ്, അങ്ങനെ ജീവിച്ചവരാണ്. ആദ്യമായിട്ട് മുസ്ലിങ്ങൾ കേരളത്തിൽ വന്നപ്പോ അവരെ സ്വീകരിച്ചവരാണ് ഹിന്ദുക്കൾ. അവർക്ക് കച്ചവടം തുടങ്ങാനുള്ള സകല സൗകര്യങ്ങളും ചെയ്തു കൊടുത്തവരാണ് ഹിന്ദുക്കൾ. സാമൂതിരി രാജാവ് അവർക്ക് വേണ്ടി എല്ലാ തരത്തിലുള്ള സഹകരണങ്ങളും കൊടുക്കണമെന്ന് തിട്ടൂരമിറക്കി. അവർക്ക് വിവാഹം കഴിക്കാൻ ഓരോ ഹിന്ദു കുടുംബങ്ങളിൽ നിന്ന് പെൺകുട്ടികളെ അയക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. കൊടുങ്ങല്ലൂർ പള്ളിയാണ് ആദ്യത്തെ പള്ളി. ആ പള്ളി ഉണ്ടാക്കാൻ വേണ്ടി അന്നത്തെ കൊടുങ്ങല്ലൂർ ക്ഷേത്രം പുനരുദ്ധരിക്കുന്നതിന് വേണ്ടി എല്ലാവരും കൂടെ ഉണ്ടാക്കി വെച്ചിരുന്ന സകല തടിയും സകല കല്ലും കൊടുത്തു. നിങ്ങൾ ഇനി കൊടുങ്ങല്ലൂർ പള്ളിയിൽ പോകണമെങ്കിൽ ആലോചിച്ചിരിക്കണം, ആ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ എന്തോ ഒരു വിശ്വാസവും സ്നേഹവുമായിരുന്നു എന്ന്. അവർ കച്ചവടത്തിന് ആരംഭിച്ചതോടുകൂടി ഹിന്ദുക്കളുടെ കച്ചവടം കുറഞ്ഞു. അപ്പോൾ മുസ്ലിങ്ങൾ തീരുമാനിച്ചു അതുപോരാ, അതുകൊണ്ട് ഉച്ചയ്ക്ക് മേൽ ഞങ്ങൾ ഇനി കച്ചവടം ചെയ്യില്ല എന്ന് മുസ്ലിങ്ങൾ തീരുമാനിച്ചു. ആ കച്ചവടത്തിന്റെ പൈസ ഹിന്ദുക്കൾക്ക് കിട്ടിപ്പോട്ടെ. ഈ സ്നേഹം നമ്മൾ കളഞ്ഞു കുടിക്കാമോ? ഒരിക്കലും നമ്മൾ കളഞ്ഞു കുടിക്കാൻ പാടില്ല. എൻ്റെ ഒരു സുഹൃത്ത്, ഒരു മധു, അദ്ദേഹം പത്രപ്രവർത്തകനാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കഥയും കൂടെ ഞാൻ നിങ്ങളോട് പറയാം. ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ അമ്മ മരിച്ചുപോയി. കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ അച്ഛൻ കൂപ്പിൽ തടി വെട്ടാൻ പോകുന്ന ആളാണ്. അപ്പൊ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ 2 മാസമോ കഴിഞ്ഞേ വരുള്ളൂ. ഈ കൊച്ചു കുഞ്ഞ് അന്ന് വളർന്നത് തൊട്ടപ്പുറത്ത് താമസിച്ച ഒരു മുസ്ലിം കുടുംബത്തിലെ ഒരു ഉമ്മയുടെ മകനെ പോലെയാണ്. അച്ഛൻ വരുമ്പോൾ മാത്രമാണ് അച്ഛനോട് ഒന്ന് താമസിക്കുന്നത്, അല്ലെങ്കിൽ ആ ഉമ്മയുടെ കൂടെ ഉമ്മയുടെ മക്കളുണ്ട്, അവരോട് കൂടെ നടക്കും. കുറച്ച് പ്രായമായപ്പോ ആ ഉമ്മ മക്കളെ ഖുറാൻ ഓതാൻ പഠിപ്പിക്കാൻ തുടങ്ങി. അമ്മക്ക് നന്നായിട്ട് ആ ഉമ്മയ്ക്ക് അറിയാം. അപ്പൊ മക്കളെയൊക്കെ എടുത്ത് പഠിപ്പിക്കുമ്പോൾ ഇവനും കൂടെ വന്നിട്ട് പറഞ്ഞു എനിക്കും പഠിക്കണം. പക്ഷേ ആ ഉമ്മയ്ക്കൊരു സംശയം, അവനൊരു ഹിന്ദു അല്ലേ, അവൻ അങ്ങനെ ഖുറാൻ പഠിപ്പിക്കാമോ? പക്ഷെ അവൻ പറഞ്ഞു ഇല്ല, എനിക്ക് പഠിച്ചേ പറ്റൂ. ആ ഉമ്മ അവിടത്തുള്ള അമ്പലത്തിലെ ഒരു തിരുവേനിയുടെ ചെന്ന് ചോദിച്ചു എന്ത് ചെയ്യണം ഞാൻ? അപ്പൊ തിരുവേനി പറഞ്ഞു നല്ല കാര്യങ്ങളല്ലേ, നിങ്ങൾ പഠിപ്പിക്കും, എന്താ കുഴപ്പം? പക്ഷെ ഉമ്മ പറഞ്ഞു അത് പറ്റില്ല, അവന് ഹിന്ദു മതത്തെക്കുറിച്ച് എന്തെങ്കിലും അറിയണം, സ്വന്തം മതത്തെക്കുറിച്ച് ആദ്യം മനസ്സിലാക്കണം, എന്നിട്ട് വേണം മറ്റൊരു മതത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ. അതുകൊണ്ട് തിരുവേനി ഹിന്ദു മതത്തെക്കുറിച്ചൊന്ന് പഠിപ്പിച്ചു കൊടുക്കണം. അപ്പൊ അദ്ദേഹം പറഞ്ഞു ശരി, അവൻ വരട്ടെ, ഞാൻ സഹസ്രനാമം 1000 നാമങ്ങളാണ് ഈശ്വരന്റെ, ആ ഈശ്വരന്റെ 1000 നാമങ്ങൾ ഞാൻ പഠിപ്പിച്ചു കൊടുക്കാം. അത് അവൻ കാണാതെ പഠിക്കും, കാണാതെ പറയുകയാണെങ്കിൽ ഉമ്മ പഠിപ്പിച്ചാൽ മതി. അങ്ങനെ ഇവൻ ഇരുന്ന് പഠിച്ച് സഹസ്രനാമം കാണാൻ പഠിച്ചു. എന്നിട്ട് ഉമ്മയുടെ അടുത്ത പുസ്തകം കൊണ്ട് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു ഞാൻ ഈ സഹസ്രനാമം കാണാൻ പറയാം, ഉമ്മ നോക്കിക്കോളൂ. ആ 1000 നാമങ്ങളും പറഞ്ഞു കഴിഞ്ഞ ശേഷം ആ ഉമ്മ അവനെ ഖുറാൻ പഠിപ്പിച്ചു. നോക്കൂ പരസ്പരം എന്തു ബഹുമാനമുണ്ടെന്ന്. അവൻ പിന്നെ വളർന്നു, അവരുടെ മക്കളൊക്കെ ദുബായിലൊക്കെ പോയി. ഇവനൊരു തടിക്കടയിലെ മാനേജറായിട്ടിരിക്കുന്നു. ഒരു ദിവസം കിണറ്റിൽ നിന്ന് വെള്ളം എടുക്കുന്നിടയിൽ ഈ ഉമ്മ കുഴഞ്ഞു വീണു തറയില്. BP എന്തോ കൂടിയിട്ടാണ്. ആളുകളൊക്കെ ഓടിക്കൂടി. അവരെല്ലാം കൂടെ ഈ ഉമ്മയെ എടുത്ത് വണ്ടിയിൽ കയറാനുള്ള ശ്രമം നടത്തി. അപ്പൊ ഉമ്മ പറഞ്ഞു എന്നെ ഒറ്റൊരുത്തും തൊട്ടുപോരുന്നു. നിങ്ങൾക്കറിയാലോ ഒരു മുസ്ലിം സ്ത്രീകളുടെ ഒരു യാഥാസ്ഥിക മനോഭാവം. പണ്ട് എല്ലാ സ്ത്രീകളും അങ്ങനെയായിരുന്നു, വേറെ ആൾ തൊടാൻ ഇഷ്ടപ്പെടില്ല. അപ്പൊ മക്കളാരും അവിടെ ഇല്ല, ബാക്കിയെല്ലാം അയൽവക്കക്കാർ അന്യപുരുഷന്മാരുമാണ്. എന്ത് ചെയ്യും? ഒരു സ്ത്രീകൾക്ക് മാത്രമായിട്ട് ഈ സ്ത്രീ എടുക്കാൻ പറ്റില്ല, കുറച്ച് വണ്ണമുള്ള സ്ത്രീയാണ്. അപ്പൊ അവര് പറഞ്ഞു
എന്റെ മോൻ മധു ആ തടിക്കടയിൽ ഇരിപ്പുണ്ട്, അവരെ ഇങ്ങ് വിളിച്ചുകൊണ്ടോ. മധു ഓടിക്കൊണ്ട് വന്നു. ഇതാണ് കാര്യമൊന്ന് മനസ്സിലാക്കി. അവനും കൂടെ എടുത്താണ് അവരെ എടുത്ത് ആശുപത്രി കൊണ്ടുപോയത്. നോക്കൂ, ഈ സ്നേഹം ഇന്ന് നമുക്കുണ്ടോ? ഒരു ഉമ്മ തറയിൽ വീഴുകയാണെങ്കിൽ അയൽവക്കത്തെ ഒരു ഹിന്ദു ഓടി വന്നാൽ നീ മാറി നിൽക്ക്, നീ ഞങ്ങളുടെ മതത്തിൽപ്പെട്ടവരല്ല എന്ന് പറയുന്ന ആളുകളില്ലേ ഇപ്പോ? എവിടെ നിന്ന് കിട്ടി നമുക്ക് ഈ വൃത്തികേട്? എങ്ങനെ വന്നു നമ്മുടെ സമൂഹത്തിലേക്ക് ഈ വേർതിരിവ്? എന്നോട് വെട്ടുകാട് പള്ളിയിലെ അച്ഛൻ, എൻ്റെ അടുത്ത സുഹൃത്താണ്, അദ്ദേഹം എന്നോട് പറഞ്ഞു, അദ്ദേഹം ജനിച്ചു വളർന്ന അവിടെയാണ്. ഇപ്പൊ ചെറുപ്പകാലത്ത് സ്കൂളിൽ പഠിക്കുമ്പോൾ കോളേജ് പഠിക്കുമ്പോഴോ ഞങ്ങളെല്ലാം കൂടെ ഇവിടെ ഫുട്ബോൾ കളിക്കും ഈ മൈതാനത്ത്. അപ്പോൾ ടീം എടുക്കുമ്പോൾ ഹിന്ദുക്കളാണോ ക്രിസ്ത്യാനികളാണോ മുസ്ലിങ്ങളാണോ എന്ന് ഞങ്ങൾ ചോദിക്കാറില്ല. അവിടെ കൂടുതൽ ഹിന്ദുക്കളും അല്ല ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളുമാണ്. അപ്പൊ കിട്ടുന്ന ആളെ അനുസരിച്ച് ടീം എടുത്ത് കളിക്കും. പക്ഷേ സ്വാമി ഇപ്പോൾ അങ്ങനെയല്ല. ഈ സ്റ്റേഡിയത്തിന്റെ ഒരു സൈഡിൽ മുസ്ലിങ്ങൾ കളിക്കും, ഇപ്പുറത്ത് ക്രിസ്ത്യാനികൾ കളിക്കുന്നു. അധപ്പതിച്ചില്ലേ നമ്മള്? നമ്മുടെ ഭാരതം അതിനുവേണ്ടി ഉണ്ടാക്കിയതാണോ? നമ്മുടെ ഭാരതം ഈശ്വരൻ സൃഷ്ടിച്ചപ്പോ ഒരു മഴവില്ലാണ് സൃഷ്ടിച്ചത്. എല്ലാ മതവിഭാഗങ്ങളിലും പെട്ട ആളുകൾ സന്തോഷത്തോടെ സമാധാനത്തോടെ അങ്ങേറ്റം സൗഹൃദത്തോടെ ജീവിക്കേണ്ട രാജ്യമാണ് ഇവിടെ ഉണ്ടാക്കി തന്നിരിക്കുന്നത്. ഇസ്രയേലി രാജ്യം ഉണ്ടായതിന്റെ ഒരു സ്മരണികയില് ആ ബുക്കിൽ ആദ്യത്തെ പേജില് ഇന്ത്യക്കാണ് അവർ നന്ദി പറഞ്ഞിരിക്കുന്നത്. കാര്യം യഹൂദന്മാർ എവിടെ പോയിട്ടുണ്ടോ അവിടെയൊക്കെ ക്രൂരമായ ആക്രമണത്തിന് അവർ വിധേയരായിട്ടുണ്ട്. അവരും അതുപോലെ ക്രൂരത കാണിച്ചിട്ടുണ്ട്. പക്ഷേ യഹൂദന്മാരുടെ ദേഹത്തൊരു പിടി മണ്ണ് വാരിയിടാൻ ഇവിടുത്തെ ഭാരതീയർ സമ്മതിച്ചിട്ടില്ല. കേരളത്തിലുണ്ടായിരുന്നു യഹൂദന്മാർ കുറെ പേര്, അവരെ ഒരുപാട് പേര് വേട്ടയാടിയിട്ടുണ്ട്. 10 ലക്ഷം യഹൂദന്മാരെയാണ് ഹിറ്റ്ലർ കൊന്നത്. അവർ സഞ്ചരിക്കുന്ന തീവണ്ടികളില് വിഷം കയറ്റി കൊന്നു. എത്രയോ കുട്ടികളെ കൊന്നു. എന്തുകൊണ്ടാണ്? യഹൂദന്മാരാണെന്ന് പറഞ്ഞു. ഭാരതമോ അവരെ സ്വീകരിച്ചു, അവർക്ക് പള്ളിയിലുണ്ടാക്കാൻ സ്ഥലം കൊടുത്തു, സ്വന്തം കുടുംബത്തിലെ ആളുകളെ പോലെ അവരെ നോക്കി. ഹിന്ദുക്കൾ മാത്രമല്ല, ഇവിടുത്തെ ക്രിസ്ത്യാനികളും ഇവിടുത്തെ മുസ്ലിങ്ങളും അവരെ സ്നേഹിച്ചു. ഇത് നമ്മുടെ പാരമ്പര്യമാണ്. നമ്മുടെ ഭാരതം ഒരു സർപ്പമാണെങ്കിൽ അതിന്റെ തലയിലെ മാണിക്കക്കല്ലാണ് മതസൗഹാർദ്ദം എന്ന് പറയുന്നത്. നിങ്ങൾക്കിപ്പോൾ അറിയാമല്ലോ, ഭാരതം വളരെ ഉന്നത ഒരു സ്ഥാനത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പല രാജ്യങ്ങളും താഴോട്ട് വീഴുകയാണ്. GDP-യുടെ ഗ്രോത്തിന്റെ ഏതിന്റെ കാര്യത്തിൽ എടുത്തു നോക്കിയാൽ, ഏത് സൂചി എടുത്തു കൊടുത്താൽ താഴോട്ട് പോകുന്നു. പാകിസ്ഥാൻ തകർന്ന് തരിപ്പണമായി, ബംഗ്ലാദേശ് തകർന്ന് തരിപ്പണമായി, ശ്രീലങ്ക തകർന്ന് തരിപ്പണമായി, അപ്പുറത്തുള്ള മ്യാൻമാർ, നമ്മുടെ ബർമ്മ തകർന്ന് തരിപ്പണമായി. എന്താ ഇന്ത്യ മാത്രം പിടിച്ചു നിൽക്കുന്നത്? അത് രാഷ്ട്രീയക്കാരുടെ കഴിവ് ആണെന്ന് ഞാൻ പറയുന്നില്ല, എല്ലാവരുടെയും കൂടെ കഴിവാണ്. ഇവിടുത്തെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും തമ്മിൽ തല്ലുകയാണെങ്കിൽ ആർക്കെങ്കിലും തടഞ്ഞു നിർത്താൻ പറ്റുമോ? ആർക്കെങ്കിലും ഭാരതത്തിന്റെ പുരോഗതിക്ക് പിന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? പറ്റില്ല. നമ്മുടെ ഭാരതത്തെ തോൽപ്പിക്കാൻ ഒറ്റ ആയുധമേ ഉള്ളൂ. ഒരു ആറ്റം ബോംബിനും ഭാരതത്തെ തകർക്കാൻ പറ്റില്ല. ആറ്റം ബോംബ് വേണ്ടി ഇന്റർ കോണ്ടിനെന്റൽ മിസൈൽ ഏതെങ്കിലും രാജ്യത്ത് നിന്ന് ഇങ്ങോട്ട് വന്നാൽ അതിനെ തടയാനുള്ള സംവിധാനം നമുക്കുണ്ട്. നമ്മുടെ ഒരതിർത്തിയും കടന്നു വരില്ല ഒരു ബോംബും. അതിനുള്ള ശക്തി നമുക്കുണ്ട്. ഏറ്റവും വലിയ ശക്തമായ ആയുധങ്ങൾ നമുക്കുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ മിലിറ്ററി സ്ട്രെങ്ത് ആണ് നമുക്കുള്ളത്. ഏറ്റവും നല്ല ഉദ്യോഗസ്ഥന്മാരാണ് നമുക്കുള്ളത്. ഏറ്റവും വലിയ പട്ടാളക്കാരാണ് നമുക്കുള്ളത്. നമ്മുടെ അതിർത്തിയിലെ സ്ത്രീകളാണ് തോക്കും കൊണ്ട് നിൽക്കുന്നത്, പുരുഷന്മാരല്ല. പല സ്ഥലങ്ങളിലും സ്ത്രീകളാണ് രാപ്പകൽ ഇങ്ങനെ തോക്കും കൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സ്ത്രീകൾ അത്ര മെച്ചമായ ഒരു അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞു. 100 പുരുഷന്മാർ വിചാരിച്ചാലും അവരെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അത്ര സുന്ദരമായ കമാൻഡോസ് നമുക്കുണ്ട്. പക്ഷേ എല്ലാ തരത്തിലും നമുക്ക് പുരോഗതിയുണ്ട്. നിങ്ങൾക്കറിയാലോ, ISRO എന്തൊരു അഭിമാനമാണ് നമുക്ക് തന്നിരിക്കുന്നത്. മറ്റേത് രാജ്യത്തെ പറയാൻ പറ്റും ഇത്രയും അഭിമാനമെന്ന്? ഒരിക്കലും ഒരുപക്ഷെ അമേരിക്കയ്ക്ക് പറയാൻ പറ്റും, ചൈനയ്ക്ക് പറയാൻ പറ്റും, റഷ്യയ്ക്കും പറയാൻ പറ്റും. പക്ഷേ ഭാരതത്തെ പോലെ ഇത്ര വൈവിധ്യമാർന്ന കാര്യങ്ങളുള്ള ഒരു രാജ്യത്തിനും, ഇത്ര കോടി ജനങ്ങളുള്ള ഒരു രാജ്യത്തിനും പറയാൻ കഴിയില്ല. നമുക്ക് പറയാൻ പറ്റും. എന്തുകൊണ്ടാണെന്നറിയാമോ? നമ്മുടെ ഭാരതത്തിൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒറ്റ സഹോദരന്മാരെ പോലെ ജീവിച്ച് കാണിക്കുന്നത് കൊണ്ടാണ്. ഈ അടുത്ത കാലത്ത് അമേരിക്കയിലെ അംബാസഡർ, അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഒക്കെ ഇവിടെ തിരുവനന്തപുരത്ത് വെച്ച് മത നേതാക്കന്മാരുടെ രഹസ്യ യോഗം വിളിച്ചിരുന്നു. ഞാനും ബഹുമാനപ്പെട്ട ഇമാമും അതിൽ പങ്കെടുത്തു.
എന്തുകൊണ്ടാണ് ഇങ്ങനെ മതനേതാക്കന്മാരെ കേരളത്തിൽ വന്ന് കാണുന്നത് എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മീറ്റിംഗ് വെച്ചത്? അതിൽ ഞങ്ങളെല്ലാം പങ്കെടുത്ത് പ്രസംഗിച്ചു. ബിഷപ്പന്മാരുണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് പ്രൈവറ്റായിട്ട് ചോദിച്ചു, എന്തുകൊണ്ടാണ് അമേരിക്കൻ അംബാസിഡർ പോലത്തെ ഒരാൾക്ക് തിരുവനന്തപുരത്ത് വന്നിട്ട് ഇങ്ങനെ ഒരു 10-15 പേര് മാത്രമുള്ള ഒരു പബ്ലിക് മീറ്റിംഗ് അല്ല അത്, അതിൽ ഇങ്ങനൊരു ചർച്ച ചെയ്ത് എന്തിനാണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സ്വാമി, ഞങ്ങളെ വിഷമിപ്പിക്കുന്ന ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് അറിയാമോ? ഞാൻ ചോദിച്ചു, എന്താണ്? ഇപ്പോഴത്തെ യുദ്ധമാണോ? യുദ്ധമൊന്നുമല്ല. അമേരിക്കയില് ക്രിസ്ത്യാനികളും യഹൂദന്മാരും ഇസ്ലാം മതവിശ്വാസികളും ദൂരെ ദൂരെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്ക 3ആയിട്ട് മാറുകയാണ്. മുസ്ലിങ്ങളുടെ അമേരിക്ക, യഹൂദന്മാരുടെ അമേരിക്ക, ക്രിസ്ത്യാനികളുടെ അമേരിക്ക. ഇതിനെ എങ്ങനെ തടയിടുമെന്നാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. അങ്ങനെ ഞങ്ങൾ അന്വേഷിച്ചു വന്നപ്പോഴാണ് ഇന്ത്യയിലാണ് ഏറ്റവും വലിയ സൗഹൃദമായിട്ട് ഇവർ ജീവിക്കുന്നത്, പ്രത്യേകിച്ച് കേരളത്തിൽ. അതാണ് ഞങ്ങൾക്ക് നിങ്ങൾ ഇന്ന് അറിയേണ്ടിയിരുന്നത്. എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? അമേരിക്ക പോലും പേടിക്കുന്നു, അവർ തകർന്നു പോകുന്നു. അപ്പൊ ഭാരതത്തെ പോലൊരു രാജ്യം ഇത്രയധികം മുസ്ലിങ്ങളും ക്രിസ്ത്യൻ, ലോകത്തിന്റെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ഇപ്പോൾ ഇന്ത്യയിലാണുള്ളത്, ക്രിസ്ത്യാനികളും ഒക്കെ ഉള്ള രാജ്യം. നമ്മൾ തളരില്ല. കാരണം നമ്മുടെ ഹൃദയത്തിൽ ആ സ്നേഹമുണ്ട്. നമുക്കറിയാം, നമ്മുടെ ടെറസിൽ നോക്കുന്ന ചന്ദ്രൻ മാത്രമല്ല ചന്ദ്രൻ, അയൽവക്കക്കാരന്റെ ചന്ദ്രൻ ചന്ദ്രനാണ്. എനിക്ക് ഖുറാൻ വായിക്കുമ്പോഴുണ്ടാകുന്ന അനുഭൂതി തന്നെയാണ് ഭഗവത്ഗീത വായിക്കുമ്പോഴുണ്ടാകുന്നത്. എനിക്ക് പ്രവാചകനെ കുറിച്ച് 2 മണിക്കൂർ പ്രസംഗിക്കാൻ പറ്റും. അദ്ദേഹത്തിന്റെ സ്നേഹം മുഴുവൻ എനിക്ക് ശരിക്കും ലോകത്തിനോട് പറഞ്ഞു കൊടുക്കാൻ കഴിയും. പഴയ ഗ്രന്ഥങ്ങളില് ഒരുപാട് തെറ്റുകൾ കടന്നുകൂടിയേക്കാം. നമുക്ക് ബുദ്ധി വേണം. അതിന് ഇന്നത്തെ കാലത്ത് ആവശ്യമുള്ള ഏത്, ആവശ്യമില്ലാത്തത് ഏത്. ഇന്നത്തെ കാലത്ത് ഒരു ആവശ്യമില്ലാത്ത കാര്യങ്ങളെ എടുത്തു പറയേണ്ട ഒരു കാര്യവുമില്ല. അത് മഹാപണ്ഡിതന്മാർ മനസ്സിലാക്കേണ്ടതാണ്. എനിക്ക് വേണമെങ്കിൽ ഭഗവത്ഗീത വളച്ചൊടിച്ച് ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും ഒക്കെ ആക്രമിക്കാം. ഞാൻ ലോകത്തെ ഏറ്റവും വലിയ പാപം അതായിരിക്കും. ഇല്ല, ആ പാപത്തിന് നമ്മൾ ആരും മുന്നോട്ട് പോകണ്ട. മുസ്ലിങ്ങൾ സന്തോഷമായിട്ട് ഇവിടെ ജീവിക്കണം. അവരൊരു വലിയ മതചിന്തയുടെ പിന്തുടർച്ചക്കാരാണ്. പക്ഷെ അതുപോലെ തന്നെ ഹിന്ദുക്കളും അതുപോലെ തന്നെയാണ് മുസ്ലിങ്ങളും. ഈ വ്യത്യാസങ്ങൾ വച്ചുകൊണ്ട് നടക്കുന്നിടത്തോളം കാലം ഭാരതം ശക്തമായ ഒരു രാഷ്ട്രമായി മാറില്ല. നമ്മളെ തോൽപ്പിക്കാൻ ആ ഒരു ആയുധമേ വിദേശ ശക്തികൾക്ക് പ്രയോഗിക്കാൻ പറ്റൂ. പക്ഷെ ഒരു കാലത്തും ഭാരതത്തിലെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും തമ്മിൽ ഒരു വഴക്കുണ്ടാക്കിക്കൊണ്ടോ ഒരു യുദ്ധം ഉണ്ടാക്കിക്കൊണ്ടോ ഭാരതത്തെ നശിപ്പിക്കാൻ ആർക്കും സാധ്യമല്ല. കാരണം നമുക്കൊരു ശത്രു വന്നാൽ പിന്നെ നമ്മൾ ഒറ്റയ്ക്കാണ്. നമ്മുടെ യുദ്ധങ്ങൾ അത് തെളിയിച്ചതാണ്. പിന്നെ ഒരു പ്രശ്നവുമില്ല ഇവിടെ. അന്ന് ഭാരതം ഒറ്റക്കെട്ടായിട്ട് നിൽക്കും ആരുടെ മുന്നിലും. ആ തരത്തില് നമ്മുടെ മനസ്സിനെ വളർത്തിക്കൊണ്ട് വന്ന് നമുക്ക് ഒരു മഹത്തായ രാജ്യത്തെ കെട്ടിപ്പടുക്കേണ്ടിയിരിക്കുന്നു. ഞാനൊരു സംഭവം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. നിങ്ങളുടെ മനസ്സിൽ ഈ സംഭവം കിടക്കുമെങ്കിൽ, ഒരു സഹോദരന്മാരുണ്ടായിരുന്നു, ജ്യേഷ്ഠനും അനിയനും. ഇവർ ഒരുമിച്ചാണ് കച്ചവടം ചെയ്തിരുന്നത്. നല്ല സ്നേഹത്തോട് ജീവിച്ചിരുന്നു. ഇടയ്ക്ക് പണത്തിന്റെ പ്രശ്നം പറഞ്ഞ് രണ്ടുപേരും തമ്മിൽ പിണങ്ങി അവർ വല്ലാത്ത ശത്രുക്കളായിട്ട് മാറി. തൊട്ടപ്പുറത്ത് താമസിക്കുകയാണ്. അവരുടെ വീടിന്റെ ഇടയിൽ കൂടെ ഒരു ചെറിയൊരു ചാനൽ പോകുന്നുണ്ട്, ഒരു നദി, കൊച്ചൊരു നദി. അങ്ങേറ്റ സ്നേഹമുള്ള സഹോദരന്മാരാണ്, പിണങ്ങി ശത്രുക്കളായി. ഈ വർഷം കച്ചവടത്തിന് പോകുന്നത് രണ്ടും 2 പേരായിട്ടാണ്. പണ്ട് ഒരുമിച്ചേ പോവുള്ളൂ. ദൂരെ നിന്ന് പോയി കുറെ സാധനങ്ങൾ വാങ്ങിച്ചു വന്ന് അവരുടെ വീട്ടിൽ വെച്ചിട്ട് അവർ കച്ചവടം ചെയ്യും. അവർക്ക് വലിയ അതിനുള്ള സ്ഥലങ്ങളുണ്ട്, ഗോഡൌണുകളുണ്ട്. അതിൽ കൊണ്ടുവച്ചിട്ട് ആ വർഷം മുഴുവൻ കച്ചവടം ചെയ്യും. ഒരു ഗോഡൌണേ ഉണ്ടായിരുന്നുള്ളൂ, അവർ 2 ഗോഡൌൺ ഉണ്ടാക്കി. എന്നിട്ടും കലി തീരാതെ ജ്യേഷ്ഠൻ വിളിച്ചൊരു കോൺട്രാക്ടറെ വിളിച്ച് പറഞ്ഞു, ഞാൻ കച്ചവടത്തിന് പോയിട്ട് വരുമ്പോൾ സാധനം വാങ്ങാൻ വരുമ്പോഴത്തേക്കും എൻ്റെ വീടിന്റെ സൈഡിലൊരു വലിയ മതിൽ കെട്ടണം. ഇവിടെ നിന്ന് നോക്കിയാൽ അവന്റെ വീട് കാണരുത്, എനിക്ക് അവനെ കാണണ്ട, അവന്റെ വീടും കാണണ്ട, അത്ര പൊക്കത്തിൽ ഒരു മതിൽ കെട്ടണം. അപ്പൊ കോൺട്രാക്ടർ ചോദിച്ചു, അത് വേണോ? അത് വേണം. അത് നിങ്ങൾ സഹോദരന്മാരല്ല. അതൊക്കെ ശരി, ഇനി സഹോദരൊന്നുമില്ല, ഞങ്ങളുടെ ശത്രുക്കളാണ്. അയാൾ പോയി കച്ചവടത്തിന്. അനുജൻ ഇതറിഞ്ഞിട്ട് ആ കോൺട്രാക്ടറെ വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ സ്ഥലത്ത് ഇതുപോലൊരു മതിൽ കെട്ടണം, ചേട്ടന്റെ ഒരു കാര്യവും എന്റെ കണ്ണിൽ പെടരുത്. അദ്ദേഹം ചോദിച്ചു, നിന്റെ ജ്യേഷ്ഠനല്ലേ? അല്ല, ഇനി ഞങ്ങൾ ജ്യേഷ്ഠരല്ല. നോക്കൂ,
പാകിസ്ഥാനും ഇന്ത്യയും ഇങ്ങനെയാണ് പിരിഞ്ഞത്. ഒരേ സംസ്കാരത്തിൽ ജനിച്ചു വളർന്നവർ, അവരെ തെറ്റിദ്ധരിപ്പിച്ചു. അവർ അനിയനും ജ്യേഷ്ഠനുമായിട്ട് പിരിഞ്ഞു. ഒരു മാസത്തെ കച്ചവടത്തിലുള്ള സാധനമൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ച് അവർ വന്നു. നഷ്ടമാണ്. ഒരുമിച്ച് നിൽക്കാത്ത അവരോട് ഈശ്വരൻ ഒരിക്കലും കരുണ കാണിക്കില്ല. അവർക്ക് ഇപ്പോൾ കിട്ടിയ സാധനമൊക്കെ നഷ്ടത്തിലായിപ്പോയി. അവർ തിരിച്ചു വന്നപ്പോൾ കാണുന്നത് മതിലുകളല്ല. ആ മതിൽ കെട്ടിയില്ല ഈ കോൺട്രാക്ടർ, പകരം ഒരു പാലമാണ് കെട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ജ്യേഷ്ഠൻ അയാളോട് പറഞ്ഞു, നിങ്ങൾ എന്താണ് കാണിച്ചിരിക്കുക? മതിൽ കെട്ടാനല്ലേ ഞാൻ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, അതെ, അങ്ങൊന്ന് കയറി നോക്കൂ ആ പാലത്തിലേക്ക്. അപ്പോ ഈ ജ്യേഷ്ഠൻ ഈ പാലത്തേക്ക് കയറി നടുക്കു നിന്നു. അനുജൻ അപ്പുറത്തെ വശത്തൂടെ കയറി. അവനും ജ്യേഷ്ഠനും മുഖാമുഖം നിന്നു. എന്നാ അത് നിന്നപ്പോ അനിയൻ ജ്യേഷ്ഠനോട് പറഞ്ഞു, ജ്യേഷ്ഠ ക്ഷമിക്കണം, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാണ്, ഞാൻ ചെയ്യാൻ പാടില്ലെന്നാണ്. ജ്യേഷ്ഠനോട് ഇങ്ങനെ പെരുമാറാൻ പാടില്ലായിരുന്നു, എനിക്ക് നില കെട്ടുപോയി, എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് അവൻ ജ്യേഷ്ഠന്റെ നെഞ്ചിൽ വീണ് കരഞ്ഞു. അപ്പോ ജ്യേഷ്ഠൻ അവനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, എടാ, നീ വെറും അനുജനല്ല എനിക്ക്, എന്റെ കരളാണ് നീ. നിന്നെ പിണക്കിയതിന് ശേഷം, നീ പിണങ്ങിപ്പോയതിനു ശേഷം ഞാൻ ഒരു രാത്രി പോലും ഉറങ്ങിയിട്ടില്ല. അത്രയ്ക്ക് സങ്കടമാണ് എനിക്കുണ്ടായത്. അതോടുകൂടി അവർ ഒന്നായി തീർന്നു. എൻ്റെ പ്രിയ കൂട്ടുകാരെ, നിങ്ങൾ വളർന്ന് വലിയ വലിയ ആളുകളാവേണ്ടവരാണ്. ഈ ജീവിതത്തിന്റെ പല തലങ്ങളിലും നിങ്ങൾ പോകേണ്ടവരാണ്. ഒരുപാട് ആളുകളെ നിങ്ങൾക്ക് കാണേണ്ടി വരും, സ്നേഹിക്കേണ്ടി വരും, വിശ്വസിക്കേണ്ടി വരും. ഒരുപാട് പ്രവർത്തികൾ നിങ്ങൾ ഏർപ്പെടേണ്ടി വരും. നിങ്ങൾ ഒരിക്കലും മതിലുകൾ കെട്ടരുത്. ഹൃദയങ്ങൾക്ക് ഇടയിൽ നിങ്ങൾ എപ്പോഴും പാലങ്ങൾ കെട്ടണം, സൗഹൃദങ്ങൾ കെട്ടണം, സൗഹൃദങ്ങൾ കെട്ടിപ്പടുക്കണം. ഈ അങ്ങനെ സൗഹൃദങ്ങൾ കെട്ടിപ്പടുക്കുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിന് അർത്ഥമുള്ളൂ. ഹിന്ദുക്കള് കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു മന്ത്രമുണ്ട്, ഓം സഹനാവവതു. സ്കൂളിൽ നമ്മുടെ മതഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്നതാണ്. നിങ്ങൾ എല്ലാവരോടുമൊപ്പം സഹനാവവതു, ഒരുമിച്ച് ജീവിക്കണം. അച്ഛനും അമ്മയും കൂട്ടുകാരും എല്ലാം കുടുംബം എല്ലാം നമ്മുടെ ആളുകളാണ്. എൻ്റെ അയൽവക്കം മുഴുവൻ എൻ്റെ ആളുകളാണ്. ഒരുമിച്ച് ജീവിക്കണം. നബി പറഞ്ഞില്ലേ, നിന്റെ വീട്ടിൽ ആഹാരം ഉണ്ടായിരിക്കുകയും അപ്പുറത്തുള്ള ആഹാരം ഇല്ലെങ്കിലും ചെയ്യും, നീ അത് ഭുജിക്കരുതെന്ന്. ശ്രീകൃഷ്ണൻ അർജുനോട് പറയുന്നു, നീ സ്വയം ആഹാരം കഴിച്ച് ഭുജിക്കുന്നവനാണെങ്കിൽ നീ മഹാപാപത്തെ വരിക്കുന്നു. ഇതെല്ലാം ഒന്നല്ലേ? ക്രിസ്തുവിനും പറഞ്ഞില്ലേ അയൽവക്കക്കാരനെ സ്നേഹിക്കാൻ. അവന്റെ മതവും ജാതിയും നോക്കിയല്ല സ്നേഹിക്കേണ്ടത്. നിങ്ങൾ മതിലുകളല്ല കെട്ടേണ്ടത്, നിങ്ങൾ പാലങ്ങളാണ് കെട്ടേണ്ടത്. സഹന വവതു, ഒരുമിച്ച് ജീവിക്കണം. ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും യഹൂദന്മാരും പാഴ്സികളും ബുദ്ധമതക്കാരും ജൈനമതക്കാരും ഒറ്റക്കെട്ടായിട്ട് ജീവിച്ച രാജ്യം എന്നാണ്. 1000 വർഷങ്ങളായിട്ട് ഇന്നും ജീവിക്കുന്നു. ഇന്നിവിടെ ആയിരക്കണക്കിന് ആളുകൾ കുംഭമേളയിൽ പങ്കെടുക്കുമ്പോൾ 10,000-കണക്കിന് മുസ്ലിങ്ങളാണ് അവിടുത്തെ കച്ചവടങ്ങൾ മുഴുവൻ ചെയ്യുന്നത്. എന്താ മുസ്ലിം കച്ചവടം ചെയ്തൂടെ? അവിടെ ആരും എതിർത്തല്ലോ അവരെ. അവിടെ സഹോദരങ്ങളാണ് അവര്. നിങ്ങൾ ടി വിയിൽ കണ്ടു നോക്കൂ, ഓരോരുത്തർ പറയുന്നതിന്. ആ സ്നേഹം അവർക്ക് തിരിച്ചു വന്നു. അപ്പോ സഹനാവവതു സഹനൗ പുനത്തു, ഒരുമിച്ച് ആഹാരം കഴിക്കണം. നിങ്ങൾ ബക്രീദും ഒക്കെ വരുമ്പോ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് ചെല്ലണം. എന്നിട്ട് ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കണം. ഇവിടുത്തെ നിങ്ങളുടെ എനിക്ക് മുമ്പ് അദ്ദേഹം പറഞ്ഞല്ലോ, സ്വാമിയുടെ ആഹാരം എന്ത് കിട്ടിയാലും കഴിക്കാം. ശരിയാണ്. ഞാൻ പക്ഷേ തിരിച്ച് കടിക്കുന്നൊന്നും കഴിക്കില്ല. എന്ന് പറഞ്ഞാൽ ഞാൻ ഭക്ഷിക്കാറില്ല എന്ന് വെച്ചാൽ ഭക്ഷിച്ചിട്ടുണ്ട്. 24 വയസ്സ് വരെ ഞാൻ കഴിക്കാത്ത ഒന്നുമില്ല. മദ്യമൊന്നും കഴിച്ചിട്ടില്ല, പക്ഷെ എല്ലാ ഇറച്ചിയും ഞാൻ കഴിച്ചിട്ടുണ്ട്. അതിന്റെ സ്വാദും എനിക്കറിയാം. ഇമാമിന്റെ അടുത്തൊക്കെ ഇരുന്ന് ചിക്കനൊക്കെ ഇമാം വെട്ടി വിഴുങ്ങുമ്പോൾ ഞാൻ വിചാരിക്കും, ദൈവമേ, ഞാൻ ഏത് സമയത്താണ് ഈ സസ്യബുക്കായത്. അത്ര സ്വാദുള്ളതാണ് നിങ്ങൾ കഴിക്കുന്നതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ഒരു സന്യാസത്തെ ചെയ്യാൻ പാടില്ല, എൻ്റെ രീതിയിലുള്ള സന്യാസത്തെ. അതുകൊണ്ട് ഞാൻ സൂക്ഷിക്കുന്നു. എൻ്റെ അപ്പുറത്തൊരു മുസ്ലിം ഇരുന്ന് ഭക്ഷ്യം എനിക്കെന്താ? അതെന്നെ അവനെ വെറുക്കുന്നതിന് കാരണമാകുന്നില്ല. എൻ്റെ കൂടെ തന്നെ ഇരിക്കണം. സഹനവും ഭുനക്തു. നിങ്ങൾ ഓണം വരുമ്പോഴോ അല്ലെങ്കിൽ വിഷു വരുമ്പോഴോ നിങ്ങളുടെ ഹിന്ദുക്കളായ കുട്ടികളുടെ വീട്ടിൽ പോയി അവരോടൊപ്പം ഇരുന്ന് ആഹാരം കഴിക്കണം. ഇത് നമ്മുടെ ഭാരതമാണ്. നമ്മൾ അങ്ങനെയാണ് പഠിച്ചത്. സഹവീര്യം കരവാഹായി. നിങ്ങൾക്ക് മാത്രം മാർക്ക് കിട്ടിയ പോലെ
നിങ്ങളുടെ ക്ലാസ്സിലെ സകല മതവിഭാഗപ്പെട്ടവർക്കും മാർക്ക് കിട്ടണം, വളരണം. തേജസ്സിനാവധി, നമ്മളെല്ലാം തേജസ്സിലേക്ക്, ധനത്തിലേക്ക്, സമ്പത്തിലേക്ക് കയറുമ്പോൾ മാ വിദ്വേഷാവഹേ, ഒരിക്കലും വിദ്വേഷിക്കരുത്, ഒരിക്കലും തള്ളിക്കളയരുത്, അന്യന്റെ മതത്തെ പുച്ഛിക്കരുത്. അതിനുള്ള ഒരവകാശവും നമുക്ക് ഒരു ഗുരുവും തന്നിട്ടില്ല. ശ്രീകൃഷ്ണൻ തന്നിട്ടില്ല, ശ്രീരാമൻ തന്നിട്ടില്ല, ദേവൻ തന്നിട്ടില്ല, ക്രിസ്തേവൻ തന്നിട്ടില്ല, ബുദ്ധദേവൻ തന്നിട്ടില്ല, ജൈനദേവൻ തന്നിട്ടില്ല. പിന്നെ നമ്മൾ എങ്ങനെയാണത്? ഈശ്വര വിശ്വാസികളെ നമ്മൾ എങ്ങനെയാണ് അവരുടെ വാക്കുകളെ തെറ്റിക്കുന്നത്? നമുക്കൊരിക്കലുമില്ല അതിനുള്ള ഒരവകാശം. അപ്പോ നമുക്ക് സഹനാവവതു സഹനൗ ഭുനക്തു സഹവീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു. നമ്മള് ദ ഗ്ലോറിയസ് ഗ്രേറ്റ് ഇന്ത്യ ആയിട്ട് മാറാൻ ഇനി വർഷങ്ങൾ മതി. അപ്പോ വിദേശത്തെ ഏത് രാജ്യത്തിലെ ആളുകളും ചൂണ്ടിപ്പറയണം ഭാരതത്തെ. നോക്കൂ, അവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ബുദ്ധമതക്കാരും ഒക്കെ ഉണ്ട്. അവർ എങ്ങനെ ഈ സന്തോഷത്തോടെ ജീവിക്കുന്നു, അവർ എങ്ങനെ കെട്ടിപ്പിടിച്ച് നടക്കുന്നു, അവരെങ്ങനെ സ്നേഹം കൊണ്ട് അവരുടെ ഹൃദയത്തിൽ നിറയ്ക്കുന്നു. അങ്ങനെ നമ്മൾ നിറച്ചാൽ എനിക്ക് തീർച്ചയാണ് ഇനിയൊരു പ്രവാചകൻ വരികയാണെങ്കിൽ, ഇനിയൊരു ഈശ്വര അവതാരം വരികയാണെങ്കിൽ, ഇനിയും ഈശ്വരപുത്രൻ ഭൂമിയിൽ വരികയാണെങ്കിൽ അവർ തീർച്ചയായിട്ടും ഭാരതത്തിൽ, വിശേഷിച്ച് കേരളത്തിൽ വന്ന് തന്നെ ജനിക്കും. കാര്യം ദൈവം സൃഷ്ടിച്ച ആ ഭൂമി അത് നമ്മൾ കാത്തു സൂക്ഷിച്ചു, അദ്ദേഹത്തിന് മാതൃകയായിട്ട്. അങ്ങനെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. മനുഷ്യത്വത്തിന്റെ മഹനീയ ഗുണങ്ങൾ വേദാന്ത വീക്ഷണത്തിൽ അവതരിപ്പിക്കുകയും ായി അജ്മി ഗ്രൂപ്പ് ഓഫ് കമ്പനി MD ഹാജി അബ്ദുൽ ഖാദർ അവരെ ക്ഷണിക്കുന്നു. അടുത്തതായി ബഹുമാനപ്പെട്ട ഫാദർ സാജു തോമസിന്റെ സംസാരമാണ്. അദ്ദേഹം ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിന്റെ കോന്നി വികാരിയാണ്. കൂടാതെ ബിലീവേഴ്സ് ചർച്ച് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ആലപ്പുഴയുടെ മാനേജരാണ്. സെന്റ് ജോർജ് ഹൈസ്കൂൾ കോന്നിയുടെ മാനേജരാണ്. സാംസ്കാരിക പ്രവർത്തകനാണ്. വിനയം കൊണ്ടും സ്നേഹം കൊണ്ടും മനുഷ്യ മനസ്സുകളെ ആദരിക്കുന്ന മഹൽ വ്യക്തിത്വമാണ്. വളരെ സ്നേഹത്തോടു കൂടി അദ്ദേഹത്തെ ഞാൻ ക്ഷണിക്കുക. ആദരണീയ സ്വാമിജി, ഏറ്റവും ബഹുമാനമുള്ള മൗലവി, ഈ യോഗത്തിൻ്റെ സംഘാടകർ, എൻ്റെ സഹോദരങ്ങൾ, എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. നഗരത്തിൽ ജീവിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരൻ, അവന്റെ മനസ്സിലൊരാഗ്രഹം ഗ്രാമത്തിൽ പോയി അല്പം സ്ഥലം വാങ്ങി സ്വസ്ഥമായിട്ട് ജീവിക്കണം. അവൻ ഇന്റർനെറ്റൊക്കെ പരിധി അതിൽ നിന്നും ഒരു ബ്രോക്കറെ കണ്ടെത്തി സുന്ദരമായ ഒരു ഗ്രാമത്തിലുള്ള മനുഷ്യൻ. ഈ ബ്രോക്കറോട് ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, എനിക്ക് ഗ്രാമത്തിൽ അല്പ സ്ഥലം വേണം, അവിടെ വന്ന ഇനിയുള്ള നാളുകൾ സന്തോഷമായി ജീവിക്കണം. അങ്ങനെ പറഞ്ഞ ദിവസം ഈ ചെറുപ്പക്കാരനെയും കാത്ത് 2-3 ബ്രോക്കർമാർ ആ ഗ്രാമത്തിന്റെ ചായക്കടയിൽ ഒത്തുകൂടിയിരിക്കുക. ഈ ചെറുപ്പക്കാരൻ പറഞ്ഞ സമയമായി. അവർ റോഡിലോട്ട് നോക്കുമ്പോൾ മുന്തിയ ഒരു കാറ് മുന്നോട്ട് വരുന്നു. ആ നാൽക്കവലയിൽ കാർ വന്ന് നിന്നു. പെട്ടെന്ന് ബ്രോക്കർമാർ ചാടി ഇറങ്ങി. കാറിൽ നിന്നും സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ, ഒരു ചെറുപ്പക്കാരി, 2 കുഞ്ഞുങ്ങൾ ഇറങ്ങി വന്നു. ബ്രോക്കർമാർ വളരെ സന്തോഷത്തോടെ ഈ ചെറുപ്പക്കാരെ സ്വീകരിച്ചു. എന്നിട്ട് അവർ പറഞ്ഞു, ഇനിയും നിങ്ങൾ പറയണം, നമ്മൾ നിൽക്കുന്ന ഈ തെരുവിന്റെ വലത്തുവശത്ത് മുഴുവൻ ക്രിസ്ത്യാനികളാണ് താമസിക്കുന്നത്, കിഴക്ക് ഭാഗത്ത് ക്രിസ്ത്യാനികളാണ് താമസിക്കുന്നത്.
അവിടെ അവരുടെ പള്ളിയുണ്ട്, അവരുടെ സ്കൂളുണ്ട്, അവിടെ മുഴുവൻ ക്രിസ്ത്യാനികളുടെ ഇടമാണ്. ഈ നിൽക്കുന്ന സ്ഥലത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് മുഴുവൻ മുസ്ലിങ്ങളാണ് താമസിക്കുന്നത്. അവിടെ അവരുടെയും പള്ളിയുണ്ട്, സ്കൂളുണ്ട്, മറ്റു സൗകര്യങ്ങളെല്ലാം ഉണ്ട്. ഇതിന്റെ തെക്ക് ഭാഗത്ത് മുഴുവൻ തിങ്ങിപ്പാർക്കുന്നത് ഹിന്ദുക്കളാണ്. അവിടെ അവരുടെ അമ്പലമുണ്ട്, സ്കൂളുണ്ട്, ആശുപത്രിയുണ്ട്, എല്ലാ സൗകര്യങ്ങളുമുണ്ട്. ഇതിന്റെ വടക്ക് ഭാഗത്ത് താമസിക്കുന്നത് മുഴുവൻ ദളിത് വിഭാഗത്തിൽപ്പെട്ടവരാ. അവിടെ അവർക്ക് വേണ്ടതായ എല്ലാ സൗകര്യങ്ങളുമുണ്ട്. ഇനിയും താങ്കൾ പറഞ്ഞാലും എവിടെയാണ് നിങ്ങൾക്ക് സ്വന്തമായി സ്ഥലം വേണ്ടത്? ആ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ നഗരത്തിൽ താമസിച്ചപ്പോൾ ഞാൻ ഓർത്തത് ഗ്രാമത്തിൽ വന്ന അല്പം മനുഷ്യരോടൊപ്പം ജീവിക്കാം, അവരുടെ സന്തോഷത്തിൽ പങ്കുചേരാമെന്നാണ്. എന്നാൽ നിങ്ങൾ പറയുന്നു ഈ ഗ്രാമത്തിൽ കിഴക്ക് ഭാഗത്ത് ക്രിസ്ത്യാനികളും പടിഞ്ഞാറ് ഭാഗത്ത് മുസ്ലിംകളും തെക്ക് ഭാഗത്ത് ഹിന്ദുക്കളും വടക്ക് ഭാഗത്ത് ദളിതരും ആണ് എന്ന്. എനിക്ക് വേണ്ടത് മനുഷ്യരെയാണ്. അതുകൊണ്ട് ഈ ഗ്രാമത്തിൽ എനിക്ക് സ്ഥലം വേണ്ട. ആ ചെറുപ്പക്കാരൻ അവിടം വിട്ടു പോകുവാനായിട്ട് ഇടയായി. ഇന്ന് നമ്മുടെ സമൂഹം പലതരത്തിൽ വേർതിരിക്കപ്പെട്ട ഒരു സമൂഹമായിട്ട് മാറ്റപ്പെട്ടിരിക്കുക. നമുക്ക് പലപ്പോഴും നമ്മുടേതെന്ന് പറയുന്ന മതങ്ങളാണ് വലുത്, നമ്മുടേതാണെന്ന് പറയുന്നതായിട്ടുള്ള സംഭവങ്ങളാണ് വലുത്. എന്നാൽ ഇന്ന് നമ്മുടെ ചെറുപ്പക്കാർക്ക് പലർക്കും മനുഷ്യരെ കാണുവാനായിട്ട് പറ്റുന്നില്ല, മനുഷ്യരെ മനസ്സിലാക്കുവാനായിട്ട് പറ്റുന്നില്ല. നാട് വിടുന്നു ചെറുപ്പക്കാരെന്നും പറഞ്ഞ് നമ്മൾ ദീനരോധനം മുഴക്കുക. എന്ത് കാരണം? എന്താ? മനുഷ്യരെ കാണുവാൻ അവർക്ക് സാധിക്കാതെ വരുമ്പോൾ പലതിലും അവർ ചെന്നെത്തപ്പെടുക ഇവർ മനുഷ്യരാണെന്ന് പറഞ്ഞുകൊണ്ട്. ഞങ്ങൾ പഠിപ്പിക്കുന്ന ബൈബിളിൽ ഇങ്ങനെ ഒരു കഥാപാത്രമുണ്ട്, ഒരു ടാക്സ് കളക്ടർ, സക്കായി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ആ മനുഷ്യൻ യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാനായിട്ട് ആഗ്രഹിച്ചു. അപ്പൊ കേട്ടു, യേശു താനിരിക്കുന്ന ആ സ്ഥലത്തൂടെ, ആ വഴിയിലൂടെ വരുന്നു എന്ന്. അദ്ദേഹം നീളം കുറഞ്ഞ മനുഷ്യനായതുകൊണ്ട് ഈ പുരുഷാരത്തെ കൊണ്ട് ഈ മനുഷ്യന് യേശുവിനെ കാണുവാൻ സാധിക്കത്തില്ല. അദ്ദേഹം പെട്ടെന്ന് തന്റെ ബുദ്ധിയിൽ ഉദിച്ച കാര്യം ചെയ്തു. മുന്നോട്ട് ഓടി ഒരു കാട്ടത്തയുടെ മുകളിൽ കയറി സ്വസ്ഥമായിട്ടിരിക്കുക. യേശു ആ കാട്ടത്തയുടെ ചുവട്ടിൽ വന്നപ്പോൾ മുകളിലോട്ട് നോക്കിയിട്ട് പറഞ്ഞു, സക്കായിയെ, വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കുവാൻ പോവുകയാണ്. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, ബന്ധപ്പെട്ട് സക്കായി താഴെ ഇറങ്ങി സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ടു. ഇവര് തമ്മിൽ പിന്നെ സംസാരമൊന്നും നടക്കുന്നില്ല. പെട്ടെന്ന് ഈ ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത മാത്രയിൽ തന്നെ സക്കായി ഒരു കാര്യം പറയുക. സക്കായി പറയുന്നത് ഇങ്ങനെയാണ്, അല്ലയോ കർത്താവേ, എന്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. വല്ലതും ഞാൻ ചതിവായിട്ട് ടാക്സ് കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ 4 മടങ്ങും മടക്കി കൊടുക്കുവാനായിട്ട് പോകുക. അപ്പൊ എനിക്ക് ഇന്ന് പറയുവാനായിട്ടുള്ള ഒറ്റ ഒരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ, ദൈവത്തെ കണ്ടവൻ മനുഷ്യനെ കണ്ടവനാണ്. മനുഷ്യനെ കാണാതെ ഒരു ദൈവത്തെയും കാണുവാനായിട്ട് സാധിക്കത്തില്ല. ഇവിടെ സക്കായിയുടെ ജീവിതത്തിൽ ഇന്നലെ വരെ, അടുത്ത കഴിഞ്ഞ നിമിഷം വരെ ഈ ദരിദ്രരെല്ലാം ഇവന്റെ തോളോട് തോട് ചേർന്ന് നടന്നവരാ. അവൻ ഈ ദരിദ്രരെ കണ്ടതാ. എന്നാൽ യേശുവിനെ കാണുന്നത് വരെ ദരിദ്രന്റെ വേദന മനസ്സിലാക്കുവാനായിട്ട് ഈ സക്കായിക്ക് സാധിച്ചില്ല. യേശുവിനെ കണ്ടപ്പോൾ അവൻ പറയുന്നു, എന്റെ വസ്തുവക എനിക്ക് മാത്രമുള്ളതല്ല, മറിച്ച് ഈ ദരിദ്രനോട് അവകാശപ്പെട്ടതാണ്, അവന് ഞാൻ പകുതി കൊടുക്കുന്നു എന്ന് പറയുവാനായിട്ട് ഇടയായിത്തീരുക. പിന്നെ രണ്ടാമതായിട്ട് അവന് ബോധ്യം വന്നത് ഇതാണ്, ചതിവായിട്ട് വാങ്ങിയതൊന്നും ദൈവത്തിന് പ്രീതികരമല്ല. അവൻ പറയുന്നു, അതിന്റെ 4 മടങ്ങ് മടക്കി കൊടുത്ത് ഞാൻ പ്രായശ്ചിത്തം ചെയ്യുവാനായിട്ട് പോകുകയാണ്. അപ്പോ മനുഷ്യനെ അറിയുന്നവൻ, മനുഷ്യനെ കരുതുന്നവൻ, മനുഷ്യന്റെ വേദന മനസ്സിലാക്കുന്നവനാണ് ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നവൻ എന്നുള്ള സത്യം നമ്മൾ മറന്നു പോകരുത്. എല്ലാ മതഗ്രന്ഥങ്ങളും പറയുന്നത് ദൈവത്തിൽ നിന്നാണ് മനുഷ്യൻ ഉത്ഭവം എടുത്തത്. ഇസ്ലാം മതവും ക്രിസ്തു മതവും പഠിപ്പിക്കുന്നു, മണ്ണിലെ പൊടിയിൽ നിന്നും ആദാമിനെയും ഹവ്വയെയും ദൈവമുണ്ടാക്കി. അവരുടെ മൂക്കിൽ ദൈവിക ശ്വാസം ഊതിയപ്പോൾ അവർ ജീവനുള്ള ദേഹിയായി. അവരിൽ നിന്നും മനുഷ്യന്റെ പരമ്പര പുറപ്പെട്ടു വന്നു എന്ന്. ഹിന്ദുമതം പഠിപ്പിക്കുന്നു, ബ്രഹ്മാവിൽ നിന്നും മനുഷ്യൻ ഉരുവായി എന്ന്. ഒരു കാര്യം സത്യമാണ്, നമ്മളുടെ ശരീരത്തിന്റെ ഒരു അംശം എടുത്തുകൊണ്ട് DNA ടെസ്റ്റ് നടത്തിയാൽ ഒരു കാര്യം സത്യമാണ്, എല്ലാ മനുഷ്യന്റെ ഉള്ളിലും
ജീവന്റെ തുടിപ്പുള്ളതുപോലെ എല്ലാ മനുഷ്യന്റെ ഉള്ളിലും ദൈവത്തിന്റെ അംശമുണ്ടെന്ന് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് എല്ലാവർക്കും സാധിക്കും. അപ്പോ ഓരോ മനുഷ്യനും ദൈവത്തിന്റെ പ്രതീകങ്ങളാണെന്ന് അതെ ഓരോ മതവും നമ്മളെ പഠിപ്പിക്കുന്നു. അന്യനിൽ ദൈവത്തെ കാണുവാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന മനുഷ്യൻ ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ടവനാണെന്ന് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഇന്ന് ഞങ്ങൾ 3 പേർ ഒന്നിച്ചാണ് ഒരു കാറിലൂടെ വന്നത്. ഒന്ന് ഒരു മൗലവി, ഒന്ന് ഒരു സന്യാസി, ഒന്ന് ഒരു ക്രിസ്തു മതത്തിലെ പുരോഹിതൻ. ഇനി ഞാൻ വർഷങ്ങൾക്ക് കുറെ പിന്നിലേക്ക് പോകുകയാണ്. ഞങ്ങളുടെ 3 പേരുടെയും മാതാപിതാക്കൾ പ്രാർത്ഥിച്ചു, ദൈവമേ ഞങ്ങൾക്ക് തലമുറയെ തരണമേ. ആ പ്രാർത്ഥന ദൈവം കേട്ടു. ഞങ്ങളുടേതായിട്ടുള്ള പുരോഹിതന്മാർ പ്രാർത്ഥിച്ചു, നല്ല തലമുറയെ ഈ മാതാപിതാക്കൾ കൊടുക്കണമേ. ആ പ്രാർത്ഥന ദൈവം കേട്ടു. ഞങ്ങൾ 3 ജനിച്ചു. ഇനി ഞങ്ങളെ 3 പേരെയും ചേർത്ത് കിടത്തിയിരിക്കുക. ഒന്ന് നോക്കിക്കേ, ഞങ്ങൾ 3 പേരും കൈ ചുരുട്ടി പിടിച്ച് മലർന്ന് ഒരു ചെറിയ തുണി ദേഹത്തിൽ പൊതിഞ്ഞ് ഇങ്ങനെ കിടക്കുക. കൂടുതൽ സമയവും കണ്ണടച്ചാണ് കിടക്കുന്നത്. ഇടയ്ക്കൊന്ന് ഞരങ്ങും. അമ്മ വരും, അമ്മിഞ്ഞപ്പാൽ നുകർന്നു നൽകും. ആ പാൽ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും മയങ്ങും. അപ്പോ അവനൊന്ന് ചിരിക്കും. ചിരിക്കുമ്പോ അടുത്ത് നിൽക്കുന്നവർ പറയും, മാലാഖയെ കണ്ടു. ചിലർ പറയും അവരുടെ മുത്തച്ഛനെ കണ്ടു. ചിലർ പറയും ദൈവത്തെ കണ്ടു. എന്തെങ്കിലും ആകട്ടെ, കൂടെ നിന്നവർ ഞങ്ങൾ വളരുവാൻ തുടങ്ങി. കൂടെ നിന്നവർ പലതരത്തിലുള്ള ആചാരങ്ങളിൽ കൂടി അനുഷ്ഠാനങ്ങളിൽ കൂടി ഞങ്ങളെ കൊണ്ടുപോയി. അത് കഴിഞ്ഞ് ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് ദൈവത്തെ അറിയണം. ഞങ്ങളോട് ചേർന്ന് നിന്നവർ പലവിധമായ രീതികളിൽ പല വസ്ത്രങ്ങൾ തന്ന് ഞങ്ങളെ പലയിടങ്ങളിലാക്കി. ഞങ്ങൾ 3 പേരും മരിച്ചു. ഞങ്ങളുടെ 3 പേരുടെയും മതത്തിൻ്റെതായിട്ടുള്ള എല്ലാ ശുശ്രൂഷകളും ഞങ്ങൾക്ക് നൽകി. ഞങ്ങളുടെ 3 പേരുടെയും മൃതശരീരം ഒരു മലമുകളിൽ കൊണ്ടുവച്ച് കഴിഞ്ഞിട്ട് അതിനെ നിരീക്ഷിച്ചു കൊണ്ട് നിൽക്കുക. മണിക്കൂറുകൾ കഴിഞ്ഞു. 3 മൃതശരീരവും വീർത്തു. അത് പൊട്ടി, അതിൽ പുഴുക്കൾ വന്നു. അത് ദ്രവിച്ച് മണ്ണോട് മണ്ണ് ചേർന്നു. ഞങ്ങളുടെ 3 പേരുടെയും ആരംഭം ഒരുപോലെയായിരുന്നു. ഞങ്ങളുടെ 3 പേരുടെയും അവസാനവും ഒരുപോലെയായിരുന്നു. ഇനി പറ, ഞങ്ങളിൽ ആരാണ് കേമൻ? ഞങ്ങൾ 3 പേരും ഒരേപോലെയല്ല ജനിച്ചത്, ഒരേപോലെയല്ലേ വളർന്നത്. ഞങ്ങൾ 3 പേരും ഒരേപോലെയല്ലേ അവസാനിച്ചത്. അതുകൊണ്ട് നാം മനസ്സിലാക്കണം, ദൈവത്തിന്റെ മുൻപിൽ എല്ലാ മനുഷ്യരും തുല്യരാണ്. ആരുടെയും പ്രാർത്ഥന എന്റെ പ്രാർത്ഥനയാണ് കേമത്വമാണെന്ന പ്രാർത്ഥനയെന്ന് എനിക്ക് പറയുവാനായിട്ട് സാധിക്കത്തില്ല. അങ്ങനെ പറയണമെങ്കിൽ ഞാൻ ജനിച്ചപ്പോൾ എഴുന്നേറ്റ് നിന്ന് മണിക്കൂറുകൾ കഴിയുമ്പോൾ എന്റെ അമ്മയോട് പറയണമായിരുന്നു, ഒരു ഗ്ലാസ് പാൽ ഇങ്ങെടുത്തേ, എന്റെ വിശപ്പൊന്ന് ശമിപ്പിക്കട്ടെ എന്ന്. അല്ലെങ്കിൽ എന്റെ മൃതശരീരം ആ മലമുകളിൽ കൊണ്ടുവച്ചപ്പോൾ ഇവരുടെ ദ്രവിച്ചു കഴിഞ്ഞ് ഒരു 10 മാസം കഴിഞ്ഞിട്ടാണ് എന്റെ ശരീരം ദ്രവിക്കുന്നെങ്കിൽ എനിക്ക് പറയാമായിരുന്നു, എന്റെ പ്രാർത്ഥനയായിരുന്നു കേമത്വമെന്ന്. ദൈവം നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേൾക്കുന്നത് ഒരുപോലെയാണ്. അതുകൊണ്ട് പ്രിയരെ, മനസ്സിലാക്കണം, നമ്മളെല്ലാവരും ദൈവത്തിന്റെ മുൻപിൽ ഒരേപോലെയുള്ളവരാണ്. ദൈവത്തിന്റെ കണ്ണുകളിൽ അവൻ നോക്കുമ്പോൾ നമ്മളെ എല്ലാവരെയും കാണുന്നത് ഒരേ ദൃഷ്ടിയോടാണെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മറന്നു പോകരുത്. ഋഗ്വേദം എങ്ങനെയാ പറയുന്നേ? ഏകം സത് വിപ്ര ബഹുധാ വദന്തു. അത് ക്രിസ്തുമതവും ഇസ്ലാം മതവും പറയുന്നു, ഏക സത്യ ദൈവമേ ഉള്ളൂ എന്ന്. ആ സത്യദൈവം ഏതെന്ന് ചോദിച്ചാൽ അത് ഞങ്ങൾക്ക് പറയുവാനായിട്ട് സാധിക്കും. ഇന്ന് ഞങ്ങൾ 3 പേരും ഒന്നിച്ചു വന്നതുകൊണ്ട് ഞങ്ങൾ മനസ്സിലാക്കിയ സത്യദൈവം ഏതെന്ന് ചോദിച്ചാൽ അത് സ്നേഹമാകുന്നു എന്ന് ഞങ്ങൾക്ക് വിളിച്ചു പറയുവാനായിട്ട് സാധിക്കും. ഇത് പറയാതെ, ഇത് മനസ്സിലാക്കാതെ ഇരിക്കുന്നതാണ് പലപ്പോഴും തെറ്റിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കുന്നത് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് ദൈവം സ്നേഹമാണ്, ദൈവം കരുണാമയനാണ്, ദൈവം കരുതുന്നവരാണ്. ദൈവം തന്റെ മക്കളുടെ കണ്ണുനീർ കാണുമ്പോൾ അത് തുടയ്ക്കുന്നവനാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ കൊല്ലുവാനും നശിപ്പിക്കുവാനും മറ്റുള്ളവരെ തകർക്കുവാനും പഠിപ്പിക്കുന്നതല്ല ദൈവം. ആരെയെങ്കിലും നശിപ്പിച്ചതുകൊണ്ട് എന്റെ ദൈവം എന്നിൽ പ്രസാദിക്കുമെന്ന് നമ്മൾ വൃഥാ ചിന്തിക്കുന്നെങ്കിൽ അതാണ് മൂഢത്വം. ദൈവത്തിന്റെ ഭാവം
അത് സ്നേഹത്തിന്റെ ഭാവമാണ്. ഈ ലോകത്തില് ഉരുവായിരിക്കുന്ന മനുഷ്യനും അത് ആ ഭാവം ധരിക്കുവാനായിട്ട് ഇടയായി തീരണം. ദൈവം പ്രകൃതിക്ക് ചില നിയമങ്ങൾ വെച്ചിട്ടുണ്ട് അനുഗ്രഹമായി തീരുവാനായിട്ട്. അവൻ വെച്ചിരിക്കുന്ന നിയമങ്ങൾ, മണ്ണിന് നനവുണ്ടെങ്കിൽ അത് അനുഗ്രഹമായിരിക്കും. ആകാശത്തിന് നീലിമ നിറമുണ്ടെങ്കിൽ അത് കാണുമ്പോൾ മറ്റുള്ളവന്റെ കണ്ണുകൾക്ക് അത് ഇമ്പമായിരിക്കും. കടലിന് ശാന്തതയുണ്ടെങ്കിൽ ആ കടലിലെ സമ്പത്ത് നേടിയെടുക്കുവാനായിട്ട്, അതിൽ തൃപ്തി പ്രാപിക്കുവാനായിട്ട് അനേകം പേർക്ക് സാധ്യമായി തീരും. കാറ്റിന് നല്ല കുളിർമയുണ്ടെങ്കിൽ അത് ആസ്വദിക്കുവാനായിട്ട് ഇടയായിത്തീരും. അതുപോലെ പൂവിന് സുഗന്ധമുണ്ടെങ്കിൽ ആ പൂവ് മനോഹരമായ പൂവായി മാറും. അതുപോലെ ദൈവം ആഗ്രഹിക്കുന്നത് മനുഷ്യന് സ്നേഹമുണ്ടെങ്കിൽ അവനും അനുഗ്രഹിക്കപ്പെട്ടവനായിത്തീരും. അങ്ങനെയുള്ള മനുഷ്യരെയാണ് ദൈവത്തിന് ലോകത്തിന് നൽകുവാനായിട്ട് മനസ്സുള്ളത്. അവരെയാണ് ദൈവത്തിന്റെ മുൻപിലും മനുഷ്യന്റെ മുൻപിലും മനുഷ്യരായി കാണുവാനായിട്ട് ഇടയായിത്തീരുന്നത്. പിന്നെ എവിടെയാണ് ഈ ദൈവസ്നേഹത്തിൽ വളരുന്ന, ദൈവസ്നേഹം മനസ്സിലാക്കിയിരിക്കുന്ന നമ്മളിൽ എവിടെയാണ് തെറ്റുകൾ സംഭവിക്കുന്നത്? നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഒരിക്കല് കൃഷ്ണന്റെ മുൻപിൽ വന്നിട്ട് ദുര്യോധനനും ധർമ്മപുത്രനും രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ദുര്യോധനൻ പറഞ്ഞു, അല്ലയോ കൃഷ്ണ, എന്നെക്കുറിച്ച് ഈ ലോകത്തിലുള്ള സകല മനുഷ്യരും വേണ്ടാത്തതാ പറയുന്നത്. എന്നെക്കുറിച്ച് ഒരു ദുഷ്ടനെന്നാണ് പേര്. ആരും ഒരു നല്ലതും എന്നിൽ കാണുന്നില്ല. ധർമ്മപുത്ര പറഞ്ഞു, അല്ലയോ കൃഷ്ണ, എന്നെക്കുറിച്ച് ആരും ഒരു കുറവും പറയുന്നില്ല. എല്ലാവരും എന്നെക്കുറിച്ച് നല്ലത് മാത്രമേ പറയുന്നുള്ളൂ. എന്താ കാരണം ഇങ്ങനെ സംഭവിക്കുന്നതിന്? അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, ഒരാഴ്ച സമയം ഞാൻ നിങ്ങൾക്ക് തരാം. നിങ്ങൾ ഈ തെരുവുകളിൽ കൂടി നടക്കുക. ഒരാഴ്ച കഴിഞ്ഞ് നിങ്ങൾ തെരുവിൽ കണ്ടത് എന്നോട് ഒന്ന് പറയുക. ഒരാഴ്ച കഴിഞ്ഞു രണ്ടുപേരും കൃഷ്ണന്റെ മുൻപിലെത്തി. ദുര്യോധനൻ പറഞ്ഞു, എൻ്റെ കൃഷ്ണ, ഞാൻ ആ തെരുവിൽ ചെന്നു. ഇത്രയും വൃത്തികെട്ട മനുഷ്യർ, ഒരു നിയമവും ഒരു ചട്ടവും ഇല്ലാത്ത മനുഷ്യർ, ഒരു സ്നേഹവും ഇല്ലാത്ത മനുഷ്യർ, അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും കുറ്റം പറയുന്ന മനുഷ്യർ, അങ്ങനെയുള്ള അനേകം തിന്മകൾ മാത്രമേ എനിക്ക് ഈ തെരുവിൽ കാണുവാനായിട്ട് സാധിച്ചുള്ളൂ. ധർമ്മപുത്ര പറഞ്ഞു, അല്ലയോ കൃഷ്ണ, ഞാൻ കണ്ടു. കരയുന്നവന് തൻ്റെ ആഹാരം നീട്ടിവെച്ച് കൊടുക്കുന്ന സഹോദരങ്ങളെ ഞാൻ അവിടെ കണ്ടു. രോഗിയായിരിക്കുന്നവരെ ചികിത്സിക്കുന്ന അനേകം മാലാഖമാരെ ഞാൻ അവിടെ കണ്ടു. മറ്റുള്ളവരുടെ വേദന പങ്കിടുന്ന അനേകം അമ്മമാരെ ഞാൻ അവിടെ കണ്ടു. കൃഷ്ണൻ പറഞ്ഞു, ഇതാണ് നിങ്ങളുടെ ജീവിതത്തിലും സംഭവിക്കുന്നത്. അല്ലേ ദുര്യോധന, നീ മനസ്സിലാക്കണം, മറ്റുള്ളവന്റെ കുറ്റങ്ങൾ നീ കാണുവാനായിട്ട് നിന്റെ സമയം ചെലവഴിക്കുമ്പോൾ അവനും നിന്നിലെ കുറ്റങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ. ധർമ്മപുത്രരെ, നീയും മനസ്സിലാക്കണം, മറ്റുള്ളവന്റെ നന്മകൾ നീ കാണുവാനായിട്ട് സമയം ചെലവഴിക്കുമ്പോൾ അവരും നിന്നിലെ നന്മകൾ കാണുവാനായിട്ട് ഇടയായിത്തീരുന്നു എന്ന് നീ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇന്നിവിടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനായിട്ടുള്ളത്, നമ്മൾ മറ്റുള്ളവന്റെ കുറ്റങ്ങളെ കാണുന്നതിനപ്പുറമായി മറ്റുള്ളവന്റെ നന്മകളെ കാണുവാനായിട്ട്, മറ്റു മതങ്ങളിലെ നന്മകളെ കാണുവാനായിട്ട് ഇടയായിത്തീരുമ്പോൾ നമ്മുടെ മതവും അവരുടെ മതത്തെ പോലെ ശ്രേഷ്ഠമെന്ന് നമുക്ക് പറയുവാനായിട്ട് ഇടയായിത്തീരും. മറിച്ച് അവരിലെ കുറവുകളെ മാത്രമാണ് നമ്മൾ കാണുവാനായിട്ട് ഇടയായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരും അയൽവക്കത്ത് നിൽക്കുന്നവരും മറ്റു മതക്കാരനും നമ്മുടെ മതത്തെ നോക്കി പറയും, നിങ്ങളുടെ മതവും ശരിയല്ല, നിങ്ങളുടെ മതവും കുറ്റങ്ങൾ ഉള്ളതാണെന്ന് പറയുവാനായിട്ട് ഇടയായിത്തീരും. അതുകൊണ്ട് മനുഷ്യനാണെങ്കിൽ നമുക്ക് മറ്റുള്ളവന്റെ നന്മ കാണുവാനായിട്ട് എപ്പോഴും ഇടയായിത്തീരണം. അപ്പോൾ നമ്മുടെ നന്മ മറ്റുള്ളവരും നമ്മുടെ മതത്തിലേക്ക് മറ്റുള്ളവരും ആകർഷിക്കപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുക. ഒരു സംഭവം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. ഒരു കുഞ്ഞ്, പാവപ്പെട്ട ഒരു വീട്ടിൽ ജനിച്ച കുഞ്ഞ്, അവന്റെ ബർത്ത്ഡേ ആണ്. അവന്റെ ബർത്ത്ഡേ ഇന്ന് വരെ ആഘോഷിച്ചിട്ടില്ല. അവന്റെ അമ്മ ഒരു രോഗിയാണ്. ഒരു ചെറ്റക്കുടിലാണ് അവന്റെ ജനനം. ഇപ്പോൾ അവന് കുറച്ച് തിരിച്ചറിവായി. അവൻ അമ്മയോട് പറഞ്ഞു, അമ്മേ, ഇപ്രാവശ്യം എൻ്റെ ബർത്ത്ഡേക്ക് എൻ്റെ കൂട്ടുകാർക്ക് സ്വീറ്റ്സ് കൊടുക്കണം. എനിക്കൊരു നല്ല പുത്തനുടുപ്പിട്ടുകൊണ്ട് എൻ്റെ സ്കൂളിൽ പോകണം. എൻ്റെ കൂട്ടുകാരുടെ എല്ലാം ബർത്ത്ഡേക്ക് അവർ സ്വീറ്റ്സുമായിട്ട് സ്കൂളിൽ വരും. അവിടെ നല്ല പുത്തൻ ഉടുപ്പ് ഇട്ടുകൊണ്ടാണ് അവർ വരുന്നത്. അപ്പോൾ ടീച്ചർമാർ എഴുന്നേൽപ്പിച്ച് നിർത്തി അവന് ഹാപ്പി ബർത്ത്ഡേ പാടാറുണ്ട്. എനിക്കും ഇപ്രാവശ്യം അങ്ങനെ ചെയ്യണം. അമ്മ പറഞ്ഞു, മകനെ, ഞാൻ പ്രാർത്ഥിക്കാം. അത് കഴിഞ്ഞിട്ട് അവൻ എപ്പോഴും അമ്മയോട് ചോദിക്കും, അമ്മേ, എന്തുകൊണ്ടാണ് നമുക്കൊരു നല്ല വീട് കിട്ടാത്തത്?
എന്തുകൊണ്ടാണ് നമുക്ക് നല്ല വസ്ത്രം കിട്ടാത്തത്? എന്തുകൊണ്ടാണ് അമ്മയുടെ രോഗം സൗഖ്യമാകാത്തത്? എന്തുകൊണ്ടാണ് നമുക്ക് നല്ല ഭക്ഷണം കഴിക്കുവാനായിട്ട് പറ്റാത്തത്? അപ്പൊ അമ്മ പറയും, മോനെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. ഒരു ദിവസം ദൈവം നമ്മുടെ വീട്ടിൽ വരും, അന്ന് നിന്റെ ചോദ്യങ്ങൾക്കെല്ലാം മറുപടിയാകും. അവന്റെ ബർത്ത്ഡേ ആയി, അന്ന് സന്ധ്യ വരെ അവനെ സഹായിക്കുവാൻ അമ്മയ്ക്കൊരു മാർഗവും കണ്ടെത്തിയില്ല. അമ്മയുടെ മനസ്സിൽ വേദനയായി. അമ്മ തന്റെ കുടുക്കയെടുത്ത് പൊട്ടിച്ചു. ഏതാനും ചില്ലറ തുട്ടുകൾ ആ കുടുക്കയിലുണ്ട്. ആ ചില്ലറ തുട്ടുകളുമായിട്ട് ഈ മകനോട് പറഞ്ഞു, നീ അടുത്ത കടയിൽ പോയി നിന്റെ ബർത്ത്ഡേക്ക് എന്തെങ്കിലും സ്വീറ്റ്സ് വാങ്ങി കഴിച്ചു കൊള്ളുക. അവന് ഭയങ്കര സന്തോഷമായി. എത്ര പണമുണ്ടെന്ന് അവൻ അറിയത്തില്ല. അവൻ ആ പൈസയുമായിട്ട് ചില്ലറ തുട്ടുകളുമായിട്ട് അടുത്ത ബേക്കറിയിലേക്ക് ഓടി. എന്നിട്ട് ആ കടക്കാരന്റെ മുൻപിൽ ചെന്നിട്ട് ആ കയ്യിലേക്ക് ഈ നാണയത്തുട്ടുകൾ വെച്ചു കൊടുത്തു. എന്നിട്ട് ആ പിഞ്ചു കുഞ്ഞിങ്ങനെ പറഞ്ഞു, ഈ മധുര പലഹാരങ്ങളിൽ കുറച്ച് ഈ പണത്തിന് നീ എനിക്ക് തരണം. ആ മനുഷ്യൻ ഈ ചില്ലറ തുട്ടുകൾ എണ്ണി നോക്കി. എന്നിട്ട് ഈ കുഞ്ഞിന്റെ കയ്യിൽ തന്നെ തിരിച്ചു കൊടുത്തു. അവനോട് പറഞ്ഞു, ഈ പൈസയ്ക്ക് ഈ കടയിൽ നിന്നും യാതൊന്നും ലഭിക്കത്തില്ല. നീ അടുത്ത് കാണുന്ന ആ ഫുട്പാത്തിൽ പോയി എന്തെങ്കിലും വാങ്ങിച്ചു കൊള്ളുക. ഈ കുഞ്ഞ് കരയുവാനായിട്ട് തുടങ്ങി. ഇത് കണ്ടുകൊണ്ട് ആ കടയിൽ ഒരു ചെറുപ്പക്കാരൻ നിൽപ്പുണ്ടായിരുന്നു. ആ മനുഷ്യൻ ഇറങ്ങി വന്നിട്ട് ഈ കുഞ്ഞിനോട് കാര്യങ്ങൾ തിരക്കി. അവൻ പറഞ്ഞു, എൻ്റെ ബർത്ത്ഡേ ആണ്, എൻ്റെ കൂട്ടുകാർക്ക് സ്വീറ്റ്സ് കൊടുക്കണം, എനിക്ക് നല്ല ഉടുപ്പ് കിട്ടണം, അതിനുള്ള പൈസയാണ് അമ്മ തന്നത്. പക്ഷേ ഈ കടക്കാരൻ പറയുന്നു, എനിക്ക് ഈ പൈസയ്ക്കൊന്നും ലഭിക്കത്തില്ലെന്ന്. ആ ചെറുപ്പക്കാരൻ ഈ കുഞ്ഞിന്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് ആ കടക്കാരനോട് പറഞ്ഞു, ഇവന് വേണ്ട സ്വീറ്റ്സ് എല്ലാം പാക്ക് ചെയ്ത് കൊള്ളുക. ഇവന് വേണ്ട സ്വീറ്റ്സ് എല്ലാം പാക്ക് ചെയ്ത് അദ്ദേഹം പൈസ കൊടുത്തിട്ട് ഈ കുഞ്ഞിനെയും ചേർത്ത് ഇവന്റെ വീട്ടിലേക്ക് ചെന്നു. അദ്ദേഹത്തിന് കണ്ണുകളെ വിശ്വസിക്കുവാൻ സാധിക്കുന്നില്ല. ഇടിഞ്ഞു പൊളിയാറായ ഒരു ചെറ്റക്കുടിൽ രോഗിയായിരിക്കുന്ന ഒരമ്മ. അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു. ആ മനുഷ്യൻ തന്റെ പേഴ്സ് എടുത്ത് ആ പേഴ്സിൽ നിന്നും കുറെ പണം എടുത്ത് ഈ അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഈ കുഞ്ഞിന്റെ ബർത്ത്ഡേ നാളെ നിങ്ങൾ സന്തോഷമായിട്ട് ആഘോഷിക്കണം. ഇവന് നല്ല വസ്ത്രം വാങ്ങിക്കൊടുക്കണം, നല്ല ഭക്ഷണം വാങ്ങിക്കൊടുക്കണം, നല്ല സ്വീറ്റ്സ് വാങ്ങി ഇവന്റെ കൂട്ടുകാർക്കെല്ലാം വിതരണം ചെയ്യണം. നാളെ വൈകിട്ട് ഞാൻ വീണ്ടും വരും. നിങ്ങളുടെ ഈ ഇടിഞ്ഞു പൊളിയാറായ വീട് ഒന്ന് പുതുക്കിപ്പണിയണം. നിങ്ങൾക്ക് രോഗത്തിന് ഒരു ചികിത്സ നല്ലതായി ചെയ്യണം. ഈ കുഞ്ഞിന്റെ തുടർ പഠനം ഇനി ഭംഗിയാക്കണം. എന്നിട്ട് യാത്ര പറഞ്ഞ് ഈ ചെറുപ്പക്കാരൻ ഇറങ്ങുവാൻ തുടങ്ങിയപ്പോൾ ഈ കുഞ്ഞ് അമ്മയെ നോക്കുന്നുണ്ട്, ഈ ചെറുപ്പക്കാരനെ നോക്കുന്നുണ്ട്. ഈ അമ്മയുടെ കണ്ണിൽ നിന്നും ചുടുകണ്ണീർ ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുക. ഈ ചെറുപ്പക്കാരൻ ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന്റെ ഉടുപ്പിൽ പിടിച്ച് പിന്നോട്ട് വലിച്ചു. എന്നിട്ട് ആ മുഖത്ത് നോക്കി അമ്മയൊന്ന് നോക്കി. ഈ ചെറുപ്പക്കാരൻ ചെറുപുഞ്ചിരിയോടുകൂടിയാണ് നിൽക്കുന്നത്. അമ്മയുടെ കണ്ണിൽ നിന്നും ചുടുകണ്ണീർ ധാരധാരയായി ഒഴുകുന്നു. ഈ കുഞ്ഞ് ചെറുപ്പക്കാരന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങൾ ദൈവമാണോ? ആ മനുഷ്യൻ ആകപ്പാടെ സപ്തനായി. അദ്ദേഹം ചോദിച്ചു, എന്താ കുഞ്ഞെ നീ ഇങ്ങനെ എന്നോടൊരു ചോദ്യം ചോദിക്കുന്നത്? ഈ കുഞ്ഞ് ആ മനുഷ്യനോട് പറഞ്ഞു, എൻ്റെ അമ്മ എന്നോട് പറഞ്ഞതായിരുന്നു, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. ദൈവം നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ എൻ്റെ വീടിൻ്റെ ഈ സ്ഥാനത്ത് പുതിയ വീടുണ്ടാകും. എൻ്റെ അമ്മയുടെ രോഗം മാറും. ദൈവം നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ എനിക്ക് പുത്തനുടുപ്പുകൾ കിട്ടും. ദൈവം നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ എനിക്ക് നല്ല ഭക്ഷണം കിട്ടും എന്നൊക്കെ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് നീ എൻ്റെ വീട്ടിലേക്ക് വന്നു, ഇതെല്ലാം എനിക്ക് തരുമെന്ന് നീ പറയുന്നത് ഞാൻ കേട്ടു. നീ ദൈവമാണോ? പ്രിയരേ, ഇന്ന് നമുക്കും ദൈവത്തിൻ്റെ ദൂതന്മാരാകുവാനായിട്ടുള്ള അവസരമുണ്ട്. ഇന്ന് നാട്ടിൽ നടക്കുന്ന ആർഭാട കല്യാണങ്ങൾ നോക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, കഴിക്കുവാൻ കഴിയാത്തവന് പ്രഷറും ഷുഗറും ഉള്ളവന് 1000 രൂപയുടെ ഒറ്റ പ്ലേറ്റ് ഫുഡ് കൊടുത്ത് അത് കൊടുത്തു വിട്ടിട്ട് പിറ്റേ ദിവസം രാവിലെ അവൻ എഴുന്നേൽക്കാൻ വയ്യാതെ ആകുമ്പോൾ അവൻ പറയുന്നത്, ഈ നശിച്ചവന്റെ കല്യാണത്തിന് പോകണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു സമൂഹത്തിന്റെ, ഒരു കൾച്ചറിന്റെ, ഒരു സംസ്കാരത്തിന്റെ ഭാഗ്യമായിട്ട് നമ്മൾ ഓരോരുത്തരും മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുക. പ്രിയരേ, ഇന്ന് നമ്മുടെ ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളോട്, ചെറുപ്പക്കാരോട് എനിക്ക് പറയുവാനായിട്ടുള്ളത്, നിങ്ങളുടെ കല്യാണം ആർഭാട കല്യാണമാകരുത്. മറിച്ച് നിങ്ങളുടെ കല്യാണത്തിന്റെ ഒരംശം വേർതിരിച്ചു വെച്ചിട്ട് നിങ്ങൾ ആ പണവുമായിട്ട് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ചെല്ലണം. അവിടെ കരയുന്ന കണ്ണുകളെ കാണണം. അവരുടെ കയ്യിലേക്ക് 5000, 2000, 3000 വെച്ചു കൊടുക്കണം. അവർ നിങ്ങളോട് ചോദിക്കും, നിങ്ങളോട് പറയും, ദൈവമാണ് നിങ്ങളെ ഞങ്ങളുടെ അടുക്കൽ അയച്ചത്, നിങ്ങൾ ദൈവത്തിന്റെ ദൂതനാണെന്ന് പറയുന്നത് കേൾക്കുവാനായിട്ടിടയായി തീരും. അതുകൊണ്ട് ഈ വലിയ സദസ് ഇവിടെ നടക്കുമ്പോൾ മനുഷ്യനെ കാണുവാനായിട്ട് നമുക്ക് പഠിക്കണം. മനുഷ്യന്റെ വേദന മനസ്സിലാക്കുവാനായിട്ട് പഠിക്കണം.
ഇനിയും നമ്മുടെ കല്യാണങ്ങളിൽ ആർഭാടം പാടില്ല. മറിച്ച് ആ ആർഭാടത്തിനുള്ള പണം മാറ്റിവെച്ചിട്ട് ഉടുപ്പില്ലാത്ത ഒരുവൻ ഉടുപ്പ് വാങ്ങിച്ചു കൊടുക്കുവാനായിട്ട് ഇടയാക്കിയിരണം. ഭക്ഷണം ഇല്ലാത്ത അനാഥാലയങ്ങളിൽ ആ ആർഭാടത്തിന്റെ പണം മാറ്റിവെച്ച് ഭക്ഷണം കൊടുക്കുവാനായിട്ട് ഇടയാക്കിയിരണം. സമൂഹം പറയും, അവന്റെ കല്യാണം, അവന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടതായി തീരട്ടെ എന്ന് അവർ പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായിത്തീരും. അതുകൊണ്ട് ഈ വലിയ സംഗമത്തിൽ ഈ ഒരു വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് പോകുവാനായിട്ട് ജഗദീശ്വരൻ നമുക്ക് ശക്തി തരട്ടെ. മറ്റുള്ളവരുടെ നന്മ കാണുവാനായിട്ട്, വേദനപ്പെടുന്ന മനുഷ്യനെ കാണുവാനായിട്ട്. മനുഷ്യൻ എല്ലാവർക്കും ഒരേ അവസാനം, ഒരേ ആരംഭം ആണ് ദൈവം വെച്ചിരിക്കുന്ന മനസ്സിലാക്കി അവൻ വ്യത്യസ്തനായ അല്ല എന്ന് കണ്ട് സ്നേഹിപ്പാനായിട്ട്, സ്നേഹമായിരിക്കുന്ന ദൈവത്തെ മറ്റുള്ളവർ കാണിച്ചു കൊടുക്കുവാനായിട്ട് ഈശ്വരൻ നമുക്ക് എല്ലാവർക്കും ശക്തി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു. എന്നെ ഈ പ്രോഗ്രാമിനെ ക്ഷണിച്ച എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മനുഷ്യന്റെ ജന്മവും ജീവിതവും മരണവും മാനവികതയുടെ ഏകത വിളിച്ചോതുന്നുവെന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട് ഈ മാനവ സൗഹാർദ്ദ സംഗമത്തിൽ ഹൃദ്യമായ ഭാഷണം നടത്തിയ ബഹുമാന്യനായ ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് ഡയറക്ടർ റവറൻ ഫാദർ സാജു തോമസ് അവർക്ക് ഫൗസിയ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് ഇസ്ലാമിക് സ്റ്റഡീസിന്റെ ഹൃദ്യമായ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഫാദർ അവർക്ക് ഫൗസിയ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് ഇസ്ലാമിക് സ്റ്റഡീസിന്റെ ഉപഹാരം സമർപ്പിക്കുന്നു. ഉപഹാരം സമർപ്പിക്കുന്നതിനായി ബഹുമാന്യനായ ഹാരിസ് സലാഹി അവരെ ക്ഷണിക്കുന്നു. നമ്മുടെ ഈ വിഷയം ക്രോഡീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട പാളയംപള്ളി ഇമാം ഡോക്ടർ ഷുഹൈബ് മൗലവി സംസാരിക്കുകയാണ്. അദ്ദേഹം തിരുവനന്തപുരം പാളയംപള്ളിയിലെ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇമാമായി തുടരുന്നത്. അദ്ദേഹം നമുക്കറിയാം, ഖത്തർ യൂണിവേഴ്സിറ്റിയിൽ നിന്നുമാണ് ഡിഗ്രി സമ്പാദിച്ചത്. തുടർന്ന് മാസ്റ്റേഴ്സ് ഡിഗ്രിയും UGC നെറ്റും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും സമ്പാദിക്കുകയുണ്ടായി. തുടർന്ന് MG യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് PhD ബിരുദം കരസ്ഥമാക്കിയത്. വളരെ സ്നേഹത്തോടെ, നമുക്കെല്ലാം അറിയാം, നമ്മുടെ ഈ സ്ഥാപനത്തിൽ, നമ്മുടെ ഈ വേദിയിലൊക്കെ പല പ്രാവശ്യം അദ്ദേഹം വരികയും നമ്മോട് വളരെ ഗാംഭീര്യത്തോടു കൂടി സംസാരിക്കുകയും ചെയ്ത വ്യക്തിയാണ്. വളരെ ആദരവോടെ, സ്നേഹത്തോടെ ഞാൻ ഈ വേദിയിലേക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുക. ബഹുമാന്യനായ അധ്യക്ഷൻ PM മുഹമ്മദ് ആരിഫ് സാഹിബ്, അതുപോലെ ഈ പരിപാടിയിൽ മാനവിക സന്ദേശമോദിയ സ്വാമി അശ്വതി തിരുനാൾ അവറുകൾ, അതുപോലെ റവറൻ ഫാദർ സാജു തോമസ് കോന്നി അവറുകൾ, അതുപോലെ അജുവയുടെ ആളുകൾ, അതുപോലെ ഒരുപാട് നമ്മുടെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട നിരവധി ആളുകൾ സ്റ്റേജിലും, അതിനെല്ലാം ഉപരിയായി ഈ പരിപാടിയുടെ ഐക്യദാർഢ്യവും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഇവിടെ ഒന്നിച്ചു ചേർന്നിട്ടുള്ള സഹോദരങ്ങൾ, സഹോദരിമാർ, മാതാപിതാക്കൾ, വിദ്യാർത്ഥികൾ, വിദ്യാർത്ഥിനികൾ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏതായാലും നമ്മുടെ ഈ മാനവ സൗഹാർദ്ദ സദസ്സ് അതിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തിയിരിക്കുകയാണ്. വളരെ ആശയസമ്പന്നമായ നിരവധി പ്രഭാഷണങ്ങൾ നമ്മൾ ഇതിനകം ശ്രവിച്ചു കഴിഞ്ഞു. എനിക്കെന്നോടിയായി സ്വാമിജിയും അതുപോലെ തന്നെ ഫാദറുമെല്ലാം സംസാരിച്ചു. ഞാനും സ്വാമിജിയും ഇതുപോലെ എല്ലാ ആഴ്ചകളിലും എന്നതുപോലെ ഓരോ പരിപാടികളിലും സംബന്ധിക്കുന്നുണ്ട്. മത സൗഹാർദ്ദ അതല്ലെങ്കിൽ മാനവ സൗഹാർദ്ദ സംഗമങ്ങളിൽ. അതുപോലെ നമ്മുടെ അച്ഛൻ റവറൻ ഫാദർ സാജു തോമസ്, അദ്ദേഹം കോന്നിയിലാണ് പ്രവർത്തിക്കുന്നത്. അവിടെ അദ്ദേഹം ധാരാളം മതസൗഹാർദ്ദ പ്രവർത്തനങ്ങൾ, മാനവ സൗഹാർദ്ദ പ്രവർത്തനങ്ങൾ
സംഘടിപ്പിക്കുകയാണ്. ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിന്റെ തിരുവനന്തപുരത്തെ അധ്യക്ഷൻ സിൽവാനിയോസ് ബിഷപ്പ്, അദ്ദേഹം എൻ്റെ ഒരു ആത്മസുഹൃത്തു കൂടിയാണ്. സിൽവാനിയോസ് ബിഷപ്പിനോട് ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മളെ ഇന്നത്തെ ഈ പരിപാടിയിൽ ഫാദർ സാജു തോമസ്, അദ്ദേഹത്തെ ഞാൻ സംഘാടകർക്ക് പരിചയപ്പെടുത്തി കൊടുത്തത്. ഏതായാലും ഇത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു സമ്മേളനമാണ്. നമ്മുടെ ഈരാറ്റുപേട്ടയിലൊക്കെ ഇതുപോലുള്ള ധാരാളം സംഗമങ്ങൾ നേരത്തെ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഫൗസിയായിൽ തന്നെ ഞാൻ ഓർക്കുന്നു, ഞാൻ 2 or 3 തവണ ഇതിന് മുന്നോടിയായിട്ട് വന്നിട്ടുണ്ട്. ചില പരിപാടികളൊക്കെ ഫൗസിയായുടെ ഭാരവാഹികളാണ്, പക്ഷേ പുറത്തുള്ള ചില സംഘടനകളും കൂട്ടായ്മകളും നടത്തുന്ന പരിപാടികളും ഫൗസിയായിൽ ഉണ്ടായതായും അതിൽ ഞാൻ സംസാരിച്ചതായുമെല്ലാം ഇപ്പോൾ ഓർക്കുന്നുണ്ട്. ഏതായാലും ഇവിടെ ഒരു മാനവ സൗഹാർദ്ദ സമ്മേളനം എന്ന തലത്തിലാണ് നമ്മൾ ഇന്ന് ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഒരുപാട് നല്ല നല്ല ആശയങ്ങൾ എനിക്ക് മുമ്പ് സംസാരിച്ച ആളുകൾ കൈമാറി. നമ്മുടെ മുമ്പിലിരിക്കുന്ന കുഞ്ഞുങ്ങൾ അവരല്പം ക്ഷീണിതരാണ് എന്ന് അവരുടെ മുഖത്ത് നോക്കുമ്പോൾ മനസ്സിലാകുന്നു. അതുകൊണ്ട് ദീർഘമായി സംസാരിക്കുന്നില്ല. എന്നോടൊന്ന് ക്രോഡീകരിച്ചുകൊണ്ട് ഹ്രസ്വമാക്കാനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. ആ ഒരു അർത്ഥത്തിൽ നമുക്കത് ചെയ്യാം. എന്തിനാണ് നമ്മളിങ്ങനെ മാനവ സൗഹാർദ്ദ സംഗമങ്ങൾ സംഘടിപ്പിക്കുന്നത്? നമ്മുടെ നാട്ടിലുള്ള മതങ്ങൾ എടുത്ത് പരിശോധിച്ചാലും, മതാതീതമായിട്ടുള്ള ആത്മീയ ചിന്തകൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാലും, അതിലൊക്കെ മൗലികമായിട്ട് വ്യത്യാസങ്ങളും അതോടൊപ്പം ചേർച്ചകളും കാണാൻ കഴിയും. ആശയപരമായിട്ടുള്ള വ്യതിരിക്തതകൾ ഓരോ ആത്മീയ ദർശനത്തിനുമുണ്ട്. ഹിന്ദുമതത്തെക്കുറിച്ച് പറയുമ്പോൾ അത് അദ്വൈതത്തിൽ അധിഷ്ഠിതമാണ് എന്ന് പറയും. ക്രൈസ്തവതയെ വിശദീകരിക്കുമ്പോൾ അത് ത്രിയേകത്വവുമായി, ട്രിനിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് വിശദീകരിക്കപ്പെടാറുള്ളത്. ഇസ്ലാം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഏകദൈവത്വ ദർശനത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ദർശനമാണ്, ഒരു കാഴ്ചപ്പാടാണ്. മതമാണ്, ദീനാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഏതായാലും ഇത് മൗലികമായിട്ടുള്ള വ്യത്യാസങ്ങളാണ്. ആ വ്യത്യാസങ്ങൾ ചർച്ച ചെയ്യാനല്ല നമ്മുടെ ഇന്നത്തെ മാനവ സൗഹാർദ്ദ സമ്മേളനം. വ്യത്യാസങ്ങളും സ്നേഹ സമ്പർക്ക സംഭാഷണങ്ങളുമെല്ലാം നമുക്ക് പല സന്ദർഭങ്ങളിലും അതിന് തന്നെ ഒരു ലക്ഷ്യമുണ്ട്. ഒരു കൂട്ടരെ തോൽപ്പിക്കുക എന്നുള്ള ലക്ഷ്യമല്ല. ശ്രീനാരായണ ഗുരുദേവൻ, ശ്രീനാരായണ ഗുരു, അദ്ദേഹം എന്താണ് സംവാദത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, അറിയാനും അറിയിക്കാനും വേണ്ടിയുള്ള സംവാദം, അറിയാനും അറിയിക്കാനും വേണ്ടിയുള്ള സംവാദം, ജയിക്കാനും തോൽപ്പി പക്ഷേ ഖുറൈശികളുമായിട്ടുള്ള ചർച്ചകൾക്കൊടുവിൽ അവരുടെ ദൂതനായ സുഹൈൽ ഇബ്നു അംർ എന്ന് പറയുന്ന വ്യക്തിയുമായുള്ള ചർച്ചകൾക്കൊടുവിൽ ഹുദൈബിയ സന്ധി എന്ന് പറയുന്ന ഒരു സന്ധിയിൽ ഒപ്പിട്ടുകൊണ്ട് ഏതാനും വർഷത്തേക്ക് മക്കയിലേക്ക് തീർത്ഥാടനത്തിന് വരേണ്ടതില്ല, ഒരു കൃത്യമായ കുറച്ച് വർഷങ്ങൾ പറഞ്ഞ് ആ വർഷങ്ങൾ കഴിഞ്ഞാൽ മക്കയിലേക്ക് തീർത്ഥാടനത്തിന് വരാം. ആ കരാറിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. വിട്ടുവീഴ്ചയുടെ, സഹനത്തിന്റെ ധാരാളം വലിയ സന്ദേശങ്ങൾ വിളിച്ചറിയിക്കുന്ന ആ ഹുദൈബിയ സന്ധിയിൽ ഒപ്പിട്ടുകൊണ്ട് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും 1500 ശിഷ്യന്മാരും മടങ്ങിപ്പോകുന്ന ഒരു സമാധാന സന്ധിയുണ്ട്. സമാധാനത്തിന് നൽകുന്ന പ്രാധാന്യമാണ്. ഇസ്ലാം എന്ന പദത്തിന് ധാരാളം അർത്ഥങ്ങളുണ്ട്. ഒരർത്ഥം സമർപ്പണം എന്നുള്ളതാണ്.
ദൈവത്തിന്, ഈശ്വരന്, അള്ളാഹുവിന് ജീവിതത്തെ സമ്പൂർണമായും സമർപ്പിക്കുക. വേറൊരർത്ഥം സമാധാനം എന്നുള്ളതാണ്. സമാധാനമാണ് നമ്മുടെ ആത്മീയ സന്ദേശങ്ങളുടെ അകക്കാമ്പിൽ ഒന്നാം സ്ഥാനത്തിരിക്കുന്ന ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സൗഹൃദമാണ്. എല്ലാവരോടുമുള്ള സൗഹൃദം. ഇവിടെ ഞാനും സ്വാമിജിയും അതുപോലെ തന്നെ ഫാദറും ഒരുമിച്ചാണ് ഇങ്ങോട്ട് യാത്ര ചെയ്തത് എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ ഈ ഒരുമ എന്ന് പറയുന്നത് ഇപ്പറയുന്ന മൂന്നാളുകളോട് കൂടി മാത്രം തുടങ്ങുന്നതോ അവര് മാത്രം ചെയ്യുന്നതോ അല്ല. നിങ്ങളുടെ ഈ പ്രദേശത്ത് തന്നെ ഇങ്ങനെയുള്ള ധാരാളം മനോഹരമായ കാഴ്ചകൾ നിങ്ങൾക്ക് പറയാനുണ്ടാവും. ലോകത്തെല്ലായിടത്തുമുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിലുള്ള ആ മനോഹാരിത നമ്മുടെ ഒരു അഭിമാനം എന്നാണ് നമ്മൾ പറയാം. പാളയം എന്ന് പറയുന്ന പ്രദേശത്തേക്ക് വരുമ്പോ ഞങ്ങൾ പറയും, ഇവിടത്തെ ഈ ക്ഷേത്രവും ഇവിടത്തെ ഈ പള്ളിയും ഈ മസ്ജിദുമെല്ലാം തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന ആ ഒരു മാനവ സൗഹാർദ്ദത്തിന്റെ ഒരു അഭിമാനപൂർവമായിട്ടുള്ള ഒരു നിലനിൽപ്പിനെ ലോകത്തിന്റെ മുമ്പിൽ വലിയൊരു വെളിച്ചമായി നമ്മൾ കാണിച്ചു കൊടുക്കും. ഒരു മസ്ജിദ്, അതിനോട് ചുമര് പങ്കിടുന്ന ക്ഷേത്രം, ആ രണ്ട് ആരാധനാലയങ്ങളുടെയും അഭിമുഖമായി നിൽക്കുന്ന ഒരു ചർച്ച്, അത് രണ്ടിന്റെയും പിൻവശമുള്ള വേറൊരു ചർച്ച്, അതിനപ്പുറം നമ്മുടെ നാടിനെ മനോഹരമാക്കുന്ന എന്താണുള്ളത്? അത് തലസ്ഥാന നഗരിയിൽ മാത്രമല്ല, ഞാൻ കേരളത്തിന്റെ ധാരാളം പ്രദേശങ്ങളിൽ ഈ മനോഹരമായ കാഴ്ച കാണുകയാണ്. അങ്ങനെ മനോഹരമായി സൗഹൃദത്തോടു കൂടി ജീവിച്ച ആളുകൾ നമുക്കറിയാം. നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയും അതുപോലെ തന്നെ സ്വാതന്ത്ര്യ സമര സേനാനിയും എല്ലാമായിരുന്ന ഖുർആൻ വ്യാഖ്യാതാവ് കൂടിയായിരുന്ന അബുൽ കലാം ആസാദ്. ആസാദും നെഹ്റുവുമായി ബന്ധപ്പെട്ട ഒരു സംഭവം ഇങ്ങനെ കാണാൻ കഴിയും. അതായത് ആസാദ്, അബുൽ കലാം ആസാദ്, അദ്ദേഹത്തിന്റെ വിയോഗത്തിന് ശേഷം ഒരു സഹോദരി വന്നുകൊണ്ട്, ഒരു സ്ത്രീ വന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ ഖബർ സന്ദർശിക്കുകയാണ്. ഇടക്കിടക്ക് എങ്ങനെ ഖബർ സന്ദർശിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ, ആസാദിന്റെ. ഈ രംഗം ഒരു പണ്ഡിതൻ കണ്ടു. എന്താണ് ഇങ്ങനെ ആസാദിന്റെ അടുക്കൽ അദ്ദേഹത്തിന്റെ ഖബർ എങ്ങനെ സന്ദർശിക്കുവാൻ, എന്താണ് അദ്ദേഹവുമായിട്ടുള്ള നിങ്ങളുടെ ഈ ബന്ധം എന്താണ്? അപ്പോൾ പറഞ്ഞു, ഞാനൊരു പാവപ്പെട്ട ഒരു സ്ത്രീയാണ്, എനിക്കൊരു മകൻ ഉണ്ടായിരുന്നു, പക്ഷേ മകൻ മരിച്ചു. മകന്റെ വിയോഗത്തിന് ശേഷം ഞാൻ ആസാദിന്റെ വീട്ടിലായിരുന്നു ഏറെക്കാലം. പക്ഷെ ആസാദും മരിച്ചു. ആസാദിന്റെ ജീവിത കാലഘട്ടത്തിൽ കുറച്ചു കാലമൊക്കെ ആസാദിന്റെ വീട്ടിൽ ജീവിച്ചതിന് ശേഷം ആസാദ് എനിക്കൊരു വീടുണ്ടാക്കി തന്നു. എന്ന് മാത്രമല്ല, എല്ലാ മാസവും ആസാദിന്റെ വീട്ടിലേക്ക് ഒരു നിശ്ചിത സംഖ്യ എൻ്റെ ജീവിതത്തിന് വേണ്ടി കൊണ്ടുവരും. എനിക്ക് അത്യാവശ്യം എൻ്റെ കാര്യങ്ങൾ നടന്നു പോകാൻ, ചികിത്സക്കും അത്യാവശ്യ കാര്യങ്ങൾക്കും വേണ്ടിയുള്ള ഒരു നിശ്ചിത സംഖ്യ ഓരോ മാസവും കൊണ്ടുവന്നു തരും. അതുപോലെ തന്നെ ആഹാരത്തിന് വേണ്ടിയുള്ള, ആഹാരം തയ്യാറാക്കാൻ വേണ്ടിയുള്ള ഭക്ഷണ പദാർത്ഥങ്ങളും കൊണ്ടുവന്നു തരും. ആസാദ് ഒരു ഘട്ടത്തിൽ മരിച്ചുപോയി. ആ ആസാദിനോടുള്ള ദുഃഖം അവര് പറയാൻ, അതോടുകൂടി അവർക്കുള്ള സഹായം അവസാനിച്ചില്ല എന്നാണ് പിന്നീട് അവർ പറഞ്ഞത്. അതെങ്ങനെ ആസാദ് മരിച്ചുപോയി അവസാനിക്കേണ്ടതല്ലേ ആ സഹായങ്ങൾ? അവര് പറയാണ്, പിന്നെയും ആ സഹായം എങ്ങനെ എന്റെ വീട്ടിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. ഒരു ഘട്ടത്തിൽ ഒരു ചെറുപ്പക്കാരൻ ആസാദിന്റെ വിയോഗത്തിന് ശേഷം ഇങ്ങനെ കുറച്ച് പണവും അതുപോലെ സാധന സാമഗ്രികളും ഒക്കെയായി വന്നപ്പോ ഞാൻ ചോദിച്ചു, നിങ്ങളാരാണ് എനിക്കിതൊക്കെ കൊണ്ടുവന്നു തരാൻ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നെ നെഹ്റുവാണ് പറഞ്ഞയച്ചത്. നെഹ്റു ഇങ്ങനെ ആസാദിന്റെ വിയോഗത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ഡയറി എടുത്ത് പരിശോധിച്ചു. ഡയറി എടുത്ത് പരിശോധിച്ചപ്പോ ആസാദ് നിങ്ങളെപ്പോലെ ധാരാളം ആളുകളെ അദ്ദേഹത്തിന്റെ ജീവിതഘട്ടത്തിൽ സഹായിച്ചിരുന്നു. നെഹ്റുവിന്റെ, ആസാദിന്റെ മരണശേഷം നെഹ്റു സഹായിച്ചിരുന്ന മുഴുവൻ ആളുകളെയും ഇപ്പോൾ ആസാദ്
ആ ഡയറി നോക്കിക്കൊണ്ട് അതേ രൂപത്തിൽ തന്നെ സഹായിക്കുകയാണ്. അതായിരുന്നു സൗഹൃദം എന്ന് പറയുന്നത്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും ആസാദും മഹാത്മാഗാന്ധിയും അതുപോലെ തന്നെ അലി സഹോദരന്മാരും അവരെല്ലാവരും തോളോട് തോൾ ചേർന്ന് നിന്നപ്പോഴാണ് നമ്മുടെ നാടിന്റെ സ്വാതന്ത്ര്യം സാധ്യമായത്. അബുൽ കലാം ആസാദിന്റെ അടുക്കൽ സ്വാതന്ത്ര്യ സമരം ശക്തിപ്പെടുന്ന ഘട്ടത്തിൽ ബ്രിട്ടീഷുകാരുടെ ചില ദൂതന്മാർ വന്നുകൊണ്ട് പറയുന്നുണ്ട്, സ്വാതന്ത്ര്യം എളുപ്പത്തിൽ സാധ്യമാവും, പക്ഷേ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? ഹിന്ദു മുസ്ലിം ലഹളക്കുള്ള ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രൈസ്തവരും തമ്മിൽ ലഹളയുണ്ടാക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കി തരണം. ബ്രിട്ടീഷുകാരുടെ ദൂതന്മാരോട് ആസാദ് എന്ന് പറഞ്ഞ ഒരു വാക്ക് ചരിത്രത്തിന്റെ തങ്കലിപികളിൽ രേഖപ്പെടുത്താൻ പറ്റുന്നതാണ്. ആകാശത്ത് നിന്ന് മാലാഖ ഇറങ്ങി വന്ന കുത്തുബ് മിനാറിന്റെ മുകളിലിരുന്നു കൊണ്ട് പറയാൻ, സ്വാതന്ത്ര്യം പെട്ടെന്ന് സാധ്യമാവും, പക്ഷേ രാജ്യത്ത് മതധ്രുവീകരണം ഉണ്ടാവണം, ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഭിന്നിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ പറയുക, സ്വാതന്ത്ര്യം ഇന്നല്ലെങ്കിൽ നാളെ അത് സാധ്യമാവുക തന്നെ ചെയ്യും. അതിന് നിങ്ങളുടെ ആരുടെയും സുവിശേഷം വേണ്ട, അതിന് നിങ്ങളാരും മുൻകൂട്ടി പറയണ്ട. അതെന്തായാലും സംഭവിക്കുക തന്നെ ചെയ്യും. രാജ്യത്തിന് സ്വാതന്ത്ര്യം ഉണ്ടാവും. പക്ഷേ ഈ രാജ്യത്ത് ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒരുമിച്ച് നിന്ന് നിലനിൽക്കുന്ന ഒരു സാഹോദര്യത്തിന്റെ ഒരു അവസ്ഥയുണ്ട്. അതിനെ തകർത്തുകൊണ്ടുള്ള സ്വാതന്ത്ര്യമല്ല ഞങ്ങൾക്ക് വേണ്ടത്. ഡിവൈഡ് ആൻഡ് റൂൾ, ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരന്റെ രാഷ്ട്രീയ തന്ത്രത്തെ അതിജീവിക്കുവാൻ സാധ്യമായി എന്നുള്ളതാണ്. നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് നമുക്കും അത് സാധ്യമാവണം. ഗാന്ധിജി അദ്ദേഹത്തിന്റെ ഇരു വശങ്ങളിലും അലി സഹോദരന്മാരെ ജയിലിൽ അടച്ച ഘട്ടത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തമായ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്തത് ഗാന്ധിജിയായിരുന്നു. അലി സഹോദരന്മാരെ വിമോചിക്കപ്പെടുന്നില്ല എങ്കിൽ, സ്വതന്ത്രരാക്കപ്പെടുന്നില്ല എങ്കിൽ ശക്തമായിട്ടുള്ള പ്രക്ഷോഭത്തിന് ഇനിയും രാജ്യം ഇരയാവേണ്ടി വരുമെന്ന് കൃത്യമായ താക്കീത് നൽകിയത് മഹാത്മാഗാന്ധിയായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ആ ഒരു സാഹോദര്യം, സഹോദരങ്ങളെ, അതാണ് നമ്മുടെ നാട്ടിൽ ശക്തമായി നിലനിൽക്കേണ്ടത്. അത് നമ്മുടെ നാടിന്റെ ഒരു പ്രത്യേകതയാണ്. അതാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞത്, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. നമ്മുടെ നാടിനെ സംബന്ധിച്ച് ഗുരു ദീർഘദർശനം ചെയ്യുകയാണ്. സാഹോദര്യത്തോടുകൂടി എല്ലാവരും ഒരുമിച്ച് ജീവിക്കുന്ന നാട്. സഹോദരങ്ങളെ, അങ്ങനെയുള്ള ഒരു നാടായി തന്നെ നമ്മുടെ നാടിനെ എന്നെന്നും നിലനിർത്താൻ നമുക്ക് സാധിക്കണം. അതിന് പ്രചോദനമാവുന്നതാവണം നമ്മുടെ മാനവ സൗഹാർദ്ദ സദസ്സുകൾ. നമ്മുടെ ആത്മീയ ചിന്തകൾ പരസ്പരം യോജിക്കുന്ന എല്ലാ ആത്മീയ ചിന്തകൾ അതുപോലെ തന്നെ ബൈബിൾ ദർശനങ്ങൾ എടുത്താലും നമുക്ക് അവിടെ കാണാൻ കഴിയുന്ന ഒരു സംഭാഷണമുണ്ട്. ദൈവത്തിന്റെ ഒരു വിചാരണയാണത്. ദൈവം മനുഷ്യനോട് ചോദിക്കുകയാണ്, നാളെ പരലോകത്ത് ദൈവം മനുഷ്യനോട്, അള്ളാഹു മനുഷ്യനോട് ചോദിക്കുന്ന ഒരു ചോദ്യം, അല്ല മനുഷ്യ, ഞാൻ വിശന്നപ്പോൾ എന്തേ നീ എനിക്ക് ഭക്ഷണം നൽകാതിരുന്നത്? മനുഷ്യൻ ചോദിക്കുമെന്ന, ദൈവമേ നീ എങ്ങനെ വിശക്കാനാണ്? നീയല്ലേ മാലോകർക്ക് മുഴുവനും അന്നം നൽകുന്നത്? ഞാൻ വിശക്കുക എന്ന് പറഞ്ഞാൽ എന്റെ ദാസൻ വിശക്കല. എനിക്ക് ദാഹിച്ചപ്പോൾ എന്തേ നീ എനിക്ക് വെള്ളം നൽകാതിരുന്നത്? ദൈവമേ നിനക്കെങ്ങനെ ദാഹിക്കാനാണ്? അല്ലാഹുവേ നിനക്കെങ്ങനെ ദാഹിക്കാനാണ്? എനിക്ക് ദാഹിക്കുക എന്ന് പറഞ്ഞാൽ എന്റെ അടിമയ്ക്ക് മനുഷ്യന് ദാഹിക്കലാണ്. ഞാൻ രോഗിയായപ്പോൾ എന്തേ നീ എന്നെ സന്ദർശിക്കാതിരുന്നത്? ദൈവമേ നീ എങ്ങനെ ആവാനാണ്? ഞാൻ രോഗിയാവുക എന്ന് പറഞ്ഞാൽ മനുഷ്യൻ രോഗിയാവലാണ്. ജനസേവനം, അതാണ് ഏറ്റവും വലിയ ദൈവാരാധന. എല്ലാ ആത്മീയ ചിന്തകളും ലോകത്ത് പറയുന്ന കാര്യമാണ്. അതാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞത്,
അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന സുഖത്തിനായി തീർന്നിടണം. എത്ര മനോഹരമാണ് ആ വാക്കുകൾ. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ക്രിസ്തു ധാരാളം അതിമനോഹരമായിട്ടുള്ള വാക്കുകൾ ലോകത്തിന് പകർന്നു നൽകിയിട്ടുണ്ട്. അതിലേറ്റവും ഉന്നതമെന്ന് ഞാൻ മനസ്സിലാക്കുന്ന കാര്യമാണ് നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്നുള്ള വാക്ക്. എത്ര സാമ്യതയുണ്ട് പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിനും. അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല. പ്രവാചകൻ പറയാം. പ്രവാചകന്റെ ശിഷ്യൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വിഭവസമൃദ്ധമായ എന്തെങ്കിലും ആഹാരം കൊണ്ടുവന്നാൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉടനെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇത് നമ്മുടെ അയൽക്കാർക്ക് നൽകിയോ? ജൂതമത വിശ്വാസികളും ക്രൈസ്തവ വിശ്വാസികളുമായ ധാരാളം അയൽക്കാർ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത്, ഇത് നമ്മുടെ അയൽക്കാർക്ക് നൽകിയോ? നൽകാറുണ്ട് പലപ്പോഴും, പക്ഷെ എപ്പോഴെങ്കിലും നൽകിയിട്ടില്ല എന്ന മറുപടി ലഭിച്ചാൽ പ്രാരാബ്ധവും പ്രയാസങ്ങളും ഒക്കെയുള്ള കാലമാണ്. ചിലപ്പോഴെങ്കിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവാം. ആ മറുപടി കേട്ടാൽ ഉടനെ പ്രവാചകന്റെ ഒരു വചനം കേൾപ്പിക്കും, മാസാല ജിബ്രീലു യൂസീനി ബിൽ ജാരി ഹത്താ വലൻതു അന്നഹു സയുവരിസുനി. ജിബ്രീൽ അലൈഹിസ്സലാം ഗബ്രിയേൽ മാലാഖ, ക്രൈസ്തവ സഹോദരങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ജിബ്രീൽ അലൈഹിസ്സലാം അയൽക്കാരന്റെ കാര്യത്തിൽ നിരന്തരമായി എന്നോട് ഉപദേശിച്ചുകൊണ്ടേയിരുന്നു. പ്രവാചകൻ പറയാണ്, അയൽക്കാരൻ എന്റെ സ്വത്തിൽ അനന്തരഗാമി ആയേക്കുമോ എന്ന് ഞാൻ ആശങ്കിക്കുന്നിടത്തോളം ജിബ്രീലിന്റെ ഉപദേശം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. അയൽക്കാരനെ സ്നേഹിക്കണം. അതുകൊണ്ട് നിന്റെ വീട്ടിൽ നീ ഭക്ഷണം ഉണ്ടാക്കുമ്പോ കറി വേണ്ടത്ര ഇല്ലെങ്കിൽ പോലും വെള്ളം ചേർത്തിട്ടാണെങ്കിലും അയൽ വീട്ടിനെ നീ പരിഗണിക്കണം. നിന്റെ വീട്ടിൽ അടുപ്പ് പുകയുമ്പോ അയൽ വീട്ടിലും ഭക്ഷണം തയ്യാറാവുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ നിനക്ക് സാധിക്കണം. അതാണ് നേരത്തെ സ്വാമിജി പറഞ്ഞത്, KN പണിക്കർ പറയുന്ന കാര്യമാണ്. സ്വാമിജി പറഞ്ഞ ഒരു സംഗതി നിങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതായത് കൊടുങ്ങല്ലൂരിൽ അറബികൾ വന്നപ്പോൾ, ഈ ദീനിന്റെ പ്രബോധനവുമായിട്ട് അറബികൾ വന്നപ്പോ അവരുടെ പെരുമാറ്റത്തിലൂടെയാണ് അവർ ഈ ദീനിനെ, ഈ മതത്തെ, ഈ വിശ്വാസത്തെ, ഇസ്ലാമിനെ ഇന്നാട്ടുകാർക്ക് പരിചയപ്പെടുത്തി കൊടുത്തത്. കച്ചവട സ്ഥാപനങ്ങൾ ഉച്ചവരെ കച്ചവടം നിർത്തി കടയിലേക്ക് പിന്നീട് വരുന്ന ആളോട് തൊട്ടപ്പുറത്തെ അയൽവാസിയായ കടക്കാരന് അടുത്തുള്ള ഷോപ്പിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇനി നിങ്ങൾക്ക് അവിടെ നിന്ന് വാങ്ങാം, കാരണം എല്ലാവർക്കും ജീവിക്കണം. മുസ്ലിമിനും ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും എല്ലാവർക്കും കുടുംബങ്ങളുണ്ട്, പ്രാരാബ്ദങ്ങളുണ്ട്. ഇനി നോക്കിൻ, KN പണിക്കർ പറയുന്നുണ്ട്, രാത്രിയായി കഴിഞ്ഞാൽ അത്താഴം കഴിക്കാൻ നേരത്തെ അറബികൾ വരും. എന്നിട്ട് ഹൈന്ദവ സഹോദരങ്ങളുടെ വീടിന്റെ വാതിൽ മുട്ടുകയാണ്. എന്താ മാപ്പിളെ എന്ന് ചോദിച്ചുകൊണ്ട് പുറത്തേക്ക് വരുന്നുണ്ട് ഹൈന്ദവ സഹോദരൻ. ഒരു ട്രാൻസ്ലേറ്റർ ഉണ്ടാകും അറബിയുടെ കൂടെ എപ്പോഴും കച്ചവടം ചെയ്യുമ്പോഴും, അതുപോലെ തന്നെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീങ്ങുമ്പോഴും എല്ലാം ട്രാൻസ്ലേറ്റർ പറയും, അറബികൾ ഇവര് ഭക്ഷണം കഴിക്കണമെങ്കിൽ, അത്താഴം കഴിക്കണമെങ്കിൽ നിങ്ങൾ കഴിച്ചു എന്ന് ഉറപ്പുവരുത്തണം. കാരണം അവരുടെ ഗുരുനാഥൻ പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പഠിപ്പിച്ചിട്ടുള്ളത് അതാണ്. സഹോദരങ്ങളെ, ജീവിതം കൊണ്ട് പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ്. ജീവിതം കൊണ്ട് പ്രാവർത്തികമാക്കി മലബാറിലെ മക്ക എന്ന് വിശേഷിപ്പിക്കുന്ന പൊന്നാനി, ആ പൊന്നാനിയുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ സംഭവം, അതിനെ ഇതിവൃത്തമാക്കിക്കൊണ്ട് എടശ്ശേരി ഒരു കവിത എഴുതിയിട്ടുണ്ട്. ഇസ്ലാമിലെ വന്മല എന്നാണ് ആ കവിതയുടെ തലവാചകം. അതായത് പൊന്നാനിയിൽ 2 കുട്ടികൾ, UP സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന 2 കുട്ടികൾ. ഒരു കുട്ടിയുടെ പേര് അലവി എന്നാണ്, ഒരു മുസ്ലിം കുടുംബത്തിൽ നിന്ന് വരുന്ന കുട്ടിയാണ്. അതുപോലെ ഒരു ഹൈന്ദവ മനയിൽ നിന്ന് വരുന്ന കുഞ്ഞാണ്, ഗോവിന്ദൻ എന്നാണ് ആ കുട്ടിയുടെ പേര്. അവര് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലം, ഗോവിന്ദൻ ഒരു ഹൈന്ദവ മനയിൽ നിന്നാണ് വരുന്നതെങ്കിലും വീട്ടിൽ വലിയ പ്രയാസമായിരുന്നു, പട്ടിണിയായിരുന്നു. അതുകൊണ്ട് ഉച്ചനേരത്ത് കഴിക്കാൻ ആഹാരമൊന്നും വേണ്ടത്ര കൊണ്ടുവരാൻ സാധിക്കുമായിരുന്നില്ല. ഈ പ്രയാസം
അലവി മനസ്സിലാക്കുകയും അലവിയുടെ പിതാവ് ഒരു പലചരക്ക് കട നടത്തുക. ആ പലചരക്ക് കടയിൽ നിന്ന് ഓരോ ദിവസവും പഴക്കുലയിൽ നിന്ന് ഒന്നോ രണ്ടോ പഴങ്ങളെടുത്ത്, നേന്ത്രപ്പഴമെടുത്ത് അത് തന്റെ ബാഗിലാക്കി ഗോവിന്ദന് കൊണ്ടുപോയി കൊടുക്കും. ഇങ്ങനെ ഓരോ ദിവസവും പഴക്കുലയിൽ നിന്ന് പഴങ്ങൾ ഇങ്ങനെ ഇല്ലാതാവുന്നത് കണ്ടപ്പോ ദേഷ്യം തോന്നി പിതാവിന്. കാരണം അലവി മോഷ്ടിക്കുകയാണെന്നാണ് ആദ്യം അദ്ദേഹം കരുതിയത്. പക്ഷെ അപ്പോഴും പറഞ്ഞില്ല, ഗോവിന്ദന്റെ വിശപ്പടക്കാൻ കൊണ്ടുപോവുകയാണ്. കാരണം അത് ഗോവിന്ദന്റെ അഭിമാനത്തിന് ഒരു പ്രയാസം ആവാൻ പാടില്ല. ഈ അടിയെല്ലാം വാങ്ങി അവസാനം ഈ ഗോവിന്ദനും അലവിയുമെല്ലാം വളർന്ന് വലുതായി ഗോവിന്ദൻ മലയാളത്തിലെ മഹാകവി എടശ്ശേരിയായി മാറിയപ്പോ എടശ്ശേരി എഴുതിയ ആ കവിതയാണ് ഇസ്ലാമിലെ വന്മല. സൗഹൃദത്തിന്റെ, സ്നേഹത്തിന്റെ പർവ്വതങ്ങളാണത്. മനുഷ്യർക്കിടയിൽ ഉണ്ടാകുന്ന ഭിത്തികളല്ല അത്. ഇസ്ലാമിന് മാത്രമല്ല വന്മലയുള്ളത്. ഇസ്ലാമിന് വന്മലയുണ്ട്, സ്നേഹത്തിന്റെ, സൗഹൃദത്തിന്റെ വന്മല. അതേ വന്മലകൾ ഹൈന്ദവ വിശ്വാസത്തിനുമുണ്ട്. അതേ വന്മലകൾ, അതേ സ്നേഹത്തിന്റെ, സൗഹൃദത്തിന്റെ മഹാപർവ്വതങ്ങൾ ക്രൈസ്തവ വിശ്വാസത്തിനുമുണ്ട്. ആ സ്നേഹ സൗഹൃദ പർവ്വതങ്ങൾ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. അതൊരു പർവ്വതത്തിന്റെ രൂപത്തിലാക്കി ആളുകൾക്കിടയിൽ മതിൽക്കെട്ടുകൾ ഉണ്ടാക്കുക എന്നുള്ളതല്ല. സാധ്യമാവേണ്ടത് ബ്രിഡ്ജിംഗ് ടു ദി സൊസൈറ്റീസ്, സമൂഹങ്ങളിലേക്കുള്ള പാലമാവുക എന്നുള്ളതാണ്. എന്തിനാണ് ഇതിന്റെ ആവശ്യം എന്ന് ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും. ഇവിടെ ഇരിക്കുന്ന ആളുകളല്ല. ഇവിടെ മതപരമായിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ ഒരു കോളേജ് ആവുമ്പോ അതൊരു ഖുർആൻ സമ്മേളനം, അവിടെ കർമ്മശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ, അതല്ലെങ്കിൽ ഉലൂമുൽ ഖുർആനുമായി, ഉസൂലുൽ ഫിഖ്ഹുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തങ്ങ് പിരിഞ്ഞാൽ പോലെ എന്തിനാണല്ലോ മാനവ സൗഹൃദ സമ്മേളനം? ഞാനിതിന്റെ സംഘാടകരെ പ്രത്യേകിച്ചും അഭിനന്ദിക്കുകയാണ്. ഇതൊക്കെ ആവശ്യമാണ്. കാരണം തിരുവനന്തപുരത്ത് ഈ അടുത്ത കാലത്ത് ഞാനും സ്വാമിജിയും ഒക്കെ ഇടപെട്ട ചില കാര്യങ്ങൾ ഞാൻ ഓർക്കുകയാണ്. ഇങ്ങനെയുള്ള നമ്മുടെ നാട്ടിൽ പ്രത്യേകമായിട്ട് എന്തെങ്കിലും വിവാദങ്ങൾ ഉണ്ടായാൽ ഒരു പ്രദേശത്ത് ഒരുമിച്ചിരുന്നു കൊണ്ട് നമുക്ക് പൂർണ്ണമായി എല്ലാ അർത്ഥത്തിലുള്ള സമാധാനവും ഉണ്ടാക്കാൻ സാധിക്കണം എന്നില്ല. എന്നാൽ പോലും ഒരുമിച്ചിരുന്നു കൊണ്ട് പല പരിപാടികളും സമാധാനാന്തരീക്ഷം തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള എളിയ ശ്രമങ്ങൾ, ഞാൻ ഓരോ സംഭവങ്ങളും പ്രത്യേകം എടുത്തു പറയുന്നില്ല, അതൊരു പ്രത്യേകമായിട്ടുള്ള വിവാദത്തിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. ഏതായാലും സമുദായങ്ങൾക്കിടയിൽ പ്രയാസങ്ങൾ ഉണ്ടാവുമ്പോ, അവസാനം വിഴിഞ്ഞം വിഷയത്തിലടക്കം ചില പ്രയാസങ്ങൾ ഉണ്ടായപ്പോ ഒരുമിച്ചുകൊണ്ട് ഒരു സമാധാന സംഘമായി വിഴിഞ്ഞത്തേക്ക് പോവാൻ ഞാനും സ്വാമിജിയും മാത്രമല്ല, ഒരുപാട് ആളുകൾ ആത്മീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകൾ, വിവിധ ആത്മീയ ചിന്തകളെ പ്രതിനിധീകരിക്കുന്ന എല്ലാവരെയും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ആ പ്രദേശത്തേക്ക് പോകുവാനും വിവിധ ഗ്രൂപ്പുകളുമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട വിവിധ തലങ്ങളിൽ നിലനിൽക്കുന്ന ആളുകളുമായിട്ട് സംസാരിച്ചുകൊണ്ട് ഒരു സമാധാനാവസ്ഥയിലേക്ക് ആ ഒരു സാഹചര്യത്തെ കൊണ്ടുവരാനും സാധ്യമായി എന്ന് അന്നത്തെ പശ്ചാത്തലത്തിൽ ഓർക്കുകയാണ്. സഹോദരങ്ങളെ, അതാണ് നമ്മുടെ മുൻഗാമികളുടെ ഒരു ശൈലിയത. ഒരു വിഷയമുണ്ടാവുമ്പോൾ അത് ആളിക്കത്തിക്കാൻ എളുപ്പമാണ്, പക്ഷെ അത് ഊതിക്കെടുത്താനാണ് പ്രയാസം. കുല്ലമാ ഔഖദു നാറൽ ലിൽ ഹർബ് അത്ഫഅഹ അല്ലാഹ് എന്ന് പറയുന്നുണ്ട് അല്ലാഹു. അവര് യുദ്ധത്തിന് വേണ്ടി തീ കൊടുക്കുമ്പോഴെല്ലാം, കലാപത്തിന് വേണ്ടി തീ കൊടുക്കുമ്പോഴെല്ലാം അല്ലാഹുവാണ് അതിനെ കെടുത്തിക്കളയുന്നത് എന്നുള്ളൊരു പ്രയോഗം ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സമാധാന അന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കണമെങ്കിൽ നമുക്ക് പരസ്പരം ഒരു ബ്രിഡ്ജിങ്, ഒരു പാലം ഉണ്ടാവണം എന്നുള്ളതാണ്. നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാറുണ്ട്, അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് വിഭജനാനന്തരം രാജ്യത്ത് വലിയ കലാപങ്ങൾ ഉണ്ടായ ഘട്ടത്തിൽ ഒരു സഹോദരൻ വന്നുകൊണ്ട് പറയുന്നുണ്ട്, എന്റെ മകൻ മരിച്ചുപോയി. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഒരു സമുദായത്തിൽപ്പെട്ടയാളാണ്, അയാൾ സംശയം പറയാം. ഗാന്ധിജി പറഞ്ഞു, നീ പ്രതികരിക്കണം, നീ പ്രതിരോധിക്കണം, പക്ഷേ തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കണം. ആ സമുദായത്തിൽപ്പെട്ട മാതാപിതാക്കളില്ലാത്ത മക്കളുണ്ടാവും. അത്തരം മക്കളിൽ ഒരാളെ ദത്തെടുത്തുകൊണ്ട്
തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കുക എന്ന് മാത്രമല്ല, ആ അനാഥ മക്കളോട് അവരുടെ ഒരു പിതാവായിരുന്നുകൊണ്ട് അവർക്ക് എല്ലാ അർത്ഥത്തിലുമുള്ള സ്നേഹവും സംരക്ഷണവും നൽകി. തിന്മയെ നീ നന്മ കൊണ്ട് പ്രതിരോധിക്കണം എന്ന് ഗാന്ധിജി പറയുന്നുണ്ട്. സമാനമായ ഒരു സംഭവം ഖാജ മൊഈനുദ്ദീനുൽ ചിശ്തി എന്ന് പറയുന്ന അജ്മീറിലെ പ്രസിദ്ധനായിട്ടുള്ള സൂഫി പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യനുണ്ടായിരുന്നു, ബാബ ഫരീദ് കഞ്ചഷ്കർ. വിഭജനാനന്തരം രാജ്യത്ത് കലാപങ്ങൾ ഉണ്ടായ ഘട്ടത്തിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യൻ ഒരു കത്രിക സമ്മാനമായി കൊണ്ടുവന്നുവെന്നാണ്. സമ്മാനം തുറന്നു നോക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്നെനിക്ക് കത്രികയല്ല ആവശ്യം, ബന്ധങ്ങളെ മുറിച്ചു കളയുന്ന കത്രികയല്ല എനിക്ക് ആവശ്യം, ബന്ധങ്ങളെ തുന്നിച്ചേർക്കാൻ കഴിയുന്ന സൂചിയാണ് എനിക്ക് ആവശ്യം. അതുകൊണ്ട് സഹോദരങ്ങളെ, ബന്ധങ്ങളെ തുന്നിച്ചേർക്കാൻ കഴിയുന്ന സൂചികളായിട്ട് മാറുവാൻ നമുക്ക് സാധ്യമാവണം എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിലൊക്കെ സമാധാനമുണ്ട്, പക്ഷെ ആ സമാധാനത്തെ ശക്തിപ്പെടുത്തുവാൻ, ആ സൗഹൃദത്തിന് കൂടുതൽ കരുത്തു നൽകുവാൻ, ആ സ്നേഹത്തെ സംസാരിക്കുക മാത്രമല്ല അനുഭവിക്കുവാൻ നമുക്ക് സാധ്യമാവണം. അതിന് വലിയൊരു പ്രചോദനമായി ഇന്നത്തെ ഈ മാനവ സൗഹാർദ്ദ സദസ്സ് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അല്ലാഹു തആല നമ്മുടെ ഈ കൂടലും പറയലുമെല്ലാം ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മിൽ നിന്ന് സംഭവിച്ചു പോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അള്ളാഹു നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളവന്റെ നിരവധി അനുഗ്രഹങ്ങൾ നിറഞ്ഞ സ്വർഗീയമായ ആരാമത്തിലും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. നമ്മുടെ നാട്ടിലുള്ള സമാധാനം, നമ്മുടെ നാട്ടിലുള്ള സൗഹൃദം, നമ്മുടെ നാട്ടിലെ പരസ്പരമുള്ള സഹകരണം, ഇതെല്ലാം തന്നെ പൂർവാധികം ശക്തിയോടുകൂടി ഇനിയും നിർവഹിക്കുവാൻ ജഗന്നിയന്താവായ നാഥൻ എല്ലാ അർത്ഥത്തിലും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ആരിഫ് ബാബ സാഹിബ് അദ്ദേഹവുമായിട്ടുള്ള ഒരു പ്രത്യേക ബന്ധം കൂടിയാണ് ഇന്നത്തെ ഈ പരിപാടിക്ക് ഞാനും സാമരിയും ഒക്കെ വരാൻ കാരണം. ആരിഫ് ബാബ സാഹിബ് എപ്പോഴും വിളിക്കുകയും എപ്പോഴും ബന്ധപ്പെടുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ഈ സൗഹൃദവും സ്നേഹവും ഒക്കെയാണ് നമുക്ക് നിലനിൽക്കേണ്ടത്. ഇന്ന് വെള്ളിയാഴ്ചയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ജുമാ ഖുതുബ തയ്യാറാക്കിയ ജുമാ ഖുതുബയൊക്കെ സംസാരിച്ച് എനിക്ക് അവിടെ ഒരല്പം പോലും വിശ്രമിക്കാൻ സമയം ലഭിക്കാത്ത അവസ്ഥയിൽ ഉടനെ തന്നെ ഞാൻ വാഹനത്തിൽ കയറി ഇങ്ങോട്ട് യാത്ര ചെയ്യുകയാണ്. സ്വാമിജിയെയും ഞാൻ പ്രത്യേകമായി ഈ പരിപാടിയിൽ, സ്വാമിജിക്കൊക്കെ ഇന്ന് വലിയ തിരക്കുള്ള ഒരു സമയമായിട്ട് കൂടി സ്വാമിജിയെ അതുപോലെ തന്നെ നമ്മുടെ ഫാദറിനെയൊക്കെ വളരെ ഈ പരിപാടിയിലേക്ക് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞത്. ഏതായാലും ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ സമയമായിരിക്കുന്നു. അല്ലാഹു തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.